ഗുഡ് ഈവനിങ്. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് മൊഡ്യൂൾ 3 ക്വസ്റ്റ്യൻസ് ആണ്. മൊഡ്യൂൾ 3 എന്ന് പറയുന്നത് നമുക്ക് ഹൗസ് വയറിംഗ്, എർത്തിങ്, അതുപോലെ തന്നെ ഇലുമിനേഷൻ എന്ന് പറയുന്ന ഭാഗമാണ് അല്ലെ. നമ്മളെ ക്വസ്റ്റ്യൻ പേപ്പർ പ്രീവിയസ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കൂടുതലായിട്ട് ഈ ഹൗസ് വയറിംഗ് എന്ന് കൂടുതലായിട്ട് ക്വസ്റ്റ്യൻസ് വന്ന ഒരു ഏരിയ ആണ്. ഹൗസ് വയറിംഗ് എന്ന് കൂടുതലായിട്ട് ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. പിന്നെ ഇലുമിനേഷൻ എന്ന് പറയുന്ന ഭാഗവും എർത്തിങ് എന്ന് പറയുന്ന ഭാഗവും അതിന് കൂടെ ഉണ്ട്. ഹൗസ് വയറിംഗിന്റെ ഭാഗത്ത് നിന്ന് തന്നെ ആക്സസറീസ്, പ്രൊട്ടക്റ്റീവ് ഡിവൈസസ് ആണെന്നുണ്ടെങ്കിലും കൺട്രോളിംഗ് ഡിവൈസസ് ആണെന്നുണ്ടെങ്കിലും അങ്ങനെ ആക്സസറീസ് പഠിക്കണം. അതേപോലെ തന്നെ ടൈപ്സ് ഓഫ് വയറിംഗ് പഠിക്കണം. അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ അതിനകത്ത് വരുന്നുണ്ട്. പിന്നെ ഐ റൂൾ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നതാണ് ഈ ഒരു മൊഡ്യൂളിനകത്ത്. എർത്തിങ്ങുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണെന്നുണ്ടെങ്കിലും അതേപോലെ തന്നെ ഹൗസ് വയറിംഗ് ആയിട്ട് ബന്ധപ്പെട്ടിട്ടാണെന്നുണ്ടെങ്കിലും ഐ റൂൾസ് ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നതാണ്. പിന്നെ ഇലുമിനേഷന് അധികം അങ്ങനെ പറയുന്നില്ല, കൂടുതൽ ലാമ്പുകളെ പേരാണ് എടുത്ത് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ലാമ്പുകളുടെ ബേസ് ആയിട്ടുള്ള കാര്യങ്ങൾ പഠിച്ചു വെക്കുക. പിന്നെ അത് മാത്രം ഒതുങ്ങാതെ ആ ഒരു ഇലുമിനേഷന്റെ ബേസിക് ആയിട്ടുള്ള കുറച്ച് സ്റ്റാർട്ടിങ്ങിലുള്ള കുറച്ച് കാര്യങ്ങൾ, അതായത് എന്തൊക്കെയാണ് ബേസ് ആയിട്ട് കുറച്ച് ഡെഫിനിഷൻസ് നമുക്ക് പഠിക്കാനുണ്ട്. ആ ഡെഫിനിഷൻ അതിന്റെ യൂണിറ്റുകളൊക്കെ ഒന്ന് പഠിച്ചു വെക്കുക. അതിന് ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യുന്നുണ്ട്, ചോദിക്കുന്നുണ്ട്. അപ്പൊ അത്തരം കാര്യങ്ങളാണ് എന്ത് ചെയ്യുന്നത് ഈ ഒരു മൊഡ്യൂൾ 3 പ്രധാനമായിട്ട് നമുക്ക് വരുന്നത്. അപ്പൊ നമുക്ക് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാം. നമ്മൾ എല്ലാ ക്ലാസ്സിലും പറയുന്ന പോലെ ആൻസർ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ഒരു ഇതിൽ മാർക്ക് ചെയ്യുക, മെസ്സേജിൽ മാർക്ക് ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ക്വസ്റ്റ്യന്റെ കൂടെ തന്നെ ചോദിച്ച് ക്ലിയർ ചെയ്ത് പോകും കേട്ടോ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ടൈപ്പ് ഓഫ് എർത്തിങ് ഈസ് പ്രിഫേർഡ് അറ്റ് എ പ്ലേസ് വെർ സോയിൽ ഈസ് റോക്കി വിത്ത് എ എർത്ത് ബെഡ് ഓവർ ഇറ്റ്? പൈപ്പ് എർത്തിങ്, പ്ലേറ്റ് എർത്തിങ്, സ്ട്രിപ്പ് എർത്തിങ് ആൻഡ് റോഡ് എർത്തിങ്. അങ്ങനെ 4 ഓപ്ഷൻസ് ആണ് നമുക്ക് തന്നിട്ടുള്ളത് അല്ലെ. പൈപ്പ് എർത്തിങ് ഉണ്ട്, പ്ലേറ്റ് എർത്തിങ് ഉണ്ട്, സ്ട്രിപ്പ് എർത്തിങ് ഉണ്ട്, റോഡ് എർത്തിങ് ഉണ്ട്. അവിടെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? വിച്ച് ടൈപ്പ് ഓഫ് എർത്തിങ് ഈസ് പ്രിഫേർഡ് അറ്റ് പ്ലേസ് സോയിൽ ഈസ് റോക്കി, അതുപോലെ തന്നെ എന്ത് പറഞ്ഞിട്ടുണ്ട്, റോക്കി എർത്ത് ബെഡ് ആയിട്ടുള്ള സ്ഥലങ്ങളിൽ, ആ സ്ഥലങ്ങളിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന എർത്തിങ്, ഏത് എർത്തിങ് ആണ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതെന്നാണ് അല്ലെ. അപ്പോ റോക്കി ആയിട്ടുള്ള എർത്ത് ബെഡ് വരുന്ന ഭാഗങ്ങളിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ആ ഒരു എർത്തിങ് മെത്തേഡ് ഏതാണ് എന്നുള്ളതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പൊ നമുക്ക് ഇതില് പൈപ്പ് എർത്തിങ് ഉണ്ട്, പ്ലേറ്റ് എർത്തിങ് ഉണ്ട്, സ്ട്രിപ്പ് എർത്തിങ് ഉണ്ട്, റോഡ് എർത്തിങ് ഉണ്ട്. അപ്പൊ നമ്മൾ മോസ്റ്റ് കോമൺലി യൂസ് ചെയ്യുന്ന എർത്തിങ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് അറിയാം എന്താണ്, പൈപ്പ് എർത്തിങ് ആണ്. മോസ്റ്റ് കോമൺലി യൂസ് ചെയ്യുന്ന എർത്തിങ് എന്ന് പറയുന്നത് പൈപ്പ് എർത്തിങ് ആണ്. ഈ പൈപ്പ് എർത്തിങ് ആണ് നമുക്ക് കോമൺ സോയിലിൽ ഉപയോഗിക്കാൻ പറ്റുന്നത്. ഏതായിരിക്കും? പൈപ്പ് എർത്തിങ് ആണ്. നമ്മൾ കോമൺ ആയിട്ടുള്ള സോയിലും കാര്യങ്ങളൊക്കെ, അതായത് നമ്മൾ നോർമലി കാണുന്ന സോയിലും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുന്നത് പൈപ്പ് എർത്തിങ് ആയിരിക്കും അല്ലെ. പിന്നെ കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആയിട്ട്, അതായത് അഡ്വാൻസ് എന്ന് പറയുമ്പോൾ കുറച്ചും കൂടി എന്ത് ചെയ്യാണ്, പവർ റിക്വയർമെന്റ് കുറച്ച് കൂടുതലായിട്ടുള്ള ഭാഗങ്ങളിലൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു എർത്തിങ് ആണ് എന്ത് ചെയ്യുന്നത്, പ്ലേറ്റ് എർത്തിങ് എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ നമ്മൾ സ്ട്രിപ്പ് എർത്തിങ് ആണ് എന്ത് ചെയ്യുന്നത്, നമുക്കറിയാം സ്ട്രിപ്പ് എർത്തിങ് എന്ന് പറഞ്ഞാൽ കൂടുതൽ ഡെപ്തിലേക്ക് പോവാതെ എന്നാൽ കൂടുതൽ ഏരിയ കവർ ചെയ്യുന്ന രീതിയിലേക്ക് വരുന്നതാണ് ഈ സ്ട്രിപ്പ് എർത്തിങ് എന്ന് പറയുന്നത്. അപ്പൊ സ്ട്രിപ്പ് എർത്തിങ് ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഈ ഒരു ഭാഗത്ത്, അതായത് റോക്കി എർത്ത് ബെഡ് ഉള്ള ഭാഗങ്ങളിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് സ്ട്രിപ്പ് എർത്തിങ് ആയിരിക്കും കേട്ടോ. സ്ട്രിപ്പ് എർത്തിങ് ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത് റോക്കി എർത്ത് ബെഡ് ഉള്ള ഭാഗങ്ങളിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ആ ഒരു എർത്തിങ് മെത്തേഡ് എന്ന് പറയുന്നത്. അപ്പൊ പ്രധാനമായിട്ട് നമുക്ക് 4 എർത്തിങ് മെത്തേഡ് ആണ് ഉള്ളത്. 4 എർത്തിങ് മെത്തേഡും എവിടെയൊക്കെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് എന്നുള്ളത് കറക്റ്റ് ആയിട്ട് പഠിച്ചു വെക്കുക. അത് നമുക്ക് ക്വസ്റ്റ്യൻസ് ആയിട്ട് വരാവുന്നതാണ്. എർത്ത് മെത്തേഡ് എവിടെയൊക്കെ എർത്തിങ് യൂസ് ചെയ്യുന്നു എന്നുള്ളത്. എർത്തിങ് അത് മാത്രമല്ല, ആ ഒരു 4 എർത്തിങ് മെത്തേഡിന്റെയും കുറെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. അത് എവിടെ യൂസ് ചെയ്യുന്നു എന്ന് മാത്രമല്ല, അതിന്റെയൊക്കെ ഡെപ്ത്, വിഡ്ത്ത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ, അതിന്റെ എത്രത്തോളം ഡെപ്തിലേക്ക് പോകണം, എത്രത്തോളമാണ് അതിന്റെ സൈസ് വരുന്നത്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇതെല്ലാം നമ്മൾ എന്ത് ചെയ്യണം, പഠിച്ചിട്ടുണ്ടാവണം. അപ്പൊ ആദ്യം നമ്മൾ എവിടെയൊക്കെ അത് യൂസ് ചെയ്യുന്നു, ഇപ്പോൾ ഹൊറിസോണ്ടൽ സ്ട്രിപ്പ് എർത്തിങ് ആണെന്നുണ്ടെങ്കിൽ റോക്കി ആയിട്ടുള്ള എർത്ത് ബെഡിൽ നമ്മൾ യൂസ് ചെയ്യുന്നു. അതേപോലെ തന്നെ റോഡ് എർത്തിങ് ആണെന്നുണ്ടെങ്കിൽ റോഡ് എർത്തിങ് സാൻഡി ആയിട്ടുള്ള ഭാഗങ്ങളിൽ, അതായത് നമുക്ക് പെട്ടെന്ന് എന്ത് ചെയ്യാണ്, എക്സ്കവേറ്റ് ചെയ്യാതെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഏരിയാസിലാണ് നമ്മൾ എന്ത് ചെയ്യുക, അത്തരത്തിലുള്ള റോഡ് എർത്തിങ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടായിരിക്കാം. അതേപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാണ്, പ്ലേറ്റ് എർത്തിങ് എന്ന് പറയുന്നത്, പ്ലേറ്റ് എർത്തിങ് ലാർജർ സ്റ്റേഷൻസ് ഓഫ് ട്രാൻസ്മിഷൻ ലൈന്, അതേപോലെ തന്നെ ഫാൾട്ട് കറന്റ് ഒക്കെ കുറച്ച് കൂടുതലുള്ള ഭാഗങ്ങളിലൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് പ്ലേറ്റ് എർത്തിങ് എന്ന് പറയുന്നത്. അതേപോലെ തന്നെയാണ് പൈപ്പ് എർത്തിങ്. പൈപ്പ് എർത്തിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓർഡിനറി ആയിട്ട് നമ്മൾ മോസ്റ്റ് കോമൺലി യൂസ് ചെയ്യുന്ന എർത്തിങ് എന്ന് പറയുന്നത്, അങ്ങനെ ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. മോസ്റ്റ് കോമൺലി യൂസ്ഡ് എർത്തിങ് എന്ന് പറയുന്നത് ഏതാണ്? പൈപ്പ് എർത്തിങ് ആണ്. അപ്പൊ ഓർഡിനറി സോയിലില് ഡ്രൈ ആയിട്ടുള്ളതും റോക്കി ആയിട്ടുള്ള സോയിൽ കേട്ടോ. അപ്പൊ റോക്കി ആയിട്ടുള്ള സോയിൽ എന്നാണ് പറയുന്നത്. അപ്പൊ നോർമലി നമ്മളിവിടെ കാണുന്ന ആ രീതിയിലുള്ള മണ്ണ്, അതാണ് റോക്കി സോയിൽ എന്ന് പറയുന്നത്. എന്നാൽ റോക്കി എർത്ത് ബെഡ് എന്ന് പറയുന്നത് മൊത്തമായിട്ടൊരു പാറ ഭാഗം അല്ലെ, നമ്മൾ അങ്ങനെ കാണുന്ന ഭാഗത്തിനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, റോക്കി എർത്ത് ബെഡ് എന്ന് പറയുന്നത് കേട്ടോ. രണ്ടിൽ മാറ്റമുണ്ട്. റോക്കി സോയിൽ എന്നൊക്കെ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളവിടെ പൈപ്പ് എർത്തിങ് തന്നെ എഴുതിയാൽ മതി. റോക്കി എർത്ത് ബെഡ് എന്ന് ചോദിക്കുകയാണെന്നുണ്ടെങ്കിലാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, അവിടെ സ്ട്രിപ്പ് എർത്തിങ്, കാരണം നമുക്ക് അത്രത്തോളം എന്ത് ചെയ്യാൻ പറ്റില്ല, ആഴത്തിലേക്ക് ഉഴുതിഴക്കി എടുക്കാൻ പറ്റാതെ വരുന്ന ഭാഗങ്ങളിലേക്കാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, സ്ട്രിപ്പ് എർത്തിങ് യൂസ് ചെയ്യുന്നുണ്ടായിരിക്കും. പൈപ്പ് എർത്തിങ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. സൈസ് ഓഫ് പൈപ്പ് ഡിപ്പെൻഡ് ചെയ്യുന്നത് അതിന് എത്രത്തോളം
കറന്റ് ക്യാരി ചെയ്യുന്നുണ്ട് ആ ഒരു സോയിലേക്ക്, നമുക്ക് അതിന്റെ പിന്നെ ടൈപ്പ് ഓഫ് സോയിൽ, അതിന്റെ റെസിസ്റ്റൻസ് ഓഫ് സോയിൽ ഒക്കെ വെച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ ആ ഒരു സൈസ് ഓഫ് പൈപ്പ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് വരുന്നത്. പ്രധാനമായിട്ട് നമ്മൾ ഏത് ടൈപ്പ് ഓഫ് എർത്തിങ് ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, വ്യത്യസ്തമായിട്ടുള്ള സോയിൽ ടൈപ്പുകൾക്ക് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത് എന്നുള്ളത് പഠിച്ചു വെക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എ സബ് സർക്യൂട്ട് ഹാസ് 40 watts lamps. If the rated current of the fuse in the circuit is 6 ampere, the maximum number of light points on this circuit without violating regulation and safety should be dash 28, 10 and 800 എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ എന്താ ക്വസ്റ്റ്യൻ എന്താണ്, എ സബ് സർക്യൂട്ട് ഹാസ് 40 watts ലാമ്പ്, ഒരു സബ് സർക്യൂട്ടിൽ 40 വാട്ട്സിന്റെ ലാമ്പുകൾ ഉണ്ട്. ദ റേറ്റഡ് കറന്റ് ഓഫ് ദ ഫ്യൂസ് ഇൻ ദ സർക്യൂട്ട് ഈസ് 6 ആംപിയർ. ആ സർക്യൂട്ടിലുള്ള റേറ്റഡ് കറന്റ് എന്ന് പറയുന്നത്, അവിടുത്തെ ഫ്യൂസിന്റെ റേറ്റഡ് കറന്റ് എന്ന് പറയുന്നത് 6 ആംപിയർ ആണ്. ദ മാക്സിമം നമ്പർ ഓഫ് ലൈറ്റ് പോയിന്റ്സ്, അതായത് മാക്സിമം നമ്പർ ഓഫ് ലൈറ്റ് പോയിന്റ്സ് ദിസ് സർക്യൂട്ട് ഷുഡ് വിത്തൗട്ട് വയലേറ്റിംഗ് റെഗുലേഷൻ ആൻഡ് സേഫ്റ്റി ഷുഡ് ബി എന്നാണ് ചോദിച്ചിട്ടുള്ളത് അല്ലെ. അപ്പൊ അവിടെ ക്വസ്റ്റ്യനിൽ ക്ലിയർ ആയിട്ട് നോക്കുക. അവിടെ ആദ്യം പറഞ്ഞിട്ടുള്ളത് 40 വാട്ട്സിന്റെ ലാമ്പുകളാണ് ആ സർക്യൂട്ടിനകത്ത് ഉള്ളത്. ആ സർക്യൂട്ടിലുള്ള ആംബിയർ, അതിന്റെ ഫ്യൂസിന്റെ ആംബിയർ എന്ന് പറയുന്നത് 6 ആംബിയർ ആണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എത്രത്തോളം മാക്സിമം നമ്പർ ഓഫ് ലൈറ്റ് പോയിന്റ്, എത്രത്തോളം ലൈറ്റ് പോയിന്റുകൾ നമുക്ക് അവിടെ ഉൾക്കൊള്ളിക്കാൻ പറ്റും എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ അല്ലെ. അപ്പൊ ഇതിൽ നമുക്ക് ആദ്യം മനസ്സിലാക്കേണ്ടത് എന്താണ്, ഏത് ടൈപ്പ് ഓഫ് സബ് സർക്യൂട്ട് ആണ് അത് എന്നുള്ളത് മനസ്സിലാക്കണം. അപ്പൊ ലൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ നമുക്കറിയും, ലാമ്പുകൾ എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം എന്താണ്, ലൈറ്റ് ആൻഡ് ഫാൻ സബ് സർക്യൂട്ടുകളാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം അല്ലെ. പിന്നെ ഇവിടെ പറഞ്ഞിട്ടുണ്ട്, ഇനി ഒന്നുകൂടി അത് കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഇവിടെ പറഞ്ഞിട്ടുണ്ട് എന്താണ്, 6 ആംപിയർ ആണ് അവിടെ വരുന്ന മാക്സിമം കറന്റ് എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലെ. അല്ലെങ്കിൽ അവിടുത്തെ ഫ്യൂസ് റേറ്റിംഗ് എന്ന് പറയുന്നത് 6 ആംപിയർ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഫ്യൂസ് റേറ്റിംഗ് 6 ആംപിയർ ആകുമ്പോഴും അത് നമുക്ക് എന്ത് പറയാം, ലൈറ്റ് ആൻഡ് ഫാൻ സബ് സർക്യൂട്ട് ആണെന്ന് പറയാം അല്ലെ. ലൈറ്റ് ആൻഡ് ഫാൻ സബ് സർക്യൂട്ടുകളാണ് അവിടെ എന്ത് ചെയ്യുന്നത്, ഉപയോഗിക്കുന്നതെന്ന് പറയാം. അപ്പൊ ലൈറ്റ് ആൻഡ് ഫാൻ സബ് സർക്യൂട്ടുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, മാക്സിമം നമ്പർ ഓഫ് പോയിന്റ്സ് എന്ന് പറയുന്നത് 10 പോയിന്റുകളോ, അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് പറയാം, മാക്സിമം അവിടുത്തെ വാട്ടേജ് എന്ന് പറയുന്നത് എത്രയായിരിക്കും, 800 വാട്ട്സോ ആണെന്ന് പറയാം അല്ലെ. മാക്സിമം നമ്പർ ഓഫ് പോയിന്റ്സ് എന്ന് പറയുന്നത് 10 പോയിന്റ്സോ, മാക്സിമം വാട്ടേജ് എന്ന് പറയുന്നത് എത്രയായിരിക്കും, 800 വാട്ട്സ് ആണെന്നും പറയാം അല്ലെ. അങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുക, അതിലെടുക്കുന്നുണ്ടായിരിക്കുക. അപ്പൊ ഇവിടെ നമ്മളെ ക്വസ്റ്റ്യൻ പ്രകാരം എന്ത് ചെയ്തിട്ടുണ്ട്, 40 വാട്ട്സ് ഉള്ള ലാമ്പുകളാണ് ഉള്ളത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എത്ര ലൈറ്റ് പോയിന്റുകൾ അവിടെ ഫിക്സ് ചെയ്യാം എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അപ്പോ നമുക്കിപ്പോ പറയാം 40 വാട്ട്സ് ഉള്ളതാണെന്നുണ്ടെങ്കിൽ നമുക്ക് മാക്സിമം 800 വാട്ട്സ് ആൻഡ് 10 പോയിന്റ്, ഇങ്ങനെ 2 പോസിബിലിറ്റി ആണ് അവിടെ വരുന്നത് അല്ലെ. ഇപ്പൊ 800 വാട്ട്സിലൊക്കെ കൺസിഡർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, 800 വാട്ട്സ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ 40 വാട്ട്സ് വെച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ 20 ലാമ്പുകൾ എന്ത് ചെയ്യാം, കൺസിഡർ ചെയ്യാൻ പറ്റുന്നുണ്ടായിരിക്കും. 20 ലാമ്പുകൾ കൺസിഡർ ചെയ്യാന്നുള്ളതാണ് നമുക്ക് അവിടെ കിട്ടുന്നുണ്ടാവും. പക്ഷെ 20 നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റുമോ, ഇല്ല അല്ലെ. എന്തുകൊണ്ടാണ്, മാക്സിമം 10 പോയിന്റുകളെ വരാൻ പാടുള്ളൂ എന്നുള്ള ഒരു റൂളും കൂടി എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ ആ ഈ റൂൾ പ്രകാരം നമ്മൾ പഠിക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് മാക്സിമം 10 പോയിന്റുകൾ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അവിടെ ഉൾക്കൊള്ളിക്കാൻ പറ്റുള്ളൂ. അപ്പൊ 20 പോയിന്റുകൾ ശരിക്കും നമുക്ക് 800 വാട്ട്സ് പ്രകാരം പറ്റുമെങ്കിലും നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, ഒരു സബ് സർക്യൂട്ടിനകത്ത് 20 പോയിന്റ്സ് നമ്മൾ കൊടുക്കാൻ പാടില്ല. എത്ര പോയിന്റ്സേ കൊടുക്കാൻ പാടുള്ളൂ, 10 പോയിന്റ്സേ കൊടുക്കാൻ പാടുള്ളൂ. അതുകൊണ്ട് നമ്മൾ ആൻസർ എത്ര വരുന്നുണ്ടായിരിക്കാം, 10 പോയിന്റ്സ് എന്നുള്ളതാണ് ആൻസർ ആയിട്ട് വരുന്നുണ്ടായിരിക്കും കേട്ടോ. അപ്പൊ നോർമലി നമുക്ക് സാധാരണ രീതിയിൽ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണിത്. അത് കുറച്ച് ലാമ്പുകളുടെ എണ്ണമൊക്കെ വെച്ചിട്ട് എന്ത് ചെയ്യാണ്, കാൽക്കുലേറ്റ് ചെയ്ത് കിട്ടുന്ന രീതിയിൽ, അതായത് നോർമലി ആ ഒരു റൂൾസ് എത്രത്തോളം അറിയാം എന്നുള്ള രീതിയിൽ തന്നെയാണ് എന്ത് ചെയ്ത് ആ ഒരു ക്വസ്റ്റ്യൻ അവിടെ വന്നിട്ടുള്ളത്. അപ്പോൾ 10 പോയിന്റ്സ് ആണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുക, സേഫ്റ്റി റെഗുലേഷൻസും കാര്യങ്ങളൊക്കെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് അവിടെ ഉൾക്കൊള്ളിക്കാൻ പറ്റുന്ന പോയിന്റുകളുടെ എണ്ണം എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ആസ് പെർ ദ റെക്കമെൻഡേഷൻ ഓഫ് ISI the number of outlets are permitted in a power sub circuit അല്ലെ. പവർ സബ് സർക്യൂട്ട്, അപ്പൊ നമുക്ക് നോർമലി ആയിട്ട് എല്ലാവർക്കും അറിയുന്നതായിരിക്കും പവർ സബ് സർക്യൂട്ട്. നമുക്ക് ഡയറക്റ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ് അല്ലെ. പവർ സബ് സർക്യൂട്ടുകളിൽ നമുക്ക് എന്താ പറയുന്നത്, പവർ സബ് സർക്യൂട്ട് ആണെന്നുണ്ടെങ്കിൽ അവിടുത്തെ ആംബിയറും കൂടി ഒന്ന് പഠിച്ചു വെക്കാം കേട്ടോ. പവർ സബ് സർക്യൂട്ട് ആണെന്നുണ്ടെങ്കിൽ നമ്മളവിടെ ഒന്നെങ്കിൽ 16 ആംബിയർ എന്നോ അല്ലെങ്കിൽ 32 ആംബിയർ എന്നൊക്കെ ആയിരിക്കും എന്ത് ചെയ്യുക, ക്വസ്റ്റ്യനിൽ വരുന്നുണ്ടായിരിക്കുക. 16 or 32 ആംസ് ആണ് എന്ത് ചെയ്യുക, ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ടായിരിക്കുക. ഇവിടെ നമ്മൾ 6 ആംബിയർ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ലൈറ്റ് ആൻഡ് ഫാൻ സബ് സർക്യൂട്ടുകളുടെ കാര്യത്തിൽ. 6 ആംസ് അല്ലാതെ 10 ആംസും എന്ത് ചെയ്യുന്നുണ്ട്, അവിടെ പറയുന്നുണ്ട് കേട്ടോ. 10 ആംസ് ഇപ്പൊ നമുക്ക് 10 ആംസിന്റെ ഒക്കെ ഡിവൈസസ് അല്ലെങ്കിൽ ആക്സസറീസ് ഒക്കെ അവൈലബിൾ ആണ്. അപ്പൊ അത് നോർമലായിട്ട് നമ്മൾ പറയാറ് 6, 16 ആൻഡ് 32 ആണ് പറയാറുള്ളത്. എന്നാലും 10 ആംസും കൂടി അവിടെ ഉണ്ട് എന്നുള്ളത് ഓർത്ത് വെക്കുക. അപ്പൊ ഇവിടെ 16 ആംബിയർ ആൻഡ് 32 ആംബിയർ ആണ് പറയുന്നത്. അവിടെ നമുക്ക് പോയിന്റുകളുടെ എണ്ണം എന്ന് പറയുന്നത് എത്രയാണ്, 2 പോയിന്റ് ആണ് ഉണ്ടാവുക അല്ലെ. 2 പോയിന്റ് ആണ് മാക്സിമം വരാൻ പാടുള്ളത്. അതേപോലെ തന്നെ നമുക്ക് എന്ത് പറയാം, 3000 വാട്ട്സ് ആണെന്നും പറയാം അല്ലെ. 3000 വാട്ട്സ് ആണെന്നും പറയാം.
അപ്പൊ ഇവിടെ നമ്മൾ ചോദിച്ചിട്ടുള്ള എന്താണ്, ഒരു പവർ സബ് സർക്യൂട്ടിനകത്ത് മാക്സിമം നമുക്ക് എത്ര ഔട്ട്ലെറ്റുകൾ അല്ലെ, മാക്സിമം നമ്പർ ഓഫ് ഔട്ട്ലെറ്റുകൾ എത്രയായിരിക്കും, പെർമിറ്റ് ചെയ്യുന്ന ഔട്ട്ലെറ്റുകളുടെ നമ്പർ എത്രയായിരിക്കും എന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ നമുക്കറിയാം എത്രയാണ്, 2 പോയിന്റുകളാണ് അല്ലെ, 2 പോയിന്റുകളാണ് നമുക്ക് അവിടെ ഉള്ളത്. അല്ലാന്നുണ്ടെങ്കിൽ അതിന് വാട്ട്സ് പറയുകയാണെന്നുണ്ടെങ്കിൽ എത്രയാണ്, 3000 വാട്ട്സ് ആണ് നമുക്ക് അവിടെ വരുന്ന മാക്സിമം ആ ഒരു ഇതെന്ന് പറയുന്നത് അല്ലെ, മാക്സിമം വാട്ട്സ് എന്ന് പറയുന്നത്. അപ്പൊ ഇങ്ങനെ 2 സബ് സർക്യൂട്ടുകളുടെ കാര്യത്തിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഒരുപാട് ക്വസ്റ്റ്യൻസ് PSC ചോദിച്ചിട്ടുണ്ട്, പല ക്വസ്റ്റ്യൻ പേപ്പറിലായിട്ട് ചോദിച്ചിട്ടുണ്ട്. ഒരുപാട് ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇപ്പോൾ നോർമലി എല്ലാ ലെവലിലെ ക്വസ്റ്റ്യൻ പേപ്പറുകളിലും ഈ വയറിംഗ് സിസ്റ്റമുള്ള എല്ലാ ലെവൽ ക്വസ്റ്റ്യൻ പേപ്പറിലും വരുന്ന ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ് ഇത്. അപ്പൊ അത് ചിലപ്പോ ഒരു മെത്തേഡൊക്കെ മാറ്റിയിട്ട് ഇപ്പൊ നേരത്തെ നമ്മൾ ആ ഒരു കണ്ട ക്വസ്റ്റ്യൻ പോലെ ചോദിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, നോർമൽ ആയിട്ട് ഇത് ക്വസ്റ്റ്യൻ ചോദിക്കാം. അപ്പൊ അത് എങ്ങനെയായാലും കറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യുക, അത് ഓർത്ത് വെക്കുക, എല്ലാവർക്കും അറിയുന്നതായിരിക്കും. ലൈറ്റ് ആൻഡ് ഫാൻ സബ് സർക്യൂട്ടിനകത്തും അതുപോലെ തന്നെ എന്ത് ചെയ്യാണ്, നമ്മളെ പവർ സബ് സർക്യൂട്ടിനകത്തും എങ്ങനെയാണ് വരുന്നത് എന്നുള്ളത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, which of the correct statement of for an electrical installation, fuse or switch is must be provided in earth conductor, no socket outlet is to be provided in the bathroom, a switchboard is to be installed so that its bottom lies 1.25 meter above the floor, don't use armored cable for internal installation. ഇത്രയാണ് പറഞ്ഞിട്ടുള്ളത് അല്ലെ. അപ്പൊ എന്താണ്, വിച്ച് ഓഫ് ദ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ഫോർ ഇലക്ട്രിക്കൽ ഇൻസ്റ്റാളേഷൻ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഇലക്ട്രിക്കൽ ഇൻസ്റ്റാളേഷനുമായിട്ട് ബന്ധപ്പെട്ട് ഇതിനകത്ത് ഏറ്റവും കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ഏതാണ് എന്നുള്ളതാണ് അല്ലെ. അപ്പൊ നമ്മുടെ ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് എന്താ പറഞ്ഞത്, ഫ്യൂസ് അല്ലെങ്കിൽ സ്വിച്ച് മസ്റ്റ് ബി പ്രൊവൈഡഡ് ഇൻ ദ എർത്ത് കണ്ടക്ടർ എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത് അല്ലെ. എർത്ത് കണ്ടക്ടറിലാണ് എന്ത് ചെയ്യുന്നത്, സ്വിച്ചോ അല്ലെങ്കിൽ ഫ്യൂസോ പ്രൊവൈഡ് ചെയ്യുന്നത് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഒരിക്കലും നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റാത്തതാണ് അല്ലെ. ന്യൂട്രൽ കണ്ടക്ടറിലോ അല്ലെങ്കിൽ എർത്ത് കണ്ടക്ടറിലോ നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, സ്വിച്ച് ഫ്യൂസ് തുടങ്ങിയിട്ടുള്ള കൺട്രോൾ അല്ലെങ്കിൽ സേഫ്റ്റി ആക്സസറീസ് ഒന്നും പ്രൊവൈഡ് ചെയ്യാൻ പാടില്ല. അപ്പൊ അതുകൊണ്ട് എന്താണ്, അതൊരു ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണെന്ന് നമുക്ക് പറയാം. നെക്സ്റ്റ്, നോ സോക്കറ്റ് ഔട്ട്ലെറ്റ് ഈസ് പ്രൊവൈഡഡ് ഇൻ ദ ബാത്റൂം എന്നാണ്. അവിടെ നമുക്കറിയാം സോക്കറ്റ് ഔട്ട്ലെറ്റുകൾ എന്ത് ചെയ്യുന്നുണ്ട്, ബാത്റൂമിനകത്ത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പക്ഷെ അവിടെ അത് എന്ത് ചെയ്യാണ്, ഈ സോക്കറ്റ് ഔട്ട്ലെറ്റുകൾ പ്രൊവൈഡ് ചെയ്യുന്നതിന് കറക്റ്റ് ആയിട്ടുള്ള ഒരു ഫോളോയിങ് പാറ്റേൺ എന്ത് ചെയ്യുന്നുണ്ട്, അവിടെ നമ്മൾ ആ ഒരു ഐ റൂളിനകത്ത് പറയുന്നുണ്ട് അല്ലെ. ഐ റൂളിൽ ശരിക്കും പറയുന്നത് തന്നെ സോക്കറ്റ് ഔട്ട്ലെറ്റുകൾ എന്ത് ചെയ്യാൻ പാടില്ല, ബാത്റൂമിനകത്ത് പാടില്ല എന്നുള്ളത് തന്നെയാണ് പറയുന്നത്. അതിന്റെ കൂടെ എന്ത് പറയുന്നുണ്ട്, ഇനി സോക്കറ്റ് ഔട്ട്ലെറ്റുകൾ അഥവാ മാൻഡേറ്ററി ആയിട്ട് നിർബന്ധമായിട്ടും വരികയാണ് എന്നുണ്ടെങ്കിൽ അവിടെ എന്തായിരിക്കണം, 1.30 അല്ലെങ്കിൽ 1.3 മീറ്ററിന് മേലെ ആയിരിക്കണം എന്ത് ചെയ്യേണ്ടത്, ഈ സോക്കറ്റ് ഔട്ട്ലെറ്റുകൾ പ്ലേസ് ചെയ്യേണ്ടത് എന്ന് പറയുന്നുണ്ട് അല്ലെ. അപ്പൊ അതുകൊണ്ട് നോ സോക്കറ്റ് ഔട്ട്ലെറ്റ് ഈസ് ടു ബി പ്രൊവൈഡഡ് ഇൻ ദ ബാത്റൂം എന്ന് പറയുന്നത് നമുക്ക് എന്താണ്, ഒരു കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ് എന്നുള്ള രീതിയിൽ എടുക്കാൻ പറ്റില്ല. അങ്ങനെ നമ്മൾ പറയുന്നുണ്ട്, പക്ഷെ അത് അതിന്റെ കൂടെ എന്തുകൂടി പറയുന്നുണ്ട്, സോക്കറ്റ് ഔട്ട്ലെറ്റ് പറ്റില്ല എന്നുണ്ടെങ്കിലും അത് നമുക്ക് എന്ത് ചെയ്യാം, പ്രൊവൈഡ് ചെയ്യാം. പ്രൊവൈഡ് ചെയ്യുന്നത് ഇത്ര ഹൈറ്റിന് മീതെ ആണ് എന്നുണ്ടെങ്കിൽ പ്രൊവൈഡ് ചെയ്യാമെന്നും കൂടെ പറയുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് നമുക്ക് അതൊരു കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ് എന്നുള്ള, ഇലക്ട്രിക്കൽ ഇൻസ്റ്റാളേഷന്റെ കാര്യത്തിൽ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ് എന്നുള്ള രീതിയിൽ എടുക്കാൻ വേണ്ടി പറ്റില്ല. പിന്നെയുള്ള എന്താണ്, എ സ്വിച്ച് ബോർഡ് ഇസ് ടു ബി ഇൻസ്റ്റാൾഡ് സോ ദാറ്റ് ഇറ്റ് ബോട്ടം ലൈസ് 1.25 മീറ്റർ എബോവ് ദ ഫ്ലോർ എന്നാണ് പറയുന്നത്. ഒരു സ്വിച്ച് ബോർഡ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ സ്വിച്ച് ബോർഡ് എന്തായിരിക്കണം, നമ്മളെ ഫ്ലോറിൽ നിന്നും 1.25 മീറ്റർ എബോവ്, അതായത് നമ്മുടെ സ്വിച്ച് ബോർഡിന്റെ ബോട്ടം സൈഡിലേക്ക് 1.25 മീറ്റർ ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് പറയുന്നത് കേട്ടോ. അപ്പൊ അത് നമുക്ക് എന്ത് ചെയ്യാണ്, കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ് അല്ലെ. ഒരു സ്വിച്ച് ബോർഡ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ആ സ്വിച്ച് ബോർഡിന് വേണ്ട ഫ്ലോറിൽ നിന്നും വേണ്ട ഹൈറ്റ് ആണ് എന്ത് ചെയ്യുന്നത്, ഈ 1.25 മീറ്റർ എന്ന് പറയുന്നത്. നാലാമത്തെ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് എന്താണ്, ഡോണ്ട് യൂസ് ആർമേഡ് കേബിൾ ഫോർ ഇന്റേണൽ ഇൻസ്റ്റാളേഷൻ. ഇന്റേണൽ ഇൻസ്റ്റാളേഷൻ ഒരിക്കലും എന്ത് ചെയ്യരുത്, ആർമേഡ് കേബിൾ യൂസ് ചെയ്യരുത് അല്ലെ. ഇന്റേണൽ ഇൻസ്റ്റാളേഷൻ എന്ത് ചെയ്യരുത്, ആർമേഡ് കേബിൾ യൂസ് ചെയ്യരുത് എന്നുള്ളതാണ് പറയുന്നത്. എക്സ്റ്റേണൽ ഇൻസ്റ്റാളേഷന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടായിരിക്കാം, അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ആർമേഡ് കേബിൾസ് യൂസ് ചെയ്യരുത് എന്നാണ് പറയുന്നത്. അപ്പൊ അങ്ങനെ നമുക്കൊരു റൂൾ ആയിട്ടില്ല, ആർമേഡ് കേബിൾസ് എവിടെ യൂസ് ചെയ്യണം എവിടെ യൂസ് ചെയ്യേണ്ട എന്നുള്ളത്. ഇന്റേണൽ ഇൻസ്റ്റാളേഷനിൽ നമുക്ക് എന്ത് ചെയ്യാം, പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് ആർമേഡ് കേബിൾസ് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പൊ ഡോണ്ട് യൂസ് എന്നാണ് അവിടെ പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് അതൊരു കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് അല്ല എന്ന് പറയാം. അപ്പൊ ഇവിടെ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആയിട്ട് വരുന്നത് ഏതാണ്, ഓപ്ഷൻ സി ആണ് അല്ലെ. ഒരു സ്വിച്ച് ബോർഡിന്റെ കാര്യമാണ് പറയുന്നത്. ആ സ്വിച്ച് ബോർഡ് എന്തായിരിക്കണം, 1.25 മീറ്റർ എബോ, ഫ്ലോറിൽ നിന്നും എബോ ആയിരിക്കണം എന്നുള്ളതാണ് പറയുന്നത്. അപ്പൊ അതിനകത്ത് നമുക്ക് കുറച്ച് ജനറൽ റൂൾസ് ആയിട്ട് നമ്മൾ പഠിക്കുന്നതാണ്. മെയിൻ സ്വിച്ചിന്റെ ഹൈറ്റ് എന്ന് പറയുന്നത് 1.5 മീറ്റർ, ആൻഡ് കേസിംഗ് അല്ലെങ്കിൽ നമ്മളെ ആ ഒരു കേസിംഗിന്റെ ഹൈറ്റ് എന്ന് പറയുന്നത് 3 മീറ്റർ. പിന്നെന്താണ്, സീലിംഗ് ഫാനിന്റെ ഹൈറ്റ് എന്ന് പറയുന്നത് 2.75 മീറ്റർ, ഗ്രൗണ്ടിൽ നിന്നും ആ ഒരു ബോട്ടം സൈഡിലേക്ക് 2.5 മീറ്റർ to 75 മീറ്റർ. ആൻഡ് സോക്കറ്റ് ഔട്ട്ലെറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ 1.3 മീറ്റർ അല്ലെ, 1.3 മീറ്റർ ആയിരിക്കണം സോക്കറ്റ് ഔട്ട്ലെറ്റ്. ലാമ്പുകളുടെ കാര്യത്തിലാണെങ്കിൽ 2.5 മീറ്റർ ആയിരിക്കണം എന്ത് ചെയ്യുന്നത്,
ഫ്ലോർ ലെവലിൽ നിന്ന് വരേണ്ടത്. അപ്പൊ അത് ജനറൽ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാണ്, ആ കുറച്ച് റൂൾസ് ആണ് ഡൊമസ്റ്റിക് വയറിംഗിന്റെ കാര്യത്തിൽ. ആ റൂൾസും കാര്യങ്ങളും ഓരോന്നിന്റെയും ഹൈറ്റ് കാര്യങ്ങൾ എന്ത് ചെയ്യുക, കറക്റ്റ് ആയിട്ട് തന്നെ നോക്കി വെക്കുക കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, why system earthing is different in utilization than equipment earthing? It protect humans only. It protect from all circuit fault. It is associated with the current carrying conductors. It is connected to the non current carrying metal work എന്നാണ് പറഞ്ഞിട്ടുള്ളത് അല്ലെ. അപ്പൊ എന്താണ്, why system earthing is different in utilization than ഇത് എക്യുപ്മെന്റ് എർത്തിങ്. അപ്പൊ രണ്ട് ടൈപ്പ് എർത്തിങ് അല്ലെ. എർത്തിങ്ങിൽ നമ്മൾ രണ്ട് ടൈപ്പ് എർത്തിങ് പഠിക്കുന്നുണ്ട്. ഏതൊക്കെയാണ് രണ്ട് ടൈപ്പ് എർത്തിങ് എന്ന് പറയുന്നത്? സിസ്റ്റം എർത്തിങ്ങും അതേപോലെ തന്നെ രണ്ടാമത്തെ ടൈപ്പ് ഏതാണ്? എക്യുപ്മെന്റ് എർത്തിങ്ങും. സിസ്റ്റം എർത്തിങ്ങും എക്യുപ്മെന്റ് എർത്തിങ്ങും. അപ്പൊ സിസ്റ്റം എർത്തിങ് ആൻഡ് എക്യുപ്മെന്റ് എർത്തിങ്. അപ്പൊ എക്യുപ്മെന്റ് എർത്തിങ് എന്ന് പറയുന്നത് എന്താണ്? നമ്മളെ വീടുകളിൽ അതുപോലെ തന്നെ മറ്റുള്ള സ്ഥലങ്ങളിലൊക്കെ നമുക്ക് നമ്മളെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് ചെയ്യുന്നതാണ് എന്ത് ചെയ്യുന്നത്, എക്യുപ്മെന്റ് എർത്തിങ് എന്ന് പറയുന്നത് അല്ലെ. സേഫ്റ്റിക്ക് വേണ്ടി നമ്മൾ ചെയ്യുന്നതാണ് എന്ത് ചെയ്യുന്നത്, എക്യുപ്മെന്റ് എർത്തിങ് എന്ന് പറയുന്നത്. എക്യുപ്മെന്റ് എർത്തിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോൺ കറന്റ് കാരിങ് പാർട്ടുകളായിട്ടുള്ള ഓരോ ആക്സസറീസിന്റെയും ഭാഗങ്ങളെ നമ്മൾ എന്ത് ചെയ്യാണ്, എർത്തുമായിട്ട് കണക്ട് ചെയ്യുന്നതിനെയാണ് നമ്മൾ എക്യുപ്മെന്റ് എർത്തിങ് എന്ന് പറയുന്നത്. അവിടെ ലീക്കേജ് കണക്ഷൻസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ഷോർട്ട് സർക്യൂട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ഈ ഒരു മെറ്റൽ ഭാഗവുമായിട്ട് ഏതെങ്കിലും രീതിയിൽ എന്ത് ചെയ്യാണ്, ഇലക്ട്രിസിറ്റി കണക്ഷൻ വരികയാണ് എന്നുണ്ടെങ്കിൽ, ലൈവ് കണക്ഷൻ വരികയാണ് എന്നുണ്ടെങ്കിൽ ആ ലൈവ് കണക്ഷൻ കാരണം എന്ത് ചെയ്യരുത്, അത് ഉപയോഗിക്കുന്ന ആളുകൾക്ക് ഷോക്ക് ഏൽക്കരുത് എന്നുള്ളതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, എക്യുപ്മെന്റ് എർത്തിങ് ഉപയോഗിക്കുന്നത്. എക്യുപ്മെന്റ് എർത്തിങ് പ്രധാനമായിട്ട് നമ്മളെ വീടുകളിലാണ് എന്ത് ചെയ്യുക, ചെയ്യുന്നുണ്ടായിരിക്കുക. അത് നമ്മൾ ലൈവുമായിട്ട് അതിന് എന്ത് ചെയ്യുക, അല്ലെങ്കിൽ ലൈവ് വയറുമായിട്ട്, ലൈവ് വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫേസ് ഓർ ന്യൂട്രൽ, കറണ്ട് ലൈവായിട്ട് കറണ്ട് കടത്തിവിടുന്ന ഭാഗമായിട്ട് നമുക്ക് എന്ത് ചെയ്യുന്നുണ്ടാവില്ല, അതിനൊരു ബന്ധം ഉണ്ടാവില്ല അല്ലെ. എന്നാൽ നമ്മളെ സിസ്റ്റം എർത്തിങ്ങിന്റെ ഭാഗത്തേക്ക് വരുമ്പോൾ എന്താണ്, സിസ്റ്റം എർത്തിങ് എന്ന് പറയുന്നത് സാധാരണയായിട്ട് ജനറേറ്റിംഗ് സ്റ്റേഷനുകളിലും സബ് സ്റ്റേഷനുകളിലൊക്കെ ചെയ്യുന്നതാണ് സിസ്റ്റം എർത്തിങ് എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ ആ സിസ്റ്റം എർത്തിങ് നമ്മൾ എങ്ങനെ ചെയ്യുന്നുണ്ടായിരിക്കുക, അത് നമ്മൾ കറന്റ് കാരിങ് കണ്ടക്ടറിനെയാണ് എന്ത് ചെയ്യുന്നത്, എർത്ത് ചെയ്യുന്നത്. അപ്പൊ കറന്റ് കാരിങ് കണ്ടക്ടറിനെ എർത്ത് ചെയ്യുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ലൈവ് വയറിനെ അല്ല, ന്യൂട്രൽ വയറിനെ എന്ത് ചെയ്യാണ്, ഈ ജനറേറ്റിംഗ് സ്റ്റേഷൻ അല്ലെങ്കിൽ സബ് സ്റ്റേഷൻ പോലെയുള്ള ഭാഗങ്ങളിൽ എർത്ത് ചെയ്യുന്ന മെത്തേഡിനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ ഒരു സിസ്റ്റം എർത്തിങ് എന്ന് പറയുന്നത് കേട്ടോ. സിസ്റ്റം എർത്തിങ് എന്ന് പറയുന്നത്. അപ്പൊ എന്തിനു വേണ്ടിയിട്ടാണ് അവിടെ സിസ്റ്റം എർത്തിങ് ചെയ്യുന്നത്? നമുക്ക് ആ ഒരു ന്യൂട്രൽ ഉണ്ടാവുന്ന സപ്ലൈ വോൾട്ടേജ് അല്ലെങ്കിൽ ന്യൂട്രൽ ഉണ്ടാവുന്ന വോൾട്ടേജ് എന്ന് പറയുന്നത് സീറോ ആവണമെന്ന്, അല്ലെങ്കിൽ സീറോ ആയിരിക്കണം എന്നുള്ളത് എൻഷ്യൂർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇത്തരത്തിൽ നമ്മൾ ആ ഒരു എർത്തിങ് അവിടെ ചെയ്യുന്നത് അല്ലെ. അത് സീറോ ആയിരിക്കണം, സീറോ അല്ല, ഒരു ജസ്റ്റ് ഒരു വോൾട്ടേജ് എങ്ങനെ ഉണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം, അത് ഓരോ ഡിവൈസിനും, പ്രധാനമായിട്ടും നമ്മൾ ഇലക്ട്രോണിക് ഡിവൈസുകൾക്ക് എന്ത് ചെയ്യുന്നുണ്ടായിരിക്കും, ഡാമേജ് വരാൻ ചാൻസ് ഉണ്ടാവുന്നുണ്ടായിരിക്കും. അപ്പൊ ആ ഒരു ഇത് ഒഴിവാക്കുന്നതിന് വേണ്ടി, കാരണം സെൻസിറ്റീവ് ആയിട്ട് വർക്ക് ചെയ്യേണ്ട ഭാഗങ്ങളിലൊന്നും ഈ ഒരു ന്യൂട്രൽ വോൾട്ടേജ് എന്ന് പറയുന്നത് എന്താണ്, ന്യൂട്രൽ ഒരു 5 വോൾട്ടേജ് മീതെ ഉണ്ടെങ്കിൽ തന്നെ എന്ത് ചെയ്യും, അത് വളരെയധികം ബുദ്ധിമുട്ടായിട്ട് മാറും അല്ലെ. അപ്പൊ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഇത്തരത്തിലുള്ള കറന്റ് കാരിങ് കണ്ടക്ടർ ആയിട്ടുള്ള ന്യൂട്രൽ കണ്ടക്ടറിനെ എന്ത് ചെയ്യുന്നത്, എർത്ത് ചെയ്തിട്ട് അത് ആ ഒരു സീറോ പൊട്ടൻഷ്യൽ അവിടെ നിലനിർത്തുന്നത് കേട്ടോ. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ ഒരു മെത്തേഡ് അവിടെ ചെയ്യുന്നത്. അപ്പൊ ഇറ്റ് ഈസ് അസോസിയേറ്റഡ് വിത്ത് കറന്റ് കാരിയിങ് കണ്ടക്ടർ അല്ലെ. കറന്റ് കാരിയിങ് കണ്ടക്ടർ നേരിട്ട് എന്ത് ചെയ്യാണ്, നമ്മൾ എർത്ത് ചെയ്യുന്ന മെത്തേഡിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഈ ഒരു സിസ്റ്റം എർത്തിങ് എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, എന്താണ് എക്യുപ്മെന്റ് എർത്തിങ് എന്നുള്ളതും എന്താണ് സിസ്റ്റം എർത്തിങ് എന്നുള്ളതും മനസ്സിലാക്കി വെക്കുക. അതുപോലെ തന്നെ എവിടെയൊക്കെയാണ് എന്ത് ചെയ്യുന്നത്, ഇത്തരത്തിൽ എക്യുപ്മെന്റ് എർത്തിങ് ചെയ്യുന്നതും സിസ്റ്റം എർത്തിങ് ചെയ്യുന്നത് എന്നുള്ളതും മനസ്സിലാക്കി വെക്കുക. നെക്സ്റ്റ്, അക്കോർഡിംഗ് ടു ദ ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ്സ്, the minimum vertical clearance of low and medium voltage lines from the building shall be 1.2 meter, 5.5 meter, 2.0 meter, അതായത് 2 meter and 2.5 meter. എന്താ ക്വസ്റ്റ്യൻ എന്താണ്? അക്കോർഡിംഗ് ടു ദ ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ്സ്, മിനിമം വെർട്ടിക്കൽ ക്ലിയറൻസ് ഓഫ് ലോ ആൻഡ് മീഡിയം വോൾട്ടേജ് ലൈൻസ് ഫ്രം ദ ബിൽഡിംഗ് ഷാൾ ബി എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ അവിടെ എന്താ പറഞ്ഞിട്ടുള്ളത്? ലോ ആൻഡ് മീഡിയം വോൾട്ടേജ് ലൈൻസ് ആണ് അല്ലെ. ലോ ആൻഡ് മീഡിയം വോൾട്ടേജ് ലൈൻസിന് ഇന്ത്യൻ സ്റ്റാൻഡേർഡ് അല്ലെങ്കിൽ ഇന്ത്യൻ ഈ റൂൾ പ്രകാരം മിനിമം വെർട്ടിക്കൽ ക്ലിയറൻസ് എത്ര വേണം എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ കേട്ടോ. അപ്പൊ നമുക്കറിയാം രണ്ട് ടൈപ്പ് ക്ലിയറൻസ് നമ്മൾ പറയുന്നുണ്ട്. വെർട്ടിക്കൽ ക്ലിയറൻസും ഉണ്ട്, അതുപോലെ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, ഹൊറിസോണ്ടൽ ക്ലിയറൻസും ഉണ്ട് അല്ലെ. അപ്പൊ ഇവിടെ ചോദിച്ചിട്ടുള്ള എന്താണ്, വെർട്ടിക്കൽ ക്ലിയറൻസ് എത്ര വേണം എന്നുള്ളതാണ്. അതായത് നമ്മൾ ബിൽഡിംഗിൽ നിന്നും വെർട്ടിക്കൽ ക്ലിയറൻസ് എത്ര വേണം എന്നുള്ളതാണ് അല്ലെ. വെർട്ടിക്കൽ ക്ലിയറൻസ് എത്ര വേണ്ടി വരാം? 2.5 മീറ്റർ ആണ് വേണ്ടി വരിക കേട്ടോ. 2.5 മീറ്റർ ആണ് എന്ത് ചെയ്യുന്നത്, വെർട്ടിക്കൽ ക്ലിയറൻസ് വേണ്ടി വരിക. ആൻഡ് ഹൊറിസോണ്ടൽ ക്ലിയറൻസ് ആണ് നമുക്ക് എന്ത് ചെയ്യുന്നത്, 1.2 മീറ്റർ വേണ്ടത്. അപ്പൊ ഈ റൂൾ 79 പ്രകാരമാണ് എന്ത് ചെയ്യുന്നത്, ക്ലിയറൻസ് ഓഫ് ലോ ആൻഡ് മീഡിയം വോൾട്ടേജ് ലൈൻസ് ഫ്രം ബിൽഡിംഗ് എന്ന് പറയുന്നത്. അതിൽ വെർട്ടിക്കൽ ക്ലിയറൻസ് എന്ന് പറയുന്നത് 2.5 മീറ്ററും അതേപോലെ തന്നെ ഹൊറിസോണ്ടൽ ക്ലിയറൻസ് എന്ന് പറയുന്നത്
1.2 മീറ്ററുമാണ് പറയുന്നത് കേട്ടോ. രണ്ടും ഓർത്ത് വെക്കാം. വെർട്ടിക്കൽ ക്ലിയറൻസും ചോദിക്കാം, അതേപോലെ തന്നെ എന്ത് ചെയ്യാം, ഹൊറിസോണ്ടൽ ക്ലിയറൻസും ചോദിക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ മിനിമം വാല്യൂ ഓഫ് ഇൻസുലേഷൻ റെസിസ്റ്റൻസ് ഓഫ് എനി വയറിംഗ് ഇൻസ്റ്റാളേഷൻ? 1 ohm, 1 kilo ohm, 1 mega ohm, 10 mega ohm. അല്ലെ, എന്താ ചോദിച്ചിട്ടുള്ളത്? വാട്ട് ഈസ് ദ മിനിമം വാല്യൂ ഓഫ് ഇൻസുലേഷൻ റെസിസ്റ്റൻസ് ഓഫ് എനി വയറിംഗ് ഇൻസ്റ്റാളേഷൻ എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അപ്പോ എത്ര ആയിരിക്കും നമ്മളെ വയറിംഗ് ഇൻസ്റ്റാളേഷൻ വരുന്ന മിനിമം വാല്യൂ ഓഫ് ഇൻസുലേഷൻ റെസിസ്റ്റൻസ് കേട്ടോ. മിനിമം വാല്യൂ ഓഫ് ഇൻസുലേഷൻ റെസിസ്റ്റൻസ് ആണ് ചോദിച്ചിട്ടുള്ളത്. മിനിമം വാല്യൂ ഓഫ് ഇൻസുലേഷൻ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് എത്രയായിരിക്കും വരുന്നുണ്ടായിരിക്കാം? 1 മെഗാ ഓം ആണ് അല്ലെ. 1 മെഗാ ഇൻസുലേഷൻ റെസിസ്റ്റൻസ് ആണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ നമുക്ക് അറിയാം ഇൻസുലേഷൻ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് എന്തായിരിക്കും? മെഗാ ഓം റേഞ്ചിലായിരിക്കും വരുന്നുണ്ടാവുക. അപ്പൊ അതിന്റെ ഏറ്റവും മിനിമം വാല്യൂ എന്ന് പറയുന്നത് മിനിമം 1 മെഗാ ഓം എങ്കിലും എന്ത് ചെയ്യണം? ഇൻസുലേഷൻ റെസിസ്റ്റൻസ് അവിടെ വേണം അല്ലെ. അതാണ് ഏറ്റവും മിനിമം വാല്യൂ എന്ന് പറയുന്നത്. എത്രയായിരിക്കണം? 1 മെഗാ ഓം ആയിരിക്കണം എന്നുള്ളതാണ് പറയുന്നത്. ഇത് ഏത് റൂള് പ്രകാരം പറയുന്നത്? ഐ റൂള് 48 ആണ് അല്ലെ. ഐ റൂൾ 48 എന്ന് പറയുന്നത് നമ്മൾ ക്ലാസ്സിലും പറഞ്ഞതായിരുന്നു. എന്താണ്? PSC സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള റൂളാണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഫ്രെയിം ചെയ്ത് വന്നിട്ടുള്ള ഒരു റൂളാണ് IE 48 എന്ന് പറയുന്നത് കേട്ടോ. ഐ റൂൾ 48 എന്ന് പറയുന്നത് എന്താണ്? ഐ റൂൾ 48 പറയുന്നത് അതാണ് ഏറ്റവും ആദ്യത്തേത്. പ്രിക്കോഷൻ അഗൈൻസ്റ്റ് ലീക്കേജ് ബിഫോർ കണക്ഷൻ. പ്രിക്കോഷൻ അഗൈൻസ്റ്റ് ലീക്കേജ് ബിഫോർ കണക്ഷൻ അല്ലെ. അപ്പൊ ലീക്കേജ് കറന്റുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന റൂളാണ് ശരിക്കും എന്ത് ചെയ്യുന്നത്? ഐ റൂൾ 48 എന്ന് പറയുന്നത്. അതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ആദ്യത്തെ എന്ന് പറയാം 1/5000 എന്താണ്? ഫുൾ ലോഡ് കറന്റിന്റെ 1/5000 കറന്റ് മാത്രമായിരിക്കണം എന്ത് ചെയ്യേണ്ടത്? ലീക്കേജ് കറന്റ്. അതിൽ കൂടുതൽ കറന്റ് ഉണ്ടാവാൻ പാടില്ല. അല്ലാന്നുണ്ടെങ്കിൽ എന്ത് പറയാം? 0.02% ഓഫ് ഫുൾ ലോഡ് കറന്റ് മാത്രമായിരിക്കണം എന്ത് ചെയ്യേണ്ടത്? ലീക്കേജ് കറന്റ് വരേണ്ടത് അല്ലെ. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഒരുപാട് തവണ PSC ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യനിൽ പെട്ടതാണത്. പിന്നെ ഉള്ളത് പെർമിസിബിൾ വോൾട്ടേജ് ഡ്രോപ്പ് ആണ്. പെർമിസിബിൾ വോൾട്ടേജ് ഡ്രോപ്പ് എന്ന് പറയുന്നത് 2% + 1 വോൾട്ടും ആയിരിക്കും എന്ത് ചെയ്യുന്നുണ്ടായിരിക്കുക? ലൈറ്റിംഗ് സർക്യൂട്ട് അല്ലെങ്കിൽ ലോ വോൾട്ടേജ് സർക്യൂട്ടുകൾക്ക് വരുന്നുണ്ടായിരിക്കുക. അല്ലെങ്കിൽ ലൈറ്റിംഗ് സർക്യൂട്ടുകൾ കേട്ടോ, ലൈറ്റിംഗ് സർക്യൂട്ടുകൾക്ക് വരുന്നുണ്ടായിരിക്കുക. പവർ സബ് സർക്യൂട്ടുകൾ ആണെന്നുണ്ടെങ്കിൽ അവിടെ വരുന്നത് 5% ആണ് എന്ത് ചെയ്യുക? ഡിക്ലെയർഡ് സപ്ലൈ വോൾട്ടേജിന്റെ 5% ഉള്ള എന്ത് ചെയ്യാം? നമുക്കവിടെ ആ ഒരു പെർമിസിബിൾ വോൾട്ടേജ് ഡ്രോപ്പ് ആയിട്ട് വരാൻ ചാൻസ് ഉണ്ട് എന്ന് പറയാം. പിന്നെ ഇതാണ് വളരെ ഇമ്പോർട്ടന്റ്. നെക്സ്റ്റ് 2 ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതാണ്. ഇൻസുലേഷൻ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് നമുക്ക് എന്തായിരിക്കണം? 1 മെഗാ ഓം അല്ലെ. 1 മെഗാ ഓം ആയിരിക്കണം. അതേപോലെ തന്നെ എന്ത് ചെയ്യാണ്? എർത്ത് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് എന്തായിരിക്കണം? 1 ഓമിൽ കൂടാനും പാടില്ല. അപ്പൊ ഇൻസുലേഷൻ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് 1 മെഗാ ഓമിൽ കുറയാനും പാടില്ല. എർത്ത് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് 1 ഓമിന് കൂടാനും പാടില്ല. ഇത് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള റൂളാണ് ഐ റൂൾ 48 എന്ന് പറയുന്നത് കേട്ടോ. ഐ റൂൾ 48 എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ മിനിമം സൈസ് ഓഫ് കോപ്പർ പ്ലേറ്റ് ഇലക്ട്രോഡ് യൂസ്ഡ് ഫോർ എർത്തിങ് ഷുഡ് ബി 1200 into 1200 mm into 3.5 mm, 5500 mm into 500 mm into 6.3 mm, and 600 mm into 600 mm into 3.15 mm, 600 mm into 600 mm into 6.3 mm അല്ലെ. അപ്പൊ എന്താ ചോദിച്ചിട്ടുള്ളത്? ദ മിനിമം സൈസ് ഓഫ് കോപ്പർ പ്ലേറ്റ്. കോപ്പർ പ്ലേറ്റിന്റെ മിനിമം സൈസ് എത്രയായിരിക്കണം അല്ലെ. കോപ്പർ പ്ലേറ്റ് ഇലക്ട്രോഡിന്റെ മിനിമം സൈസ് എർത്തിങ്ങിന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുകയാണെങ്കിൽ അതിന്റെ മിനിമം സൈസ് എത്രയായിരിക്കണം എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ കേട്ടോ. ആ മിനിമം സൈസ് എന്ന് പറയുന്നത് സാധാരണ രീതിയിൽ നമ്മളിപ്പോ കോപ്പർ ആണെന്നുണ്ടെങ്കിലും ഗാൽവനൈസർ GI ആണെന്നുണ്ടെങ്കിൽ യൂസ് ചെയ്യുന്നുണ്ടെങ്കിലും അതിന്റെ ഡയമെൻഷൻസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ലെങ്ത് ആൻഡ് വെഡ്ത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത് എല്ലാം ഈക്വൽ ആയിട്ടാണ് വരുന്നത് അല്ലെ. അതായത് എന്താണ്? 600 mm ആൻഡ് 600 mm ആയിരിക്കും എന്ത് ചെയ്യുന്നത്? അത് GI ആണ് എന്നുണ്ടെങ്കിലും കോപ്പർ ആണ് എന്നുണ്ടെങ്കിലും വരുന്നുണ്ടാവാം. എന്നാൽ അതിന്റെ തിക്നെസ്സിലാണ് എന്ത് ചെയ്യുക? മാറ്റം സംഭവിക്കുന്നുണ്ടാവും അല്ലെ. തിക്നെസ്സിലാണ് മാറ്റം സംഭവിക്കുന്നുണ്ടായിരിക്കാം. കോപ്പർ ആണ് എന്നുണ്ടെങ്കിൽ തിക്നെസ് എന്ന് പറയുന്നത് എത്രയായിരിക്കും? 3.15 mm ആയിരിക്കും എന്ത് ചെയ്യുക? തിക്നെസ് വരുന്നുണ്ടായിരിക്കാം. ഇനി GI ആണ് എന്നുണ്ടെങ്കിൽ അവിടെ തിക്നെസ് എന്ന് പറയുന്നത് 6.3 mm ആണ് വരുന്നുണ്ടാവും. അപ്പൊ ഇവിടെ നമ്മൾ ചോദിച്ചിട്ടുള്ളത് കോപ്പർ ആണ്. കോപ്പർ ആവുന്നത് കൊണ്ട് നമുക്ക് ആൻസർ എന്ന് പറയാം 600 mm into 600 mm into 3.15 mm ആണ് എന്ത് ചെയ്യുന്നത്? ആ ഒരു എർത്ത് പ്ലേറ്റിന്റെ സൈസ് എന്ന് പറയാം. GI ആണ് ചോദിച്ചെന്നുണ്ടെങ്കിൽ ആൻസർ ഏതായിരുന്നു വരുന്നത്? ഓപ്ഷൻ ഡി ആയിരുന്നു ആൻസർ ആയിട്ട് വരാം അല്ലെ. D ആയിരുന്നു ആൻസർ ആയിട്ട് വരുന്നത്. ഇനിയിപ്പോ പുതിയ ക്വസ്റ്റ്യൻ പേപ്പർ, ചെറിയ ക്വസ്റ്റ്യൻ പേപ്പറിലൊക്കെ മാറ്റം വരുന്നുണ്ട്. അതായത് മാറ്റം വരുന്നതൊന്നും ഒന്നുമില്ല, ഇതേ ക്വസ്റ്റ്യൻ തന്നെ റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്നുണ്ട്. അവിടെ മാറ്റം വരുന്നതെന്ന് പറയുന്നത് ഈ 600 mm വരെ എന്ത് ചെയ്യുന്നുണ്ട്? അവിടെ സെന്റിമീറ്റർ ഒക്കെ ആക്കി കൊടുക്കുന്നുണ്ട് എന്നുള്ളൂ കേട്ടോ.
അപ്പൊ അതൊന്ന് നോക്കി വെക്കുക. അതേപോലെ തന്നെ 6.3ക്ക് പകരം, അതായത് നമ്മളെ GAയിൽ വരുമ്പോൾ 6.3ക്ക് പകരം എന്ത് ചെയ്യുന്നുണ്ട്, അവിടെ 6.35 ഒക്കെ ആയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, വരുന്നുണ്ട്. നോർമലി വരുന്ന ക്വസ്റ്റ്യൻ തന്നെയാണിത്. അപ്പൊ അതൊന്ന് ആൻസർ എഴുതുക, ആൻസർ ആയിട്ട് നോക്കി വെക്കാം. നമുക്ക് അറിയുന്ന കാര്യമായിരിക്കും എന്താണ് നമ്മളെ കോപ്പർ പ്ലേറ്റിന്റെ അല്ലെ, കോപ്പർ പ്ലേറ്റ്, അതായത് പ്ലേറ്റ് എർത്തിങ് ഉപയോഗിക്കുന്ന സമയത്ത് കോപ്പർ പ്ലേറ്റിന്റെ സൈസ് ആണ് നമുക്ക് വരുന്നത്. വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ് സൈസ് കറക്റ്റ് ആയിട്ട്. ഏതൊക്കെയാണ് കോപ്പറിന്റെ സൈസ് ഏതാണ്, GAയുടെ സൈസ് ഏതാണെന്നുള്ളതിന് കറക്റ്റ് ആയിട്ട് നോക്കി വെക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ റൂൾ 77 ഓഫ് ഇന്ത്യൻ ഇലക്ട്രിസിറ്റി I rule 1956 for overhead lines gives the information about material and strength, maximum stress and factor of safety, earthing, clearance and ground of lowest conductor. ഇപ്പൊ എന്താ ക്വസ്റ്റ്യൻ ഉള്ളത്, ദ റൂൾ 77 ഓഫ് ഇന്ത്യൻ ഇലക്ട്രിസിറ്റി ആക്ട് അല്ലെ, ഇന്ത്യൻ ഇലക്ട്രിസിറ്റി റൂൾ IE 1956 പ്രകാരം റൂൾ നമ്പർ 77 എന്ന് പറയുന്നത് ഓവർഹെഡ് ലൈൻസിന് ഉള്ള ഇൻഫർമേഷൻസ് നൽകുന്ന റൂളാണ്. ആ റൂള് എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് അല്ലെ. അപ്പൊ ഇവിടെ പറഞ്ഞിട്ടുള്ളത് മെറ്റീരിയൽ ആൻഡ് സ്ട്രെങ്ത് എന്ന് പറഞ്ഞിട്ടുണ്ട്, മാക്സിമം സ്ട്രെസ് ആൻഡ് ഫാക്ടർ ഓഫ് സേഫ്റ്റി പറഞ്ഞിട്ടുണ്ട്, എർത്തിങ് പറഞ്ഞിട്ടുണ്ട്, ക്ലിയറൻസ് അബവ് ഗ്രൗണ്ട് ഓഫ് ദ ലോവസ്റ്റ് കണ്ടക്ടർ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇവിടെ ആൻസർ ഏതായിട്ട് വരുന്നുണ്ടായിരിക്കുക, I rule 77 എന്ന് പറയുന്നത് ക്ലിയറൻസ് എബോവ് ഗ്രൗണ്ട് ആൻഡ് ലോവസ്റ്റ് കണ്ടക്ടർ ആണ് വരുന്നത് അല്ലെ. ഗ്രൗണ്ടും അതിലെ ഏറ്റവും ആ ഒരു പോളിൽ ഉണ്ടാവുന്ന ഏറ്റവും ലോവസ്റ്റ് ആയിട്ടുള്ള കണ്ടക്ടറും തമ്മിൽ ഉണ്ടാവുന്ന ക്ലിയറൻസ് എത്രത്തോളം വേണം അല്ലെ, അത് തമ്മിൽ ഉണ്ടാവുന്ന ആ ഒരു ഹൈറ്റ് ഡിഫറൻസ് എത്രയായിരിക്കും എന്നുള്ളതാണ് എന്ത് ചെയ്യുന്നത് റൂൾ നമ്പർ 77 പ്രകാരം പറയുന്നത്. അപ്പൊ നമുക്ക് പ്രധാനമായിട്ട് പഠിക്കാനുള്ള ഈ റൂൾ നമ്പർ 77 ഉള്ളൂ. ബാക്കി മെറ്റീരിയലിന്റെ കാര്യങ്ങളൊന്നായിട്ട് നമുക്കത് അധികം ആ ഒരു ഓവർഹെഡ് ലൈൻസിന്റെ കാര്യങ്ങളിലേക്കൊന്നും പോകണം. പക്ഷെ റൂൾ നമ്പർ 77 നമുക്ക് എന്ത് ചെയ്യാണ്, അതിന് ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. കാരണം അതിൽ കണക്റ്റഡ് ആയിട്ടുള്ള ഭാഗങ്ങളൊക്കെ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ക്വസ്റ്റ്യൻ ചോദിക്കുന്നുണ്ട്. ഇപ്പൊ നേരത്തെ നമ്മൾ എന്ത് ചെയ്തു, 79 എന്നൊരു ക്വസ്റ്റ്യൻ കണ്ടു അല്ലെ. അപ്പൊ അത് വെച്ചിട്ട് IE റൂൾസിൽ പ്രധാനപ്പെട്ട ഒരു ഭാഗമായതുകൊണ്ട് അതിന് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നുണ്ട്. കാരണം ഓവർഹെഡ് ലൈൻസ് ആണ്, പവർ സിസ്റ്റത്തിനകത്താണ് കൂടുതലായിട്ട് അതിന് ക്വസ്റ്റ്യൻസ് ചോദിക്കാറുള്ളത്. അപ്പോൾ റൂൾ നമ്പർ 77 എന്ന് പറയുന്നത് ലോ ആൻഡ് മീഡിയം വോൾട്ടേജ് ലൈനുകൾക്ക് അതുപോലെ തന്നെ ഹൈ വോൾട്ടേജ് ലൈനുകൾക്കൊക്കെ ഉണ്ടാവുന്ന ഹൈറ്റ് ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, അല്ലെങ്കിൽ ആ ഒരു ക്ലിയറൻസ് എത്രത്തോളം ഉണ്ട് എന്നുള്ളതാണ് പറയുന്നത് അല്ലെ. അപ്പൊ അത് പ്രധാനമായിട്ട് നമുക്ക് എന്ത് ചെയ്യാണ്, ലോവസ്റ്റ് കണ്ടക്ടറും അതേപോലെ തന്നെ എന്ത് ചെയ്യാണ് ഗ്രൗണ്ടും തമ്മിൽ ഒരു സ്ട്രീറ്റിന് അക്രോസ് ആയിട്ടാണ് പോകുന്നതെന്നുണ്ടെങ്കിൽ ലോ ആൻഡ് മീഡിയം വോൾട്ടേജ് ലൈൻസുകൾക്ക് 5.8 വരുന്നുണ്ടായിരിക്കും. ഹൈ വോൾട്ടേജ് ലൈനുകൾ ആണെന്നുണ്ടെങ്കിൽ 6.1 ആണ് വരുന്നുണ്ടാവുക അല്ലെ, 6.1 ആണ് വരുന്നുണ്ടാവുക. അതേപോലെ തന്നെ ക്ലിയറൻസ് ഓഫ് ലോവസ്റ്റ് കണ്ടക്ടർ എബോവ് ദ ഗ്രൗണ്ട് അലോങ് ദ സ്ട്രീറ്റ് ആണ് എന്നുണ്ടെങ്കിൽ, ഇവിടെ അക്രോസ് ദ സ്ട്രീറ്റ് ആയിരുന്നു, ആൻഡ് അലോങ് ദ സ്ട്രീറ്റ് ആണെന്നുണ്ടെങ്കിൽ ലോ ആൻഡ് മീഡിയം വോൾട്ടേജ് ലൈനുകൾക്ക് 5.5 മീറ്ററും അതേപോലെ തന്നെ എന്ത് ചെയ്യാണ് ഹൈ വോൾട്ടേജ് ലൈനുകൾക്കാണെങ്കിൽ 5.8 മീറ്ററുമാണ് വരുന്നുണ്ടാവുക. ഇനി റൂൾ നമ്പർ 77ന്റെ കാര്യത്തിലാണ് എന്നുണ്ടെങ്കിൽ അവിടെ 11 kV വരെയുള്ള ലൈനുകൾക്കാണ് എന്നുണ്ടെങ്കിൽ അത് ബെയർ കണ്ടക്ടർ ആണെന്നുണ്ടെങ്കിൽ 4.6 മീറ്റർ ആണ് എന്ത് ചെയ്യുക, അത് അക്രോസ് ദ സ്ട്രീറ്റ് ആയിട്ട് വരുന്ന സമയത്ത് വരുന്നുണ്ടാവുക. അതേപോലെ തന്നെ 11 kVക്ക് മേലെ ഉള്ളതാണ് എന്നുണ്ടെങ്കിൽ ഇൻസുലേറ്റഡ് കേബിൾ ആണ്, അല്ലെങ്കിൽ 11 kV വരെ ഉള്ളത് 11 kV അടക്കം ഇൻസുലേറ്റഡ് കേബിൾ ആണെങ്കിൽ 4 മീറ്റർ ആണ് വരുന്നുണ്ടാവുക. ഹൈ വോൾട്ടേജ് ലൈനുകൾക്ക് അതായത് എബോവ് 11 kV ആണെന്നുണ്ടെങ്കിൽ 5.2 മീറ്ററുമാണ് വരുന്നുണ്ടാവുക കേട്ടോ. അപ്പൊ ഈ റൂൾ 77 വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള റൂൾ ആണ്, അതിനകത്തുനിന്ന് വന്ന ക്വസ്റ്റ്യൻ. നെക്സ്റ്റ്, ദ മിനിമം സൈസ് ഓഫ് ദ കോപ്പർ സ്ട്രിപ്പ് ടു ബി യൂസ്ഡ് ആസ് ആൻ എർത്ത് ഇലക്ട്രോഡ് മസ്റ്റ് ബി 2.5 millimeter into 4 centimeter, 25 millimeter into 1.6 millimeter, 25 millimeter into 4 centimeter, 20 millimeter into 4 centimeter. അപ്പൊ എന്താ ക്വസ്റ്റ്യൻ ചോദിച്ചുള്ളത്, ദ മിനിമം സൈസ് ഓഫ് കോപ്പർ സ്ട്രിപ്പിന്റെ മിനിമം സൈസ് ആണ് നമ്മളോട് എന്ത് ചെയ്തിട്ടുള്ളത്, ചോദിച്ചിട്ടുള്ളത്. എന്തിനു വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ്, നമ്മളെ എർത്ത് ഇലക്ട്രോഡ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് അല്ലെ. അതായത് സ്ട്രിപ്പ് എർത്തിങ്ങിന് വേണ്ടിയിട്ട് എർത്ത് ഇലക്ട്രോഡ് ആയിട്ട് ഉപയോഗിക്കുന്ന ആ ഒരു കോപ്പർ സ്ട്രിപ്പിന്റെ മിനിമം സൈസ് എത്രയാണ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ അല്ലെ. മിനിമം സൈസ് എത്രയാണ് വരുന്നുണ്ടായിരിക്കുക, ഓപ്ഷൻ ബി ആണ് കേട്ടോ, ബി ആണ്. അതായത് എത്ര വരുന്നുണ്ടായിരിക്കുക, 25 mm മുതൽ 1.6 mm വരെയാണ് എന്ത് ചെയ്യുന്നത് വരുന്നത്. അതായത് മുതൽ എന്നല്ല, 25 mm അതേപോലെ തന്നെ 1.6 mm ആണ് എന്ത് ചെയ്യുന്നത് അതിനകത്ത് വരുന്നത്. അപ്പൊ അതിന്റെ ഡയമെൻഷൻ എന്ന് പറയുന്നത് 25 mm into 1.6 mm ആണ് എന്ത് ചെയ്യുന്നത് ഒരു മിനിമം സൈസ് ഓഫ് കോപ്പർ സ്ട്രിപ്പ് വരുന്നുണ്ടായിരിക്കും കേട്ടോ. അപ്പൊ കോപ്പർ സ്ട്രിപ്പിന്റെ മിനിമം സൈസ് എന്ന് പറയുന്നത് 25 mm into 1.6 millimeter ആണ് വരുന്നത്. അപ്പൊ ഇപ്പൊ നമ്മൾ കുറച്ച് ക്വസ്റ്റ്യൻസ് കണ്ടു. ആ ഒരു ക്വസ്റ്റ്യൻസ് നമ്മൾ ഈ ഒരു ഭാഗത്ത് നിന്ന് നമുക്ക് ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന ക്വസ്റ്റ്യൻസ് ആണ്. അപ്പൊ അത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് എല്ലാം കൂടെ ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള ഒരു ടേബിൾ ഇവിടെ കൊടുത്തുള്ളത്. അതായത് നമ്മളെ PSCക്ക് ഒരുപാട് തവണ റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുള്ള കാര്യങ്ങൾ ഉൾപ്പെടുത്തിയാണ് ഈ ഒരു ടേബിൾ എന്ന് പറയുന്നത്.
അപ്പൊ അതിൽ ആദ്യത്തേത് അതിന്റെ മെഷർമെന്റ്, പിന്നെ 5 ടൈപ്പ് എർത്തിങ് അവിടെ കൊടുത്തിട്ടുണ്ട്. 4 ടൈപ്പ് എർത്തിങ് പ്രധാനമായിട്ടും പഠിച്ചിട്ട് മതി. റോഡ്, പൈപ്പ്, സ്ട്രിപ്പ് ആൻഡ് പ്ലേറ്റ്. ഇതാണ് നമുക്ക് പ്രധാനമായിട്ടും ക്വസ്റ്റ്യൻസിൽ എന്ത് ചെയ്യാം ചോദിക്കുന്നുണ്ടായിരിക്കുക. റൗണ്ട് കണ്ടക്ടർ ഒന്നും നമുക്ക് ഈ ഒരു ഇങ്ങനത്തെ ഒരു എക്സാമിനൊന്നും അധികം ചോദിക്കാൻ ചാൻസ് ഇല്ല. ഇനി അഥവാ ഉണ്ടെങ്കിൽ തന്നെ ഒന്ന് നോക്കി വെക്കുക എങ്ങനെയാണ് അതിന്റെ സൈസും കാര്യങ്ങളും വരുന്നത്. പക്ഷെ അത് വളരെ അക്യുറേറ്റ് ആയിട്ട് തന്നെ എന്ത് ചെയ്യണം പഠിച്ചു വെക്കണം. ഓരോന്നും ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യാം ചോദിക്കാം. ഇപ്പൊ ഡയമീറ്ററിന്റെ കേസിലാണെന്നുണ്ടെങ്കിൽ റോഡ് അത് GI പൈപ്പിനും അതേപോലെ GIക്കും വരുന്നുണ്ട്, അതായത് ഗാൽവനൈസ്ഡ് അയണിനും വരുന്നുണ്ട്, സ്റ്റീലാണെന്നുണ്ടെങ്കിൽ വരുന്നുണ്ട്, കോപ്പറിനും പറയുന്നുണ്ട് കേട്ടോ. അപ്പൊ റോഡ് ഡയമീറ്റർ എന്ന് പറയുന്നത് 16 mm ലെസ് ദാൻ ആവരുത്. ഏതിനാണ് സ്റ്റീൽ അല്ലെങ്കിൽ GI ആണെന്നുണ്ടെങ്കിൽ 16 mm ലെസ് ദാൻ ആവരുത്. നേരെ മറിച്ച് കോപ്പർ ആണെങ്കിൽ 12.55 എന്ത് ചെയ്യരുത് ലെസ് ദാൻ ആവരുത് എന്നുള്ളതാണ് പറയുന്നത്. അതേപോലെ തന്നെ പൈപ്പിന്റെ കാര്യത്തിലാണെന്നുണ്ടെങ്കിൽ ആ ഒരു ഡയമീറ്റർ എന്ന് പറയുന്നത് 38 mm ആണ് വരേണ്ടത്. 38 mm ആണ് വരുന്നത്. അത് കാസ്റ്റേൺ ആണ് യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ 100 mm ആണ് എന്ത് ചെയ്യുക പറയുന്നുണ്ടായിരിക്കാം. ഇനി ലെങ്ത്തിന്റെ കാര്യത്തിൽ, ലെങ്ത് എന്ന് പറയുമ്പോൾ ഡെപ്ത് ആണ് പറയുന്നത്, എത്രത്തോളം താഴ്ചയിലേക്ക് വരുന്നു എന്നുള്ള കാര്യമാണ് അവിടെ പറയുന്നത്. റോഡ് ആണെങ്കിൽ 2.5 മീറ്റർ ആൻഡ് പൈപ്പ് ആണെങ്കിലും 2.5 മീറ്റർ ആണ് വരുന്നുണ്ടാവുക. സ്ട്രിപ്പ് ആണെങ്കിൽ 0.5 മീറ്റർ മതി സ്ട്രിപ്പിന്റെ കാര്യത്തില്. അതേപോലെ തന്നെ റൗണ്ട് കണ്ടക്ടർ ആണെങ്കിൽ 15 മീറ്ററും അതുപോലെ പ്ലേറ്റ് ആണ് എന്നുണ്ടെങ്കിൽ 15 മീറ്ററും ആണ് വരുന്നുണ്ടാവുക. സൈസിന്റെ കാര്യത്തിൽ നമ്മളിപ്പോ പറഞ്ഞു 25 mm മുതൽ 1.60 mm വരെയാണ് കോപ്പറിന്റെ കാര്യത്തിൽ വരുന്നത്. അത് GI ആണ് എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ സ്റ്റീൽ ആണ് എന്നുണ്ടെങ്കിൽ 25 mm മുതൽ 4 mm വരെയാണ് വരുന്നുണ്ടാവുക കേട്ടോ. 4 mm വരെ എന്നല്ല, 25 mm into 4 mm ആണ് അതിന്റെ ഒരു സൈസ് ആയിട്ട് അവിടെ വരുന്നുണ്ടായിരിക്കും. ഇനി പ്ലേറ്റിന്റെ കാര്യത്തിൽ എന്താണ് 60 സെന്റിമീറ്റർ into 60 സെന്റിമീറ്റർ ആണ് എന്ത് ചെയ്യുന്നത് നമ്മൾ സൈസ് ആയിട്ട് പറയുന്നത് അല്ലെ. അതായത് 600 mm into 600 mm ആണ് പറയുന്നത്. അവിടെ നമുക്ക് തിക്നെസിന്റെ കാര്യത്തിൽ എന്ത് പറയാം, അവിടെയാണ് നമുക്ക് ആ മാറ്റം വരുന്നത്. സ്റ്റീൽ ആണെങ്കിലും ഗാൽവനൈസ്ഡ് അയൺ ആണെങ്കിലും തമ്മിലുള്ള മാറ്റം വരുന്നത്. സ്റ്റീൽ ആണ് അല്ലെങ്കിൽ സ്റ്റീൽ ആണെങ്കിൽ കോപ്പർ ആണെങ്കിൽ കേട്ടോ, സ്റ്റീലോ അല്ലെങ്കിൽ ഗാൽവനൈസ്ഡ് അയൺ ഒക്കെയാണ് ഉപയോഗിക്കുന്നത് എന്നുണ്ടെങ്കിൽ 6.30 mm ആണ് വരുന്നുണ്ടാവുക. കോപ്പർ ആണെങ്കിൽ 3.15 mm ആണ് വരുന്നുണ്ടാവുക. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടേബിൾ ആണിത്. ഈ ടേബിള് കറക്റ്റ് ആയിട്ട് തന്നെ പഠിച്ചു പോവുക. എർത്തിങ്ങിന്ന് നമുക്ക് ഒരു ക്വസ്റ്റ്യൻ എങ്ങനെയായാലും എന്ത് ചെയ്യും ഈ ഒരു ഭാഗത്ത് നിന്ന് ചോദിക്കുന്നുണ്ടായിരിക്കും, അല്ലെങ്കിൽ ഒരു സ്റ്റേറ്റ്മെന്റ് ആയിട്ടൊക്കെ ഈ ഒരു ഭാഗത്ത് നിന്ന് നമുക്ക് എന്ത് ചെയ്യാം ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് among the following wiring system has large lifespan? വുഡൻ വയറിംഗ്, CTS വയറിംഗ് ഓർ TRS വയറിംഗ്, പ്ലേറ്റ് വയറിംഗ് ആൻഡ് കോൺഡ്യൂട്ട് പൈപ്പ് വയറിംഗ്. എന്താ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്? വിച്ച് among the following wiring system has large lifespan? ലൈഫ് സ്പാൻ ലാർജ് ആയിട്ട്, അതായത് കൂടുതൽ ലൈഫ് സ്പാൻ കിട്ടുന്ന വയറിംഗ് സിസ്റ്റം ഇതിനകത്ത് ഏതാണ് എന്നുള്ളതാണ് അല്ലെ. വുഡൻ വയറിംഗ് ഉണ്ട്, CTS അല്ലെങ്കിൽ TRS വയറിംഗ് സിസ്റ്റം ഉണ്ട്, പ്ലേറ്റ് വയറിംഗ് ഉണ്ട്, അതേപോലെ തന്നെ എന്ത് ചെയ്യാണ് കോൺഡ്യൂട്ട് വയറിംഗ് സിസ്റ്റം ഉണ്ട്. ഇവിടെ നമ്മൾ വുഡൻ വയറിംഗ് എന്ന് പറഞ്ഞാൽ വുഡൻ കേസിംഗ് ആൻഡ് കേപ്പിംഗ് ആണ് പറയുന്നത് കേട്ടോ. വുഡൻ കേസിംഗ് ആൻഡ് കേപ്പിംഗ് ആണ്. CTS വയറിംഗ് ആൻഡ് TRS വയറിംഗ് എന്ന് പറയുന്നത് നമുക്കറിയാം. അതുപോലെ തന്നെ ക്ലീറ്റ് വയറിംഗും അതുപോലെ കോൺഡ്യൂട്ട് പൈപ്പ് വയറിംഗും ആണ് പറഞ്ഞിട്ടുള്ളത് അല്ലെ. അപ്പൊ ഏറ്റവും കൂടുതൽ ലൈഫ് സ്പാൻ കിട്ടുന്ന വയറിംഗ് സിസ്റ്റം എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ ഇതുപോലെയുള്ള ക്വസ്റ്റ്യൻസ് ഒരുപാടുണ്ട് അല്ലെ. സ്കിൽഡ് ആയിട്ടുള്ള പേഴ്സൺസ് വേണ്ട വയറിംഗ് സിസ്റ്റം, ചീപ്പ് ആയിട്ടുള്ള വയറിംഗ് സിസ്റ്റം, ഏറ്റവും കൂടുതൽ ലൈഫ് സ്പാൻ കിട്ടുന്ന വയറിംഗ് സിസ്റ്റം, ടെമ്പററി ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന വയറിംഗ് സിസ്റ്റം, എന്നിട്ട് അങ്ങനെ ഒരുപാട് ക്ലാസിഫിക്കേഷൻസ് നമുക്ക് വയറിംഗ് സിസ്റ്റത്തിനകത്ത് എന്ത് ചെയ്യാണ്ട് പഠിക്കാനുണ്ട്. അപ്പൊ ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത്, അതായത് കൂടുതൽ ലൈഫ് നമുക്ക് കിട്ടുന്നത് ഏത് ടൈപ്പിനായിരിക്കും? കോൺഡ്യൂട്ട് പൈപ്പ് വയറിംഗ് സിസ്റ്റത്തിനായിരിക്കും കിട്ടുന്നുണ്ടായിരിക്കും കേട്ടോ. കോൺഡ്യൂട്ട് ടൈപ്പ് വയറിംഗ് സിസ്റ്റത്തിനാണ് എന്ത് ചെയ്യുന്നത് കൂടുതൽ ലൈഫ് കിട്ടുന്നത് കേട്ടോ. അപ്പൊ അത് ഓർത്ത് വെക്കുക. ഏതിനാണ് കൂടുതൽ ലൈഫ് കിട്ടുന്നുണ്ടായിരിക്കുക? കോൺഡ്യൂട്ട് വയറിംഗ് സിസ്റ്റത്തിനാണ് എന്ത് ചെയ്യുന്നത് കൂടുതൽ ലൈഫ് നമുക്ക് കിട്ടുന്നത്. അപ്പൊ ലൈഫിന്റെ കാര്യത്തിൽ കോൺഡ്യൂട്ട് വയറിംഗ് സിസ്റ്റം ആണ് അല്ലെ. ഈ ഒരു ടേബിള് നമ്മൾ പറയുന്നത് ഓരോ വയറിംഗ് സിസ്റ്റവും അതിന്റെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളുമാണ് ഇതിനകത്ത് പറയുന്നത്. അപ്പൊ ഇതിനകത്ത് നിന്ന് ഓരോ കാര്യങ്ങളും, അതായത് കോസ്റ്റ് ആണെങ്കിലും ഡ്യൂറബിലിറ്റി ആണെങ്കിലും ടൈപ്പ് ഓഫ് ലേബർ ആണെന്നുണ്ടെങ്കിലും അപ്പിയറൻസ് ആണെന്നുണ്ടെങ്കിലും മെക്കാനിക്കൽ പ്രൊട്ടക്ഷൻ ആണെന്നുണ്ടെങ്കിലും അവസാനത്തെ വോൾട്ടേജ് ഒഴികെയുള്ള ബാക്കി എല്ലാ കാര്യങ്ങളും വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. വോൾട്ടേജ് അങ്ങനെ ചോദിച്ചിട്ടില്ല, എന്നാലും വോൾട്ടേജും കൂടെ അതിന്റെ കൂടെ ഓർത്ത് വയ്ക്കുക. കാരണം വോൾട്ടേജ് അപ് ടു എല്ലാം 250 വോൾട്ടേജ് ആണ് പറയുന്നുണ്ടായിരിക്കുക. നമ്മളൊരു വീട്ടിലേക്ക് വേണ്ടിയുള്ള കണക്ഷൻസ്, ഓട്ടോമാറ്റിക് കണക്ഷൻസ് എന്ത് ചെയ്യാണ് എടുക്കുന്നത് 250 വോൾട്ടേജ് വരെയാണ്. അല്ലെങ്കിൽ എന്നുണ്ടെങ്കിൽ നമ്മൾ ഇൻഡസ്ട്രി വരുന്ന സമയത്താണ് എന്ത് ചെയ്യുന്നത് അവിടെ ഒരു 660 വരുന്നത് അല്ലെ, ഒരു 660 വോൾട്ടേജ് വരുന്ന രീതിയിലേക്കും മാക്സിമം വോൾട്ടേജ് വരുന്ന രീതിയിലേക്കുള്ള കോൺഡ്യൂട്ട് വയറിംഗ് കാര്യങ്ങൾ നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ വോൾട്ടേജ് എല്ലാം എന്തായിരിക്കും അപ് ടു 250 വോൾട്ടേജ് തന്നെ ആയിരിക്കും വരുന്നുണ്ടാവുക. കോസ്റ്റിന്റെ കാര്യത്തിൽ ഓരോന്നും നിങ്ങൾ നോക്കുക. ഏറ്റവും ലോ കോസ്റ്റ് വരുന്നത് ഏതിനാണ്? ക്ലീറ്റ് വയറിംഗ് ആണ് ഏറ്റവും ചീപ്പസ്റ്റ് ആയിട്ടുള്ള വയറിംഗ് സിസ്റ്റം എന്ന് അറിയപ്പെടുന്നത് കേട്ടോ. അപ്പൊ അതുകൊണ്ട് അങ്ങനെ ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. ഏറ്റവും ചീപ്പസ്റ്റ് ആയിട്ടുള്ള വയറിംഗ് സിസ്റ്റം എന്ന് പറയുന്നത് ഏതാണ്?
ലോ അതായത് നമുക്ക് വരുന്നത് അതായത് ക്ലീറ്റ് വയറിംഗ് ആണ് എന്ത് ചെയ്യുക വരുന്നുണ്ടായിരിക്കുക. ക്ലീറ്റ് വയറിംഗ് എന്ന് പറയുന്നത് ഒരു ടെമ്പററി വയറിംഗ് സിസ്റ്റം കൂടെയാണ് നമുക്കറിയാം അല്ലെ. ടെമ്പററി വയറിംഗ് സിസ്റ്റം ആണ്. വളരെ കോസ്റ്റ്ലി ആയിട്ട് വരുന്നതാണ് എന്ത് ചെയ്യുന്നത് കോൺഡ്യൂട്ട് വയറിംഗ് സിസ്റ്റം എന്ന് പറയുന്നത് കേട്ടോ. അത് മെറ്റൽ കോൺഡ്യൂട്ടും കൂടി വെച്ചിട്ടാണ് പറയുന്നത്. വളരെ കോസ്റ്റ്ലി ആയിട്ടുള്ള ഒരു വയറിംഗ് സിസ്റ്റം ആണ് എന്ത് ചെയ്യുന്നത് കോൺഡ്യൂട്ട് വയറിംഗ് സിസ്റ്റം എന്ന് പറയുന്നത്. ചീപ്പ് ചോദിക്കുമ്പോൾ അതേപോലെ തന്നെ കോസ്റ്റ്ലി എന്ത് ചെയ്യാം ചോദിക്കാം. പ്രധാനമായിട്ടും മെറ്റൽ കോൺഡ്യൂട്ട് വയറിംഗ് സിസ്റ്റം അല്ലെങ്കിൽ മെറ്റൽ കോൺഡ്യൂട്ട് ഉണ്ട് എന്നുണ്ടെങ്കിൽ വേറെ ഒന്നും നോക്കണ്ട, മെറ്റൽ കോൺഡ്യൂട്ട് എഴുതിയാൽ മതി. അപ്പൊ ഏതാണ് PVC കോൺഡ്യൂട്ടും മെറ്റൽ കോൺഡ്യൂട്ടും കൂടി ചോദിക്കുകയാണെന്നുണ്ടെങ്കിലും ആൻസർ ഏതാ വരുന്നുണ്ടായിരിക്കുക മെറ്റൽ കോൺഡ്യൂട്ട് ആണ് വരുന്നുണ്ടാവുക. ഏറ്റവും കോസ്റ്റ്ലി ആയിട്ടുള്ള വയറിംഗ് സിസ്റ്റം എന്ന് പറയുന്നത്. ഏറ്റവും കൂടുതൽ ഡ്യൂറബിലിറ്റി ഉള്ളത് നമ്മൾ പറഞ്ഞു കോൺഡ്യൂട്ട് വയറിംഗ് സിസ്റ്റത്തിനാണ് ഏറ്റവും കൂടുതൽ ഡ്യൂറബിലിറ്റി ഉള്ളത് അല്ലെ. അതായത് ലൈഫ് സ്പാൻ കൂടുതലായിട്ട് ഉണ്ടാവുക ഏതാണ് കോൺഡ്യൂട്ട് വയറിംഗ് സിസ്റ്റത്തിനാണ് ഉണ്ടാവുക. ക്ലീറ്റ് വയറിംഗിന്റെ സിസ്റ്റത്തിൽ നമുക്ക് ആരും അറിയാതെ ഒരു ടെമ്പററി വയറിംഗ് സിസ്റ്റം ആണ്. മാക്സിമം അതിന്റെ എന്താണ് 1 ഇയർ ഒക്കെയാണ് എന്ത് ചെയ്യുന്നത് ഒരു ക്ലീറ്റ് വയറിംഗ് സിസ്റ്റത്തിന്റെ ആ ഒരു ലൈഫ് സ്പാൻ ആയിട്ട് പറയുന്നുണ്ടായിരിക്കാം. അത് സാധാരണ 3 months ഒക്കെയാണ് എന്ത് ചെയ്യുന്നത് ഫ്ലെക്സിബിൾ വയറിംഗിന്റെ പറയുന്നത്. 3 months അതായത് 24 hours മുതൽ 3 months വരെ എന്നൊക്കെയാണ് എന്ത് ചെയ്യുന്നത് ഫ്ലെക്സിബിൾ വയറിന്റെ കാര്യത്തിൽ പറയുന്നത്, നമ്മൾ നോർമലി പറയുന്നത്. പിന്നെ ഫെയർലി ലോങ് ആയിട്ട് കിട്ടുന്നതാണ് വുഡൻ കേസിംഗ് ആൻഡ് കേപ്പിംഗ് എന്ന് പറയുന്നത്. TRS ആൻഡ് ലെഡ് ഷീറ്റിനേക്കാൾ കുറച്ചും കൂടി എന്ത് ചെയ്യാണ് ലോങ് ആയിട്ട് കിട്ടുന്നതാണ് വുഡൻ കേസിംഗ് ആൻഡ് കേപ്പിംഗ് എന്ന് പറയുന്നത്. ലേബേഴ്സിന്റെ കാര്യത്തിലാണെന്നുണ്ടെങ്കിൽ ഹൈലി സ്കില്ലഡ് ആയിട്ടുള്ള ലേബേഴ്സ് വേണ്ട ഒരു വയറിംഗ് സിസ്റ്റം ആണ് എന്ത് ചെയ്യുന്നത് വുഡൻ കേസിംഗ് ആൻഡ് കേപ്പിംഗ് വയറിംഗ് സിസ്റ്റവും അതേപോലെ തന്നെ കോൺഡ്യൂട്ട് വയറിംഗ് സിസ്റ്റം കേട്ടോ. ഈ കോൺഡ്യൂട്ട് എന്ന് പറയുമ്പോഴേ അവിടെ മെറ്റൽ കോൺഡ്യൂട്ട് വരുന്നുണ്ട്, പൈപ്പ് കോൺഡ്യൂട്ട് രണ്ടും കൂടി കൂട്ടിയിട്ടാണ് പറയുന്നത്. രണ്ട് നോക്കുകയാണെന്നുണ്ടെങ്കിലും അവിടെ നമുക്ക് എന്ത് ചെയ്യണം ഹൈലി സ്കില്ലഡ് ആയിട്ടുള്ള പേഴ്സൺസ് നമുക്ക് ആവശ്യമായിട്ട് വരുന്നുണ്ട് അല്ലെ. ഈ പൈപ്പിങ്ങിന് കൊടുക്കുന്ന ബെല്ലിങ് കാര്യങ്ങളൊക്കെ ഉപയോഗിച്ചിട്ടാണ് ഈ ഹൈലി സ്കില്ലഡ് പേഴ്സൺസ് എന്ന് പറയുന്നത് കേട്ടോ. വുഡൻ കോൺഡ്യൂട്ട് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് അറിയാം ആ ഒരു വുഡൻ ഇത് അറിയുന്ന വുഡൻ കോൺഡ്യൂട്ട് അല്ല വുഡൻ കേസിംഗ് ആൻഡ് കേപ്പിംഗ് ആണെന്നാണ് പറയാം ഹൈലി സ്കില്ലഡ് ആയിട്ടുള്ള പേഴ്സൺസ് അവിടെ വേണ്ടി വരുമെന്നുണ്ട് അല്ലെ. അപ്പൊ ഇത് രണ്ടുമാണ് ഹൈലി സ്കില്ലഡ് ആയിട്ടുള്ള, അതും ഇമ്പോർട്ടന്റ് ആണ്. ഒരു സെമി സ്കില്ലഡ് ആയിട്ടുള്ള ആൾക്കാർ മതി എന്നുള്ളതാണ് ക്ലീറ്റ് വയറിംഗ് എന്ന് പറയുന്നത്. അപ്പിയറൻസിന്റെ കാര്യത്തിൽ ഏറ്റവും നല്ല അപ്പിയറൻസ് കിട്ടുന്നത് അത് ഒരു പ്രീവിയസ് PSC ക്വസ്റ്റ്യൻ ആണ്. ഏറ്റവും നല്ല അപ്പിയറൻസ് കിട്ടുന്നത് ഏതാണ് കോൺഡ്യൂട്ട് വയറിംഗ് സിസ്റ്റം ആണ് ഏറ്റവും നല്ല അപ്പിയറൻസ് കിട്ടുന്നത്. ഏറ്റവും കൂടുതൽ മെക്കാനിക്കൽ പ്രൊട്ടക്ഷൻ ഉണ്ടാവുന്നത് അതും ഏത് വയറിംഗ് സിസ്റ്റത്തിന് തന്നെയാണ് കോൺഡ്യൂട്ട് വയറിംഗ് സിസ്റ്റത്തിനാണ് ഏറ്റവും കൂടുതൽ മെക്കാനിക്കൽ പ്രൊട്ടക്ഷൻ ഉണ്ടാവുന്നത് കേട്ടോ. അപ്പൊ ഇത്തരം കാര്യങ്ങൾ വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് നോക്കി വെക്കുക. ഓരോന്നും ഓരോ പർട്ടിക്കുലേഴ്സ് ആണ്. ഓരോ പർട്ടിക്കുലേഴ്സ് നമുക്ക് എന്ത് ചെയ്യാണ് ഈ പറയുന്ന ഓരോന്നും, അതായത് കോസ്റ്റ് ആണെങ്കിലും ഡ്യൂറബിലിറ്റി ആണെങ്കിലും ടൈപ്പ് ഓഫ് ലേബർ ആണെങ്കിലും അപ്പിയറൻസ് ആണെങ്കിലും മെക്കാനിക്കൽ പ്രൊട്ടക്ഷൻ ആണെന്നുണ്ടെങ്കിലും ഏതും നമ്മൾ PSC ക്വസ്റ്റ്യൻ പേപ്പറിൽ എന്ത് ചെയ്യാണ് വന്നിട്ടുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് തന്നെ നോക്കി വെക്കേണ്ട ഒരു ഭാഗമാണ് ഓരോ വയറിംഗ് സിസ്റ്റം അതിന്റെ ആ ഒരു ഓരോന്നും എങ്ങനെയാണ് എവിടേക്കാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് എന്നുള്ളത് കേട്ടോ. അല്ലെങ്കിൽ അതിന് ആ ഒരു ഓവറോൾ വരുന്ന അതിന്റെ ഒരു കമ്പാരിസൺ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാം നോക്കി വെക്കാം. Next question, what should be the value of earthing resistance for large power station? 10 ohm, 0.5 ohm, 20 ohm and 5 ohm. എന്താ ക്വസ്റ്റ്യൻ എന്താണ്? What should be the value of earthing resistance for large power station? ഒരു ലാർജ് പവർ സ്റ്റേഷൻ ഉള്ള എർത്തിങ് റെസിസ്റ്റൻസ് എത്രയാണ് വരുന്നത് എന്നുള്ളതാണ് അല്ലെ. എത്രയാ വരുന്നുണ്ടായിരിക്കാം? അപ്പൊ നമ്മൾ സാധാരണ നോക്കുകയാണെങ്കിൽ പവർ സ്റ്റേഷൻസിൽ ലാർജ് പവർ സ്റ്റേഷൻ ആണെന്നുണ്ടെങ്കിൽ മാക്സിമം പെർമിസിബിൾ ആയിട്ടുള്ള റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് എത്രയാണ് 0.5 ohm ആണ് കേട്ടോ. മേജർ സബ്സ്റ്റേഷനുകളിലൊക്കെ 1 ohm ആണ് വരുന്നുണ്ടായിരിക്കുക. സ്മാൾ സബ്സ്റ്റേഷനുകളിലൊക്കെ നമുക്ക് 2 ohm ആണ് വരുന്നുണ്ടാവുക. മറ്റുള്ള അതർ കേസുകളിലൊക്കെ നമ്മൾ 8 ohm വരെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും അവിടെ വരാൻ വേണ്ടി പറ്റും. പിന്നെ എർത്ത് കണ്ടിന്യൂറ്റി ഇൻസ്റ്റാളേഷന് ഉള്ളിലുള്ള എർത്ത് കണ്ടിന്യൂറ്റി റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് 1 ohm ആണ് വരുന്നത് കേട്ടോ. അപ്പൊ അതിൽ നമുക്ക് എത്രയാണ് ആൻസർ വരിക? ലാർജ് പവർ സ്റ്റേഷൻ ആകുന്നത് 0.5 ohm ആണ് എന്ത് ചെയ്യുന്നത് ആൻസർ ആയിട്ട് വരുന്നത്. മേജർ ആണെങ്കിൽ 1, സ്മാൾ ആണെന്നുണ്ടെങ്കിൽ 2ഉം മറ്റുള്ള കേസുകളിലൊക്കെ 8 ohms ആണ് വരുന്നുണ്ടാവുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഫോർ ഇംപ്രൂവിംഗ് എർത്തിങ് റെസിസ്റ്റൻസ് ഇഫ് an additional earthing is required so that it should be connected with existing earthing in series, parallel, either series or parallel, none of these. എന്താ ക്വസ്റ്റ്യൻ എന്താണ്? നമുക്കറിയാം എന്താണ് ഫോർ ഇംപ്രൂവിങ് എർത്തിങ് റെസിസ്റ്റൻസ് അല്ലെ. എർത്തിങ് റെസിസ്റ്റൻസ് നമുക്ക് എന്ത് ചെയ്യണം ഇംപ്രൂവ് ചെയ്യണം. അപ്പൊ എർത്തിങ് റെസിസ്റ്റൻസ് ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരുപാട് മെത്തേഡുകൾ അറിയാം അല്ലെ. പക്ഷെ ആ മെത്തേഡുകൾ യൂസ് ചെയ്യുന്നത് ആരാണ്? അഡീഷണൽ ആയിട്ടുള്ള ഒരു എർത്തിങ് യൂസ് ചെയ്യുക എന്നുള്ളതാണ് അവിടെ യൂസ് ചെയ്യുന്നത്. അവിടെ ആ ഒരു മെത്തേഡ് എടുക്കുന്ന അഡീഷണൽ ആയിട്ടുള്ള ഒരു എർത്തിങ് എന്ത് ചെയ്യാണ് അതിൽ കൊടുക്കുക എന്നുള്ളതാണ് എന്ത് ചെയ്യുന്നത് അല്ലെ. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എക്സിസ്റ്റിംഗ് എർത്തിങ്ങിലേക്ക് ഒരു അഡീഷണൽ ആയിട്ട് ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന് ഏത് കണക്ഷൻ മെത്തേഡ് ആണ് യൂസ് ചെയ്യേണ്ടി വരിക? നമുക്കറിയാം നമ്മൾ ഓരോ
മെത്തേഡ് നമ്മളെ റെസിസ്റ്റൻസ് കുറയ്ക്കുകയാണ് വേണ്ടത് അല്ലെ. അപ്പൊ റെസിസ്റ്റൻസ് കുറയ്ക്കണം എന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന കണക്ഷൻ മെത്തേഡ് എന്ന് പറയുന്നത് എന്തായിരിക്കും? പാരലൽ. നമ്മൾ പഠിച്ചതാണ് എന്തൊക്കെയാണ് എന്ത് ചെയ്യുന്നത്, എർത്ത് റെസിസ്റ്റൻസ് കുറയ്ക്കാനുള്ള മെത്തേഡുകൾ എന്നുള്ളത്. പ്ലേറ്റ് ഏരിയ ഇൻക്രീസ് ചെയ്യുക, ഡെപ്ത് ഓഫ് ദ പ്ലേറ്റ് മാറ്റം വരുത്തുക, സോൾഡറിങ്, അതായത് നമ്മളെ കറക്റ്റ് ആയിട്ടുള്ള കണക്ഷൻ കിട്ടാൻ വേണ്ടിയിട്ട് നെറ്റുകളും ബോൾട്ടുകളും ഉപയോഗിക്കുന്നതിന് പകരം അല്ലെങ്കിൽ നെറ്റുകളും ബോൾട്ടുകളും ഒക്കെ സോൾഡർ ചെയ്ത് ഫിക്സ് ചെയ്യുക. അതേപോലെ തന്നെ പൗഡർ, ചാർക്കോൾ, എർത്ത് കോമ്പൗണ്ട് പോലെയുള്ള സാധനങ്ങൾ കേട്ടോ. ഇപ്പൊ നമ്മൾ ഉപയോഗിക്കുന്നതാണ് എർത്തിങ് കോമ്പൗണ്ട് എന്ന് പറയുന്നത്. ഈ ചാർക്കോൾ, സാൾട്ടുകൾ, ഇതിന് പൗഡറുകൾക്കൊക്കെ പകരമായിട്ട് എർത്തിങ് കോമ്പൗണ്ടുകളൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, യൂസ് ചെയ്യുന്നുണ്ട്. അത്തരം കാര്യങ്ങളൊക്കെ ഒരു മോയ്സ്ചർ കണ്ടന്റ് നിലനിർത്താൻ വേണ്ടി യൂസ് ചെയ്യാം. അതേപോലെ തന്നെ പാരലൽ ഇലക്ട്രോഡുകൾ നമ്മൾ യൂസ് ചെയ്യുക. പിന്നെന്താണ്, വാട്ടർ അല്ലെ, നമ്മൾ ഈ ഒരു വേനൽക്കാലങ്ങളിലൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, അതിന് ചുറ്റുമായിട്ട് നനച്ചു കൊടുക്കുക. നനച്ചു കൊടുക്കുന്ന എന്തിനു വേണ്ടിയിട്ടാണ്? അവിടെ നമുക്ക് ആ ഒരു മോയ്സ്ചറൈസേഷൻ നിലനിർത്തുന്നതിന് വേണ്ടിയിട്ട് അല്ലെ. അപ്പൊ അങ്ങനെ നമുക്ക് എർത്തിങ് റെസിസ്റ്റൻസ് എന്ത് ചെയ്യാൻ പറ്റും, കുറയ്ക്കാൻ പറ്റും. പിന്നെ നമുക്ക് എന്ത് ചെയ്യാണ്, അവിടെ റെസ്റ്റ് ഉണ്ടാവുന്നത് മാക്സിമം ഒഴിവാക്കുക എന്നുള്ളതാണ് അടുത്ത ഒരു മെത്തേഡ് എന്ന് പറയുന്നത്. അപ്പൊ ഇതൊക്കെ നമുക്ക് എന്ത് ചെയ്യാണ്, എർത്ത് റെസിസ്റ്റൻസ് കുറയ്ക്കാനുള്ള മെത്തേഡുകൾ പെടുന്നതാണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, യൂണിറ്റ് ഓഫ് ഇന്റൻസിറ്റി ഓഫ് ഇലൂമിനേഷൻ ഈസ് ലൂമൻ, കാൻഡല, മാക്സ്വെൽ ആൻഡ് ലക്സ്. ഇവിടെ നമ്മളെ സിലബസിൽ പറയാത്തൊരു ഭാഗമാണിത്. അതായത് നമുക്ക് എന്ത് ചെയ്യില്ല, സിലബസിൽ ഈ ടേംസിന്റെ ഡെഫിനിഷൻ പഠിക്കാനോ അതിന്റെ യൂണിറ്റ് പഠിക്കാനോ ഒന്നും പറഞ്ഞിട്ടില്ല. പക്ഷെ നമുക്ക് അവിടെ എന്തുണ്ട്, ഓരോ ലാമ്പിന്റെയും അതിന്റെ ഒരു അഡ്വാൻറ്റേജും കാര്യങ്ങളൊക്കെ പഠിക്കുന്ന സമയത്ത് അതിൽ നമുക്ക് ഓരോന്നും ഇങ്ങനെ പഠിക്കണം അല്ലെ. എഫിഷ്യൻസി പഠിക്കണം, ഇലുമിനേഷൻ, ഇന്റൻസിറ്റി ഓഫ് ഇലുമിനേഷൻ എത്രയാന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഇങ്ങനെ നോക്കണം. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഒരു കാര്യത്തിൽ നമ്മൾ എന്ത് ചെയ്യാം, ഒന്ന് പഠിച്ചു വെക്കാം കേട്ടോ. കാര്യം നമ്മൾ സാധാരണ രീതിയിൽ ഓരോ ടേംസും അതിന്റെ ഡെഫിനിഷൻസും, അതായത് ഇലിമിനേഷനുമായിട്ട് ബന്ധപ്പെട്ടുള്ള റൂൾസും കാര്യങ്ങളൊന്നും പഠിച്ചു വെച്ചിട്ടില്ലെങ്കിലും അതിന്റെ ടേംസും അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള യൂണിറ്റുകളും കറക്റ്റ് ആയിട്ട് തന്നെ പഠിച്ചു വെക്കാം. അപ്പോ ഇന്റൻസിറ്റി ഓഫ് ഇലിമിനേഷന്റെ യൂണിറ്റ് ഏതാണ്? ഇന്റൻസിറ്റി ആണ് അല്ലെ. ഇന്റൻസിറ്റി ഓഫ് ഇലിമിനേഷൻ, അല്ലെങ്കിൽ നമ്മൾ നേരെ തിരിച്ചു പറയാറുണ്ട് ലൂമിനൻസ് ഇന്റൻസിറ്റി എന്ന് പറയുന്നത് അല്ലെ. ലൂമിനൻസ് ഇന്റൻസിറ്റി എന്ന് പറയുന്നത് എന്താ? ലൂമിനൻസ് ഇന്റൻസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും നമ്മളെ എസ് ഐ സിസ്റ്റ് പ്രകാരം വരുന്ന 7 യൂണിറ്റുകൾ, 7 ഫണ്ടമെന്റൽ യൂണിറ്റുകളിൽ ഒരു ഫണ്ടമെന്റൽ യൂണിറ്റ് ആണ് എന്ത് ചെയ്യുന്നത്, ഇന്റൻസിറ്റി ഓഫ് ഇലിമിനേഷൻ അല്ലെങ്കിൽ ലൂമിനസ് ഇന്റൻസിറ്റി എന്ന് പറയുന്നത്. യൂണിറ്റ് ആയിട്ട് വരുന്നത് ഏതാണ്? കാൻഡല കേട്ടോ. യൂണിറ്റ് ആയിട്ട് വരുന്നത് ഏതാണ്? കാൻഡല. അപ്പൊ അത് ഓർത്ത് വെക്കുക, എന്താണ് ഇലൂമിനേഷൻ ഇന്റൻസിറ്റിയുമായിട്ട് വരുന്ന യൂണിറ്റുകൾ വളരെ ഇമ്പോർട്ടന്റ് ആണ്, ഓർത്ത് വെക്കുക. ലൈറ്റ് എനർജിയുടെ യൂണിറ്റ് എന്ന് പറയുന്നത് ലൂമൻ ഹവേഴ്സ് ആണ് ലൈറ്റ് എനർജിയുടെ യൂണിറ്റ് ആയിട്ട് വരുന്നത്. ലൂമിനസ് ഫ്ലക്സിന്റെ യൂണിറ്റ് ആയിട്ട് പറയുന്നത് ലൂമൻ ആണ് വരുന്നുണ്ടാവുക. ലൂമിനൻസ് ഇന്റൻസിറ്റിയുടെ യൂണിറ്റ് എന്ന് പറയുന്നത് കാൻഡലയാണ് ലൂമിനൻസ് ഇന്റൻസിറ്റിയുടെ യൂണിറ്റ് എന്ന് പറയുന്നത്. ഇലുമിനേഷന്റെ യൂണിറ്റ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഇലുമിനൻസിന്റെ യൂണിറ്റ് ആയിട്ട് പറയുന്നത് ലെക്സ് ആണ് അല്ലെ. ലെക്സ് ആണ് എന്ത് ചെയ്യുന്നത്, ഇലുമിനേഷന്റെ യൂണിറ്റ് അല്ലെങ്കിൽ ലൂമിനൻസിന്റെ യൂണിറ്റ് ആയിട്ട് പറയുന്നത്. അവിടെ നമ്മൾ ലൂമിനൻസ് ഇന്റൻസിറ്റി ആണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത് അല്ലെ. ലൂമിനൻസ് ഇന്റൻസിറ്റി നേരെ തിരിച്ച് ഇന്റൻസിറ്റി ഓഫ് ലൂമിനേഷൻ എന്ന് ചോദിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ ലൂമിനൻസിന്റെ യൂണിറ്റ് ആണെന്നുണ്ടെങ്കിൽ കാൻഡല പെർ മീറ്റർ സ്ക്വയർ ആണ് വരുന്നുണ്ടായിരിക്കുക. പിന്നെ അതിന്റെ ഒപ്പം വരുന്ന 2 ക്വാണ്ടിറ്റി ആണ്, അത് ഇലുമിനേഷനുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ അതിൽ ചോദിക്കുന്ന ഒരു ഭാഗമായിട്ട്. അതുകൊണ്ട് എന്ത് ചെയ്യുക, അതും കൂടി ഒന്ന് ഓർത്ത് വെക്കുക. പ്ലെയിൻ ആംഗിളും ആൻഡ് സോളിഡ് ആംഗിളും. പ്ലെയിൻ ആംഗിൾ ആണെങ്കിൽ റേഡിയനും, സോളിഡ് ആംഗിൾ ആണെന്നുണ്ടെങ്കിൽ സ്റ്റെറേഡിയനുമാണ് വരുന്നുണ്ടായിരിക്കും കേട്ടോ. അപ്പൊ ഇത് നമ്മൾ ഓരോ ക്വാണ്ടിറ്റി, ഇപ്പൊ ഈ ക്വാണ്ടിറ്റിയുടെ യൂണിറ്റ് എങ്കിലും നമ്മൾ എന്ത് ചെയ്യണം, പഠിച്ചു വെച്ചിട്ടുണ്ടായിരിക്കണം. അതോടൊപ്പം തന്നെ ഈ ക്വാണ്ടിറ്റി എന്താണ് എന്നുള്ളതും കൂടി അതിൽ നോക്കി വെക്കാം കേട്ടോ. ഓരോ ക്വാണ്ടിറ്റി എന്താണ്. ഇതിൽ ഒരു ഡൗട്ട് ചോദിച്ചോണ്ട്. പറഞ്ഞു. ഇന്റൻസിറ്റി ഓഫ് ഇലുമിനേഷൻ അല്ലേ ചോദിച്ചത്? അല്ലേ ലെക്സ് അല്ലേ വരണ്ടേ? ഇന്റൻസിറ്റി ഓഫ് ഇലുമിനേഷൻ ആണ് നമ്മളെ ഇതിൽ ഇലുമിനേഷന്റെ ഇന്റൻസിറ്റി ഓഫ് ഇലുമിനേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ലെക്സ് അല്ല വരിക, അതായത് മറ്റേ ഇലുമിനേഷൻ അല്ല പറയാ. ലൂമിനൻസ് ഇന്റൻസിറ്റി തന്നെയാണ് പറയുന്നത്. രണ്ട് ടേം ഒന്ന് തന്നെ അല്ലേ? ഇന്റൻസിറ്റി ഇലുമിനേഷന്റെ ഞാൻ അങ്ങനെ ഒന്ന് കണ്ടായിരുന്നു. ലെക്സ് ഇല്ല, ഇലുമിനേഷന്റെ യൂണിറ്റ് ലെക്സ് ആണ് ഇലുമിനേഷന്റെ. ഇവിടെ നമുക്ക് ഇന്റൻസിറ്റി ഓഫ് ഇലുമിനേഷൻ ആണ് ചോദിച്ചിട്ടുള്ളത്. അതായത് ഇലുമിനേഷന്റെ യൂണിറ്റ് അല്ല ചോദിച്ചിട്ടുള്ളത്, ഇലുമിനേഷന്റെ ഇന്റൻസിറ്റിയുടെ യൂണിറ്റ് ആണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, രണ്ട് ടൈം ആണ് കേട്ടോ. ഇലുമിനേഷൻ എന്ന് പറയുന്നത് വേറെ ടൈം ആണ്, ഇലുമിനേഷൻ ഇന്റൻസിറ്റി എന്ന് പറയുന്നത് വേറെ ടൈം ആണ്. അതാണ് ഉള്ളത് കേട്ടോ. ജസ്റ്റ് അതിന്റെ ഡെഫിനിഷൻ രണ്ട് ഡെഫിനിഷൻ ആണ് വരിക. ഒന്ന് ഇന്റൻസിറ്റി എന്ന് പറയുന്നതും അതുപോലെ തന്നെ ഇലുമിനേഷൻ എന്ന് പറയുന്നത് രണ്ട് ടൈം ആയിട്ടാണ് നമ്മൾ പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. എയർ ഈസ് റിമൂവ്ഡ് ഫ്രം ഇൻകാൻഡസെന്റ് ലാമ്പ് ഈസ് ടു പ്രിവെന്റ് ഓക്സിഡേഷൻ,
മിനിമൈസ് ഹീറ്റ് ലോസ് എ ആൻഡ് ബി ആൻഡ് നൺ ഓഫ് ദീസ്. എന്താണ്? എയർ ഈസ് റിമൂവ്ഡ് ഫ്രം ഇൻകാൻഡസെന്റ് ലാമ്പ് ഈസ് ടു എന്നാണ് ചോദിച്ചുള്ളത് അല്ലെ. എന്തിനു വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്? ഒരു ഇൻകാൻഡസെന്റ് ലാമ്പിന്റെ അകത്ത് നിന്നും എന്ത് ചെയ്യുന്നത്? എയർ റിമൂവ് ചെയ്യുന്നത് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ അല്ലെ. എയർ റിമൂവ് ചെയ്യുന്നത്. അപ്പൊ അവിടെ എന്തൊക്കെ ഓപ്ഷൻ ഉള്ളത്? പ്രിവെന്റ് ഓക്സിഡേഷൻ, നമ്മൾ പറയാം അല്ലെ, നമുക്കറിയാം എന്താണ്. ഒരു ഇൻകാൻഡസെന്റ് ലാമ്പ് നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഇൻകാൻഡസെന്റ് ലാമ്പിന്റെ എയർ റിമൂവ് ചെയ്തിട്ട് നമ്മൾ അവിടെ എന്ത് ചെയ്യാണ്? ഇനേർട്ട് ആയിട്ടുള്ള ഗ്യാസസ് ഫില്ല് ചെയ്യുന്നുണ്ടായിരിക്കും അല്ലെ. ഇനേർട്ട് ഗ്യാസസ് ഫില്ല് ചെയ്യാനുള്ള കാരണം എന്ന് പറയുന്നത്, ഒന്നാമത്തെ കാരണം എന്താണ്? ഓക്സിഡേഷൻ റിമൂവ് ചെയ്യുക, അല്ലെങ്കിൽ ഓക്സിഡേഷൻ പ്രിവെന്റ് ചെയ്യുക. റിമൂവ് ചെയ്യല്ല, ഓക്സിഡേഷൻ പ്രിവെന്റ് ചെയ്യുക. അപ്പൊ ഇങ്ങനെ ഓക്സിഡേഷൻ പ്രിവെന്റ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും? നമുക്ക് തന്നെ അറിയാം, ചെറിയൊരു ക്രാക്ക് ഒക്കെ ആ ഒരു ഇൻകാൻഡസെന്റ് ലാമ്പിൽ വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് എന്ത് ചെയ്യുന്നുണ്ടായിരിക്കും? അത് ബേൺ ഔട്ട് ആയി പോകും അല്ലെ. നമുക്ക് പെട്ടെന്ന് അത് ബേൺ ഔട്ട് ആയി പോകും. അതായത് അവിടെ മോയ്സ്ചർ കണ്ടന്റ് ഉണ്ടായിരിക്കും, അത് പെട്ടെന്ന് എന്ത് ചെയ്യും? ബേൺ ഔട്ട് ആയി പോവുകയാണ് ചെയ്യുക. അപ്പൊ ഒന്നാമത്തത് ഓക്സിഡേഷൻ എന്ത് ചെയ്യുക? പ്രിവെന്റ് ചെയ്യുക എന്നുള്ളതാണ്. മോയ്സ്ചർ കണ്ടന്റ് മാത്രമല്ല, ഓക്സിഡേഷനും കൂടി ഉണ്ടായിട്ട് അത് എന്ത് ചെയ്യും? പെട്ടെന്ന് ബേൺ ചെയ്യുകയാണ് ചെയ്യുക. അപ്പൊ ആ ഒരു ഓക്സിഡേഷൻ, അതിൽ ഉണ്ടാകുന്ന ഓക്സിജൻ കണ്ടന്റ് എന്ത് ചെയ്യാണ്? ഒഴിവാക്കുക എന്നുള്ളതാണ് അല്ലെ ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യമുണ്ട്, അതുപോലെ തന്നെയാണ് അടുത്തതും കൂടി പറഞ്ഞിട്ടുള്ളത്, മിനിമൈസ് ഹീറ്റ് ലോസ് എന്ന് പറയുന്നത് കേട്ടോ. ഹീറ്റ് ലോസ് മിനിമൈസ് ചെയ്യുക എന്നുള്ളതും എന്താണ്? ഒരു കാരണമാണ്. ഹീറ്റ് ലോസ് മിനിമൈസ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു കണ്ടക്ടറും അത് കഴിഞ്ഞ്, അല്ലെങ്കിൽ നമ്മളെ ആ ഒരു കണ്ടക്ടർ അല്ലെങ്കിൽ ഫിലമെന്റ്, ആ ഒരു ഫിലമെന്റും അതേപോലെ തന്നെ ഗ്ലാസും തമ്മിൽ ഉണ്ടാകുന്ന ഒരു ഗ്യാപ്പ്, ആ ഒരു ഗ്യാപ്പിലൂടെ നമുക്ക് എന്ത് ചെയ്യാണ്? ഹീറ്റ് പെട്ടെന്ന് പുറത്തേക്ക്, ആ ഒരു ഗ്ലാസ്സിലൂടെ ഹീറ്റ് പുറത്തേക്ക് പോവാതെ ആ ഒരു ഹീറ്റ് മെയിൻറ്റെയിൻ ചെയ്യാൻ, അവിടെ തന്നെ മെയിൻറ്റെയിൻ ചെയ്ത് നിർത്തുക എന്നുള്ളതും എന്ത് തന്നെയാണ്? ഇതിന്റെ ഫംഗ്ഷൻ തന്നെയാണ് കേട്ടോ. അതായത് നമ്മൾ ആ ഒരു ഇൻകാൻഡസെന്റ് ലാമ്പിന്റെ ഫംഗ്ഷൻ തന്നെയാണ് എന്ത് ചെയ്യുന്നത്? അവിടെ ഉണ്ടാവുന്ന ഹീറ്റ് അവിടെ നിലനിർത്തുക എന്നുള്ളത്, അതിനുള്ളിൽ ഉണ്ടാവുന്ന ഹീറ്റ്, അതായത് നമ്മൾ ആ ഫിലമെന്റിൽ ഉണ്ടാവുന്ന ഹീറ്റ് അവിടെ നിലനിർത്തുക എന്നുള്ളതും, അതേപോലെ തന്നെ അവിടെ ഹീറ്റ് ഉണ്ടാവുന്ന സമയത്ത് എന്ത് ചെയ്യരുത്? അത് മെൽറ്റായി പോകരുത് അല്ലെ. മെൽറ്റായി പോവാതെ ഇതാക്കാൻ. മെൽറ്റ് ആവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ബേൺ ഔട്ട് ആവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അവിടെ ഓക്സിജൻ കണ്ടന്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് എന്ത് ചെയ്യുന്നുണ്ടായിരിക്കും? അത് മെൽറ്റായി പോകുന്നുണ്ടായിരിക്കും. അപ്പൊ അത് ഒഴിവാക്കുക എന്നുള്ളതും എന്താണ്? ഇതിന്റെ രണ്ട് ഫംഗ്ഷൻ ആണ് അല്ലെ. അപ്പൊ പ്രിവെന്റ് ഓക്സിഡേഷൻ എന്നുള്ളതും മിനിമൈസ് ഹീറ്റ് ലോസ് എന്നുള്ളതും രണ്ടും നമുക്ക് എന്ത് പറയാം? എയർ റിമൂവ് ചെയ്യുന്നതിന്റെ കാരണമായിട്ട് പറയാം. അപ്പൊ അതുകൊണ്ട് എ ആൻഡ് ബി ആണ് കേട്ടോ. അതിൽ മാക്സിമം നമുക്ക് ആൻസർ വരുന്നത് എ ആൻഡ് ബി ആണ് ആൻസർ ആയിട്ട് വരിക. മിനിമൈസ് ഹീറ്റ് ലോസും കൂടെ അതിന്റെ കൂടെ എന്ത് ചെയ്യാം? പഠിച്ചു വെക്കണം. അതും കൂടി ആൻസർ ആയിട്ട് വരണം. ഞാൻ മാർക്ക് ചെയ്തില്ല, എ മാർക്ക് ചെയ്തിട്ടുള്ളൂ. ബി, എ ആൻഡ് ബി, ഓപ്ഷൻ എ ആൻഡ് ബി ആണ് നമുക്ക് എന്ത് ചെയ്യുന്നത്? ആൻസർ ആയിട്ട് വരുന്നത് കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഡാഷ് ആർ നോർമലി യൂസ്ഡ് ടു കണക്ട് പെൻഡന്റ് ലാംപ്സ്. ഡാഷ് ആർ നോർമലി യൂസ്ഡ് ടു കണക്ട് പെൻഡന്റ് ലാംപ്. സീലിംഗ് റോസ്, പെൻഡന്റ് റോസസ്, കണക്ടേഴ്സ് ആൻഡ് ഫാൻ റോസസ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. നമുക്കറിയാം അല്ലെ, ഏതാണ് നമ്മൾ പെൻഡന്റ് ലാംപ്സ് കണക്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത്? ഏതാണ്? പെൻഡന്റ് ലാംപ്സ്. പെൻഡന്റ് ലാംപ്സ് എന്ന് പറഞ്ഞാൽ പെൻഡന്റ് ഹോൾഡേഴ്സ് ആണ് കേട്ടോ. പെൻഡന്റ് ഹോൾഡേഴ്സ് നമ്മൾ കണക്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത് ഏതാണ്? സീലിംഗ് റോസസ് ആണ് കേട്ടോ. സീലിംഗ് റോസസിലാണ് നമ്മൾ എന്ത് ചെയ്യുക? ഇങ്ങനത്തെ പെൻഡന്റ് ലാംപ്സ്. പെൻഡന്റ് ലാംപ്സ് ആണ് പെൻഡന്റ് ഹോൾഡേഴ്സ് നമ്മൾ എന്ത് ചെയ്യുക? കണക്ട് ചെയ്യുന്നുണ്ടായിരിക്കും. പെൻഡന്റ് ലാംപ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെൻഡന്റ് ഹോൾഡേഴ്സ് തന്നെയാണ് മീൻ ചെയ്യുന്നത്. പെൻഡന്റ് ഹോൾഡേഴ്സിലാണ് എന്ത് ചെയ്യുന്നത്? പെൻഡന്റ് ഹോൾഡേഴ്സിൽ ഇടുന്ന ലാമ്പുകൾ, അങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്? പെൻഡന്റ് ലാംപ്സ് എന്ന് അവിടെ എടുക്കുന്നത്. അപ്പോൾ സീലിംഗ് റോസസിലാണ് നമ്മൾ എന്ത് ചെയ്യുക? ഇത്തരത്തിൽ നമ്മൾ കണക്ട് ചെയ്യുന്നുണ്ടായിരിക്കാം. നെക്സ്റ്റ്, the type of lamp in which gas or vapor is made luminous by an electric discharge through them. Halogen lamp, incandescent lamp, LED lamp and discharge lamp. The type of lamp which gas or vapor is made luminous by an electrical discharge through them is എന്നാണ് ചോദിച്ചത് അല്ലെ. ഇപ്പൊ ഏതാ വരുന്നുണ്ടായിരിക്കും? നമുക്കറിയാം ഏതാണ്? നമ്മളെ ഗ്യാസ് അയനൈസേഷൻ എഫക്റ്റ് ഇല്ല, ഇലക്ട്രിക് കറന്റിന്റെ ഗ്യാസ് അയനൈസേഷൻ എഫക്റ്റ് ഉപയോഗിച്ച് വർക്ക് ചെയ്യുന്ന ലാമ്പുകൾ. ഗ്യാസ് അയനൈസേഷൻ എഫക്റ്റ് ഉപയോഗിച്ച് വർക്ക് ചെയ്യുന്ന ലാമ്പുകൾ ഏതാണ്? ഡിസ്ചാർജ് ലാമ്പുകളാണ് അല്ലെ. ഡിസ്ചാർജ് ലാമ്പുകളാണ് എന്ത് ചെയ്യുന്നത്? ഗ്യാസ് അയനൈസേഷൻ എഫക്റ്റ് ഉപയോഗിച്ച് വർക്ക് ചെയ്യുന്ന ലാമ്പുകൾ കേട്ടോ. ഓപ്ഷൻ ഡി ആണ് അതിന്റെ ആൻസർ ആയിട്ട് വരുന്നത്. വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ലാംപ്സ് ഓപ്പറേറ്റ് അറ്റ് ദ ബെസ്റ്റ് പവർ ഫാക്ടർ? ഫ്ലൂറസെന്റ് ലാമ്പ്, സോഡിയം വേപ്പർ ലാമ്പ്, LED ലാമ്പ് ആൻഡ് ഇൻകാൻഡസെന്റ് ലാമ്പ്. എന്താണ് ക്വസ്റ്റ്യൻ? വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ലാമ്പ് ഓപ്പറേറ്റ് അറ്റ് ദ ബെസ്റ്റ് പവർ ഫാക്ടർ? ബെസ്റ്റ് പവർ ഫാക്ടർ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഫ്ലൂറസെന്റ് ലാമ്പ് ഉണ്ട്, സോഡിയം വേപ്പർ ലാമ്പ് ഉണ്ട്, LED ലാമ്പ് ഉണ്ട് ആൻഡ് ഇൻകാൻഡസെന്റ് ലാമ്പും ഉണ്ട് അല്ലെ. പിന്നെ അത് ഏതായിരിക്കും ബെസ്റ്റ് പവർ ഫാക്ടറിൽ വർക്ക് ചെയ്യുന്ന ലാമ്പുകൾ എന്ന് പറയുന്നത്? ഈ ബെസ്റ്റ് പവർ ഫാക്ടർ എന്ന് പറയാനുള്ള കാരണം എന്താണ്? ബെസ്റ്റ് പവർ ഫാക്ടർ എന്ന് പറയുന്നത് ഒന്നുമില്ല, നമ്മളെ ഓരോ ലാമ്പുകളും അതിന്റെ ലോഡ് വെച്ചിട്ടൊന്ന് കമ്പയർ ചെയ്ത് നോക്കിയാൽ മതി. അതായത് ഇപ്പൊ ഫ്ലൂറസെന്റ് ലാമ്പ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ ചോക്ക് ഒക്കെ വേണം അല്ലെ, ചോക്ക് വെച്ചിട്ടാണ് വർക്ക് ചെയ്യുന്നത്. ആൻഡ് സോഡിയം വേപ്പർ ലാമ്പ് ആണെന്നുണ്ടെങ്കിലും നമുക്ക് അതിന് എന്ത് ചെയ്യുന്നുണ്ട്? ഇതുപോലുള്ള ട്രാൻസ്ഫോമർ, നമ്മൾ ലീക്കേജ് ട്രാൻസ്ഫോമേഴ്സ് നമ്മൾ അവിടെ യൂസ് ചെയ്യുന്നുണ്ട് അല്ലെ. LED ലാമ്പ് ആണെന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് എന്ത് ചെയ്യാണ്?
അവിടെ നമ്മൾ ആ ഒരു വോൾട്ടേജിൽ മാറ്റം വരുത്തിയിട്ട് അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, കോയിൽസും കാര്യങ്ങളും യൂസ് ചെയ്യുന്നുണ്ട്. ഇലക്ട്രോണിക് സർക്യൂട്ടുകൾ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ഇൻകാൻഡസെന്റ് ലാമ്പുകൾ എന്ന് പറയുന്നത് പ്യുവർലി റെസിസ്റ്റീവ് ആയിട്ടുള്ള ലാമ്പുകളാണ് ഇൻകാൻഡസെന്റ് ലാമ്പുകൾ എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ ഇതിനകത്ത് പ്യുവർലി റെസിസ്റ്റീവ് ആയിട്ടുള്ള ബെസ്റ്റ് പവർ ഫാക്ടർ എന്ന് പറയുമ്പോൾ യൂണിറ്റി പവർ ഫാക്ടർ ആണ് നമുക്ക് ബെസ്റ്റ് പവർ ഫാക്ടർ നമ്മൾ പറയുന്നത് അല്ലെ. അപ്പൊ പ്യുവർലി റെസിസ്റ്റീവ് സർക്യൂട്ടുകൾക്കായിരിക്കും എന്ത് ചെയ്യുന്നുണ്ടായിരിക്കാം, ബെസ്റ്റ് പവർ ഫാക്ടർ വരുന്നുണ്ടായിരിക്കും കേട്ടോ. പ്യുവർലി റെസിസ്റ്റീവ് സർക്യൂട്ടുകൾക്കാണ് ബെസ്റ്റ് പവർ ഫാക്ടർ വരുന്നുണ്ടായിരിക്കാം. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇൻകാൻഡസെന്റ് ലാമ്പുകൾക്കാണ് എന്ത് ചെയ്യുന്നത്, ബെസ്റ്റ് പവർ ഫാക്ടർ എന്ന് പറയാനുള്ള കാരണം. അപ്പൊ ബെസ്റ്റ് പവർ ഫാക്ടർ ഏതിനായിരിക്കും, ഇൻകാൻഡസെന്റ് ലാമ്പുകൾക്കായിരിക്കും ബെസ്റ്റ് പവർ ഫാക്ടർ എന്ന് പറയുന്നത് കേട്ടോ. ഇൻകാൻഡസെന്റ് ലാമ്പുകളാണ് നമ്മളെ ആൻസർ ആയിട്ട് വരിക. അതായത് പ്യുവർലി റെസിസ്റ്റീവ് ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇൻകാൻഡസെന്റ് ലാമ്പുകൾ എന്ന് പറയുന്നത്. പ്യുവർലി റെസിസ്റ്റീവ് എന്ന് പറയുന്നത് നമ്മൾ അതാണ് പ്രാക്ടിക്കലി നമുക്ക് തിയറിറ്റിക്കലി നമുക്ക് പ്യുവർലി റെസിസ്റ്റീവ് എന്ന് പറയാം അല്ലെ. ബാക്കി എന്താണ് നെഗ്ലിജിബിൾ ആയിട്ട് വരുന്നതുകൊണ്ട് നമുക്ക് പ്യുവർലി റെസിസ്റ്റീവ് എന്ന് അവിടെ പറയാം. വാട്ട് ഈസ് ദ പർപ്പസ് ഓഫ് ഇഗ്നൈറ്റർ ഇൻ ഹൈ പ്രഷർ സോഡിയം വേപ്പർ ലാമ്പ് സർക്യൂട്ട്? ഡിക്രീസ് ദ സ്റ്റാർട്ടിംഗ് കറന്റ്, increase the running voltage, decrease the running voltage, generate high voltage pulse at starting. And the question, what is the purpose of igniter? Igniterന്റെ പർപ്പസ് ആണ് അല്ലെ. ഇഗ്നൈറ്ററിന്റെ പർപ്പസ് ആണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. നമ്മളൊരു സോഡിയം വേപ്പർ ലാമ്പിനകത്ത് ഇഗ്നൈറ്റർ, ഹൈ പ്രഷർ സോഡിയം വേപ്പർ ലാമ്പിനകത്ത് ഇഗ്നൈറ്റർ എന്തിനു വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത് എന്നുള്ളത്. അപ്പൊ എന്തിനു വേണ്ടിയിട്ടാണ് ഇഗ്നൈറ്റർ യൂസ് ചെയ്യുന്നുണ്ടായിരിക്കാം? ഒന്നാമത്തെ സ്റ്റാർട്ടിംഗ് കറന്റ് കുറയ്ക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. രണ്ടാമത്തെ റണ്ണിങ് വോൾട്ടേജ് ഇൻക്രീസ് ചെയ്യാം. മൂന്നാമത്തത് റണ്ണിങ് കറന്റ് ഇൻക്രീസ് ചെയ്യാം. അപ്പോൾ ഇതിനു വേണ്ടിയിട്ട് രണ്ടും നമുക്ക് നോക്കേണ്ട ആവശ്യമില്ല. കാരണം റണ്ണിങ് പർപ്പസിന് വേണ്ടിയിട്ടല്ല നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇഗ്നൈറ്റർ നമ്മൾ കൊടുക്കുന്നത്. സ്റ്റാർട്ടിംഗ് പർപ്പസിന് വേണ്ടിയിട്ടാണ് ഇഗ്നൈറ്റർ കൊടുക്കുന്നത് നമുക്കറിയാം അല്ലെ. അപ്പൊ സ്റ്റാർട്ടിംഗ് പർപ്പസിൽ എന്തിനു വേണ്ടിയിട്ടാണ്, സ്റ്റാർട്ടിംഗ് പർപ്പസിൽ ഈ ഒരു ആർക്ക് ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവിടെ എന്ത് ചെയ്യണം, ഒരു ഹൈ വോൾട്ടേജ് നമുക്ക് ആവശ്യമായിട്ട് വരുന്നുണ്ട് അല്ലെ. ഒരു ഹൈ വോൾട്ടേജ് പൾസ് നമുക്ക് ആവശ്യമായിട്ട് വരുന്നുണ്ട്. ഈ ഹൈ വോൾട്ടേജ് പൾസ് അവിടെ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, അതായത് രണ്ട് ഫിലമെന്റുകൾക്കിടയിൽ ഒരു ഹൈ വോൾട്ടേജ് പൾസ് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്, ഇത്തരത്തിലുള്ള ഇഗ്നൈറ്ററുകൾ യൂസ് ചെയ്യുന്നത് അല്ലെ, ഇഗ്നൈറ്ററുകളായിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ജനറേറ്റ് ഹൈ വോൾട്ടേജ് പൾസ് അറ്റ് സ്റ്റാർട്ടിംഗ് ആണ് എന്ത് ചെയ്യുന്നത്, നമുക്ക് ആൻസർ ആയിട്ട് വരുന്നുണ്ടാവുക. നമ്മൾ ഇഗ്നൈറ്റർ യൂസ് ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്, ഹൈ വോൾട്ടേജ് പൾസ് സ്റ്റാർട്ടിങ്ങിൽ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. പിന്നെ ഇവിടെ നമുക്ക് പവർ ഫാക്ടർ ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഈ ഒരു കപ്പാസിറ്റർ കൊടുത്തിട്ടില്ല അല്ലെ. അതിനകത്തൊരു കപ്പാസിറ്റർ കൊടുക്കുന്നുണ്ട്. ആ കപ്പാസിറ്ററിന്റെ ഫംഗ്ഷൻ എന്താണെന്നുള്ളത് ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. എന്തിനു വേണ്ടിയിട്ടാണ്, പവർ ഫാക്ടർ ഇംപ്രൂവ്മെന്റിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, പവർ ഫാക്ടർ ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിലൊരു കപ്പാസിറ്റർ എന്ത് ചെയ്യുന്നത് അവിടെ കൊടുക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വെൻ എ സോഡിയം വേപ്പർ ലാമ്പ് ഈസ് സ്വിച്ച്ഡ് ഓൺ, ഇനീഷ്യലി ദ കളർ ഈസ് റെഡ്, പിങ്ക്, യെല്ലോ, ബ്ലൂ അല്ലെ. ഇനീഷ്യൽ കളർ ആണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ ഇനീഷ്യൽ കളർ ഏതായിരിക്കും വരുന്നുണ്ടാവുക, ഇനീഷ്യൽ കളർ ഏതായിരിക്കും, പിങ്ക് ആയിരിക്കും അല്ലെ. പിങ്കിഷ് റെഡ് എന്നുള്ളതും ആൻസർ ആയിട്ട് വരാം കേട്ടോ. പിങ്ക് എന്നുണ്ട് ആൻസർ ഉണ്ടെങ്കിൽ, പിങ്ക് റെഡും കൂടെ ഉണ്ട് എന്നുണ്ടെങ്കിൽ പിങ്ക് തന്നെയാണ് എഴുതേണ്ടത്. പിങ്കിഷ് റെഡ് എന്നുള്ള ആൻസറും എന്ത് ചെയ്തിട്ടുണ്ട്, വന്നിട്ടുണ്ട്. പിങ്കിഷ് റെഡും വരുന്നുണ്ട്. പിങ്കും റെഡും ആൻസർ ഉണ്ടെങ്കിൽ പിങ്ക് തന്നെ എഴുതുക. പിങ്കിഷ് റെഡ് ഉണ്ടെന്നുണ്ടെങ്കിൽ പിങ്കിഷ് റെഡ് എഴുതുക. പിങ്കും പിങ്കിഷ് റെഡും കൂടി ഉണ്ടെന്നുണ്ടെങ്കിലും പിങ്കിഷ് റെഡ് എഴുതിയാൽ മതി. അതാണ് കുറച്ചും കൂടി കറക്റ്റ് ആയിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ അറിയാം, അത് ഫുൾ ആയിട്ട് ബ്രൈറ്റ്നെസ്സിലായി കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഫുൾ ആയിട്ട് വർക്ക് ആയി കഴിഞ്ഞാൽ പിന്നെ അതിന്റെ കളർ എന്ന് പറയുന്നത് ഏതായിരിക്കും, യെല്ലോ ആയിരിക്കും വരിക അല്ലെ. യെല്ലോ ആയിരിക്കും വരുന്നുണ്ടായിരിക്കാം. അപ്പൊ അത് ഗോൾഡൻ യെല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് അതും ഓപ്ഷനിൽ വരുന്നുണ്ട് കേട്ടോ. ഗോൾഡൻ യെല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് വരാറുണ്ട്, ഓപ്ഷൻ വന്നിട്ടുണ്ട്. അപ്പൊ അത് ഓരോന്നും കളർ ചെറിയൊരു മാറ്റങ്ങളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഓപ്ഷൻസിൽ വരാറുണ്ട്. അപ്പൊ നോർമലി നമുക്ക് പിങ്ക് യെല്ലോ എന്ന് പഠിച്ചു വെക്കാം. പിങ്കിഷ് റെഡ് എന്ന് പറഞ്ഞാലും കുഴപ്പമില്ല, ഗോൾഡൻ യെല്ലോ എന്ന് പറഞ്ഞാലും കുഴപ്പമില്ല. ആൻസർ നമുക്ക് എന്ത് ചെയ്യാം, കറക്റ്റ് ആയിട്ട് എഴുതാവുന്നതാണ്. ഓപ്ഷൻ ബി, പിങ്ക് ആണ് എന്ത് ചെയ്യുന്നത്, ഇനീഷ്യൽ കളർ എന്ന് പറയുന്നത് അല്ലെ. ഇനീഷ്യൽ കളർ ആയിട്ട് പറയുന്നത് പിങ്ക് ആണ് വരുന്നുണ്ടാവുക. നെക്സ്റ്റ്, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് ദ ബെസ്റ്റ് മെത്തേഡ് ഫോർ ടെമ്പററി വയറിംഗ്? ടെമ്പററി വയറിംഗിന് ഉപയോഗിക്കുന്ന ബെസ്റ്റ് മെത്തേഡ് ഏതാണ്? കേസിംഗ് വയറിംഗ്, CTS വയറിംഗ്, TRS വയറിംഗ് ആൻഡ് ക്ലീറ്റ് വയറിംഗ് അല്ലെ. അല്ല, ഏതാണ് വരുന്നുണ്ടായിരിക്കാം? ഇതിനകത്ത് നമുക്ക് ടെമ്പററി വയറിംഗിന് ഉപയോഗിക്കുന്ന ഒരു മെത്തേഡേ ഉള്ളൂ, ക്ലീറ്റ് വയറിംഗ് എന്ന് പറയുന്നത്. ബാക്കിയെല്ലാം നമ്മൾ ശരിക്കും പെർമനന്റ് മെത്തേഡ് വയറിംഗിന് ഉപയോഗിക്കുന്ന മെത്തേഡാണ്. അപ്പൊ ക്ലീറ്റ് വയറിംഗ് ആണ് നമുക്ക് ബെസ്റ്റ് മെത്തേഡ് എന്ന് പറയാനുള്ള ഒരു കാരണം കൂടിയുണ്ട്. വളരെ ചീപ്പസ്റ്റ് ആയിട്ടുള്ള ഒരു വയറിംഗ് മെത്തേഡും കൂടിയാണ് എന്ത് ചെയ്യുന്നത്, ക്ലീറ്റ് വയറിംഗ് എന്ന് പറയുന്നത്. പിന്നെ നമുക്കൊരു വയറിംഗ് സിസ്റ്റം ഉണ്ട്, ഫ്ലെക്സിബിൾ വയറിംഗ് എന്ന് പറയുന്നത്. ഫ്ലെക്സിബിൾ വയറിംഗ് എന്ന് പറയുമ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞു, ഒരു 24 hours മുതലൊക്കെ നമുക്ക് അത്രത്തോളം വാലിഡിറ്റി ഉള്ള ഒരു വയറിംഗ് ആണ് എന്ത് ചെയ്യുന്നത്, ഈ ഒരു ഫ്ലെക്സിബിൾ വയറിംഗ് എന്ന് പറയുന്നത് കേട്ടോ. അതൊരു ടെമ്പററി വയറിംഗ് സിസ്റ്റം ആണ് ഫ്ലെക്സിബിൾ വയറിംഗ് എന്ന് പറയുന്നത്. പക്ഷെ നമുക്ക് വളരെ അധികം വളരെ ലൈഫ് കുറഞ്ഞിട്ടുള്ള വയറിംഗ് സിസ്റ്റം ആണ് എന്ത് ചെയ്യുന്നത്, ഈ ഫ്ലെക്സിബിൾ വയറിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ബെസ്റ്റ് മെത്തേഡ് ഓഫ് ടെമ്പററി വയറിംഗ് സിസ്റ്റം എന്ന് പറയുന്നത്, അതിപ്പോ ഫ്ലെക്സിബിൾ വയറിംഗ് ഉണ്ടെങ്കിൽ പോലും ബെസ്റ്റ് മെത്തേഡ് ഓഫ്
ടെമ്പററി വയറിംഗ് സിസ്റ്റം എന്ന് പറയുന്നത് ഏതാണ്? ക്ലീറ്റ് വയറിംഗ് ആണ്. ക്ലീറ്റ് വയറിംഗിന്റെ മറ്റൊരു ക്വസ്റ്റ്യൻ, അത് അതിന്റെ അപ്ലിക്കേഷൻ ബേസ്ഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. സ്ഥിരമായിട്ട് ബേസ്ഡ് ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇതിന്റെ അപ്ലിക്കേഷൻ ബേസ്ഡ് ആയിട്ട് എല്ലാവരും അറിയുന്നുണ്ടായിരിക്കും. നമ്മളെ മിലിറ്ററി അല്ലെങ്കിൽ ആർമി യൂസേജിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന വയറിംഗ് സിസ്റ്റം ഏതാണ് എന്നുള്ളത് ചോദിക്കാറുണ്ട് അല്ലെ. അപ്പൊ ആ ഒരു വയറിംഗ് സിസ്റ്റം എന്ന് പറയുന്നത് ഏത് തന്നെയാണ്? ക്ലീറ്റ് വയറിംഗ് ആണ് യൂസ് ചെയ്യാറുള്ളത്. ഇതുപോലെയുള്ള പോർസലിൻ അല്ലെങ്കിൽ വുഡൻ ക്ലീറ്റുകൾക്കുള്ളിലൂടെ എന്ത് ചെയ്യാണ്? ആ ഗ്രൂസിനുള്ളിലൂടെ വയറിംഗ് ചെയ്യുന്ന മെത്തേഡാണ് അല്ലെ. വയറിംഗ് ചെയ്യുന്ന മെത്തേഡാണ് നമ്മൾ കോമൺ വയർസ് ഉപയോഗിച്ച് വയറിംഗ് ചെയ്യുന്ന മെത്തേഡാണ് ക്ലീറ്റ് വയറിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അതിന്റെ ആ ഒരു ഡിഫറൻസ് കേട്ടോ, ഓരോ ക്ലീറ്റും തമ്മിലുണ്ടാവുന്ന ഡിഫറൻസ്, അതിന്റെയൊക്കെ ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. ഞാനൊരു ക്വസ്റ്റ്യൻ ഉണ്ട് അതുകൊണ്ട് അത് നമുക്ക് നോക്കാം. അപ്പൊ അപ്ലിക്കേഷൻ ബേസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ പ്രധാനമായിട്ട് ക്ലീറ്റ് വയറിംഗ് നമ്മൾ എന്ത് ചെയ്യാണ്? നമ്മൾ സാധാരണ ടെമ്പററി വയറിംഗ് സിസ്റ്റത്തിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ്. ഈ കോൺഡ്യൂട്ട് വയറിംഗ് എന്ന് പറയുന്നത് റെസിഡൻഷ്യൽ ആൻഡ് കൊമേഴ്ഷ്യൽ ബിൽഡിംഗ് വേർ അപ്പിയറൻസ് ഇസ് മെയിൻ ഫാക്ടർ. അവിടെ ഓർത്ത് വെക്കേണ്ട ഒരു കാര്യമുണ്ട്. ഈ നമ്മൾ ക്ലീറ്റ് വയറിംഗ് എന്ന് പറയുമ്പോൾ ടെമ്പററി പർപ്പസ് ആണ്. നമ്മൾ പറഞ്ഞു മിലിറ്ററി ക്യാമ്പ്, മാരേജ് തുടങ്ങിയുള്ള സാധനങ്ങളൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഈ കോൺഡ്യൂട്ട് വയറിംഗിന്റെ കാര്യത്തിൽ പഠിച്ചു വെക്കുമ്പോൾ നമ്മൾ PCയുടെ ക്വസ്റ്റ്യനിൽ ഒരു ഇതുണ്ട്. കോൺഡ്യൂട്ട് വയറിംഗ് നമ്മൾ റെസിഡൻഷ്യൽ ആൻഡ് കൊമേഴ്ഷ്യൽ ബിൽഡിംഗിൽ നമ്മൾ കോൺഡ്യൂട്ട് വയറിംഗ് എന്ന് പഠിക്കുന്നുണ്ട്. പക്ഷെ അവിടെ നമ്മൾ ഓർത്ത് വെക്കേണ്ട ഒരു കാര്യം, ഈ അപ്പിയറൻസ് ഒരു മെയിൻ ഫാക്ടർ ആയിട്ട് വരുന്നുണ്ടെങ്കിൽ മാത്രമാണ് റെസിഡൻഷ്യലും അതുപോലെ തന്നെ എന്ത് ചെയ്യാണ് കൊമേഴ്ഷ്യൽ ബിൽഡിങ്ങിലും നമ്മൾ കോൺഡ്യൂട്ട് വയറിംഗ് എടുത്ത് പറയേണ്ടത്. ഇപ്പൊ റെസിഡൻഷ്യൽ ആൻഡ് കൊമേഴ്ഷ്യൽ ബിൽഡിംഗ് എന്ന് പറഞ്ഞിട്ട് മറ്റൊരു വയറിംഗ് സിസ്റ്റം കൂടി അവിടെ പറയുന്നുണ്ട്. ഏത് വയറിംഗ് സിസ്റ്റത്തിനാണ്? കേസിംഗ് ആൻഡ് ക്യാപ്പിംഗ് എന്ന് പറയുന്ന സിസ്റ്റം കേട്ടോ. കേസിംഗ് ആൻഡ് ക്യാപ്പിംഗ് എന്ന് പറയുന്ന സിസ്റ്റം, അതിന് ശരിക്കും എന്താണ്? ഇതുപോലെ റെസിഡൻഷ്യൽ ആൻഡ് കൊമേഴ്ഷ്യൽ ബിൽഡിംഗ് നമ്മൾ ഒരു അപ്ലിക്കേഷൻ ആയിട്ട് പറയുന്നതാണ്. അപ്പോൾ ചിലപ്പോൾ റെസിഡൻഷ്യൽ ആൻഡ് കൊമേഴ്ഷ്യൽ മാത്രമാണ് വരുന്നതെന്നുണ്ടെങ്കിൽ അവിടെ കേസിംഗ് ആൻഡ് ക്യാപ്പിംഗ് എന്ത് ചെയ്താൽ മതി? ആൻസർ ആയിട്ട് വരുന്നുണ്ട്. അത് ആൻസർ ആയിട്ട് വരുന്നുണ്ട്. പ്രീവിയസ് ആയിട്ടുള്ള PSC ക്വസ്റ്റ്യൻ പേപ്പറുകളൊക്കെ വന്നിട്ടുള്ളതാണ്. റെസിഡൻഷ്യൽ ആൻഡ് കൊമേഴ്ഷ്യൽ വയറിംഗ് സിസ്റ്റത്തിന് കേസിംഗ് ആൻഡ് ക്യാപ്പിംഗ്. ഇനി അത് അപ്പിയറൻസ് ഒരു മെയിൻ ഫാക്ടർ ആണ് എന്നുള്ളത് അതിന്റെ കൂടെ പറയുകയാണ് എന്നുണ്ടെങ്കിൽ, അതായത് നമ്മുടെ ക്വസ്റ്റ്യനിൽ ചിലപ്പോൾ ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ടാവും, അല്ലാന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുന്നുണ്ടായിരിക്കും? ഓപ്ഷനിലൊക്കെ ആയിട്ട് എവിടെയെങ്കിലും എടുത്ത് പറയുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾ ഒരിക്കലും എന്ത് ചെയ്യരുത്? കേസിംഗ് ആൻഡ് ക്യാപ്പിംഗ് എഴുതരുത്. അവിടെ നമുക്ക് എഴുതുമ്പോൾ എന്ത് മാത്രമേ എഴുതാൻ പാടുള്ളൂ? നമ്മളെ കോൺഡ്യൂട്ട് വയറിംഗ് സിസ്റ്റം മാത്രമേ എഴുതാൻ പാടുള്ളൂ അല്ലെ. പിന്നെ കൺസിഡറബിൾ ആയിട്ടുള്ള ഡസ്റ്റ് ഉള്ള സ്ഥലങ്ങളിൽ നമുക്ക് കോൺഡ്യൂട്ട് വയറിംഗ് സിസ്റ്റം, ഡാംപ് പ്ലേസസുകളിൽ, പിന്നെ വർക്ക്ഷോപ്പുകളിലൊക്കെ ലൈറ്റിംഗ് ആൻഡ് മോട്ടോർ വയറിംഗ് സിസ്റ്റത്തിന് വേണ്ടിയിട്ട് കോൺഡ്യൂട്ട് വയറിംഗ് സിസ്റ്റം, ഓയിൽ മില്ലുകളുടെ, വാർണിഷ് ഫാക്ടറി, ഇതൊക്കെ ഒരുപാട് തവണ ചോദിച്ചാണ് കേട്ടോ. സിനിമ ഹാള്, കോൾഡ് സ്റ്റോറേജ് പ്ലേസ്, ഇതൊക്കെ ഒരുപാട് തവണ എന്ത് ചെയ്യാണ്? ചോദിച്ചിട്ടുള്ളതാണ്. ഇതെല്ലാം നമ്മൾ എന്ത് ചെയ്യാണ്? കോൺഡ്യൂട്ട് വയറിംഗ് സിസ്റ്റം തന്നെ ആയിരിക്കും യൂസ് ചെയ്യുക. അപ്പൊ അതിനകത്ത് ഓർത്തിരിക്കേണ്ട ഈ റെസിഡൻഷ്യൽ ആൻഡ് കൊമേഴ്ഷ്യൽ ആണ്. അത് എന്തിനു വേണ്ടിയിട്ട് പറഞ്ഞിട്ടുണ്ട്? കേസിംഗ് ആൻഡ് ക്യാപ്പിംഗ് ഒരുപാട് തവണ പല ക്വസ്റ്റ്യൻ പേപ്പറുകളായിട്ട് എന്ത് ചെയ്യാണ്? വന്നിട്ടുള്ളതാണ്. ബാക്കിയുള്ളതിനെല്ലാം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കോൺഡ്യൂട്ട് വയറിംഗ് സിസ്റ്റം തന്നെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടായിരിക്കുക. കോമൺലി അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ്, അതായത് സിനിമ ഹാള്, കോൾഡ് സ്റ്റോറേജ് ഒക്കെ ഒരുപാട് തവണ വന്നതാണ്. അതുപോലെ ഡസ്റ്റ് പ്രസന്റ് ആയിട്ടുള്ള സ്ഥലങ്ങളിലൊക്കെ നമുക്ക് ഏത് വയറിംഗ് സിസ്റ്റം യൂസ് ചെയ്യാന്നുള്ളതൊക്കെ വന്നതാണ് കേട്ടോ. അപ്പൊ അത്തരത്തിൽ നമ്മൾ ഉപയോഗിക്കുന്നൊക്കെ എന്തായാലും കോൺഡ്യൂട്ട് വയറിംഗ് സിസ്റ്റം തന്നെയാണ് യൂസ് ചെയ്യുന്നുണ്ടായിരിക്കുക. Next, for cleat wiring and 250 volt supply, the cables will be placed dash apart center to center for single core cables, 4 cm, 3 cm, 4.5 cm and 2.5 cm. For cleat wiring, 250 voltage supply. 250 voltage supply ആണ് വരുന്നത്. The cable will be placed dash apart center to center of a single core cable. ഒരു സിംഗിൾ കോർ കേബിൾ ആണ് യൂസ് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ ക്ലീറ്റ്, നമ്മൾ ക്ലീറ്റ് വരുന്ന സമയത്ത് ഈ ക്ലീറ്റുകൾക്ക് ഇടയിൽ ഉണ്ടാവുന്ന ആ ഒരു ഡിസ്റ്റൻസ് എത്രയായിരിക്കണം എന്നുള്ളതാണ് ചോദിച്ചത് അല്ലെ. കേബിൾസ് വിൽ ബി പ്ലേസ്ഡ് ഡാഷ് അപ്പാർട്ട് സെന്റർ ടു സെന്റർ ഫോർ എ സിംഗിൾ കോർ കേബിൾ. സിംഗിൾ കോർ കേബിൾ എത്ര ഡിസ്റ്റൻസ് വരണം എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ കേട്ടോ. അപ്പൊ അത് നമുക്ക് ഏറ്റവും മിനിമം ആണ് 250 വോൾട്ടേജ് സപ്ലൈയിൽ നമ്മൾ പറയുന്നത്. ഏറ്റവും മിനിമത്തിൽ നിന്നാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അത് 2.5 സെന്റിമീറ്റർ ആണ് കേട്ടോ. 2.5 സെന്റിമീറ്റർ മുതൽ നിന്നാണ് നമ്മൾ എന്ത് ചെയ്യുക? പറയുന്നുണ്ടായിരിക്കുക. 2.5 സെന്റിമീറ്റർ മുതൽ പിന്നീട് എന്ത് ചെയ്യാണ്? അതിന് ഓരോ കറണ്ട് റേറ്റിംഗ് മാറുന്നതിനനുസരിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്? ഇത് മാറുകയാണ് ചെയ്യുക. അപ്പോൾ 250 സപ്ലൈ കേബിൾസ് ആണെന്നുണ്ടെങ്കിൽ പ്ലേസ് ചെയ്യുന്നത് 2.5 സെന്റിമീറ്റർ അപ്പർ സെന്റർ ടു സെന്റർ ഡിസ്റ്റൻസ് ആണ് വരുന്നുണ്ടായിരിക്കുക. പിന്നെ നമ്മൾ എന്ത് ചെയ്യാണ്? 38 mm അല്ലെങ്കിൽ 40 mm സ്ക്രൂ ലെങ്ത്തിലുള്ള സ്ക്രൂ ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? യൂസ് ചെയ്യുന്നുണ്ടായിരിക്കുക. അതിന്റെ ഓരോന്നിന്റെ ഇന്റർവെൽ എന്ന് പറയുന്നത് 50 സെന്റിമീറ്റർ ഒക്കെ നമുക്ക് പ്രീവിയസ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നിട്ടുള്ളതാണ് കേട്ടോ. പിന്നെ അതേപോലെ തന്നെ ക്ലീറ്റുകൾ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? പല രീതിയിലുള്ള ക്ലീറ്റുകൾ, അതായത് സിംഗിൾ ക്ലീറ്റുകൾ യൂസ് ചെയ്യുന്നുണ്ട്, ഡബിൾ ഗ്രൂസ് വരുന്ന ക്ലീറ്റുകൾ യൂസ് ചെയ്യുന്നുണ്ട്, ട്രിപ്പിൾ ഗ്രൂസ് വരുന്ന ക്ലീറ്റുകളൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? സാധാരണ യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ്. ഇൻ ക്ലീറ്റ് വയറിംഗ്, ക്ലീറ്റ് ഷാൾ ബി ഫിക്സഡ് അറ്റ് റെഗുലർ ഇന്റർവെൽ നോട്ട് എക്സീഡിംഗ് ഡാഷ് മീറ്റർ എന്നാണ് പറയുന്നത്. നമ്മൾ 60 സെന്റിമീറ്റർ അല്ലെങ്കിൽ
നമ്മൾ പറഞ്ഞു അല്ലെ, ഒരു ഇത് പറഞ്ഞു 15 സെന്റിമീറ്റർ വരെ നമുക്ക് വരാമെന്ന് പറഞ്ഞു. ഇവിടെ നമുക്ക് ചോദിച്ചിട്ടുള്ളത് ക്ലീറ്റ് വയറിംഗ് ക്ലീറ്റ് ഷാൾ ബി ഫിക്സഡ് അറ്റ് റെഗുലർ ഇന്റർവെൽ നോട്ട് എക്സീഡിംഗ് ഡാഷ് മീറ്റർ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ എത്ര മീറ്റർ ആണ് നമുക്ക് വരുന്നുണ്ടായിരിക്കുക, മാക്സിമം വരാൻ പറ്റുന്ന റെഗുലർ ഇന്റർവെല്ലുള്ള ആ ഒരു ഇതെന്ന് പറയുന്നത് എത്രയാണ്, 0.6 മീറ്റർ ആണ് കേട്ടോ. 0.6 മീറ്റർ ആണ്. 0.6 ആണ് എന്ത് ചെയ്യുന്നത്, രണ്ട് ക്ലീറ്റും തമ്മിൽ ഉണ്ടാവുന്ന ഡിസ്റ്റൻസ്, അതിനിടയിൽ ഉണ്ടാവുന്ന ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് കേട്ടോ. 0.6 മീറ്റർ ആയിരിക്കണം എന്ത് ചെയ്യുന്നത്, രണ്ട് ക്ലീറ്റും തമ്മിൽ ഉണ്ടാവുന്ന ആ ഒരു ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്, റെഗുലർ ഇന്റർവെൽ ആയിട്ട് വരേണ്ടത് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോ അത് നമ്മൾ നോർമലി എന്ത് ചെയ്യണം, ഓരോന്നും 45 സെന്റിമീറ്റർ മുതൽ അല്ലെങ്കിൽ മാക്സിമം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും 0.6 വരെ. നമ്മൾ 45 സെന്റിമീറ്റർ അല്ലെങ്കിൽ 15 സെന്റിമീറ്റർ മുതൽ തുടങ്ങുന്നുണ്ട്. മാക്സിമം നമുക്ക് വരാൻ പറ്റുന്ന 0.6 മീറ്റർ വരെയാണ് പറ്റുന്നുണ്ടായിരിക്കുക. പിന്നെ അപ്രോക്സിമേറ്റ്ലി 1.5 സെന്റിമീറ്റർ ആണ് എന്ത് ചെയ്യുന്നത്, ഈ വാളിന് അപ്രോക്സിമേറ്റ്ലി ഉണ്ടാവുന്ന കേബിളിന്റെ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ പറഞ്ഞു 2.5 സെന്റിമീറ്റർ മുതൽ 7 സെന്റിമീറ്റർ വരെ നമുക്ക് കറണ്ട് റേറ്റിംഗ് അനുസരിച്ചിട്ട് എന്ത് ചെയ്യാം, കേബിളുകളെ അഡ്ജസ്റ്റ് ചെയ്യാം. 2.5 സെന്റിമീറ്റർ മുതൽ 3 സെന്റിമീറ്റർ വരെ എർത്തും അതുപോലെ തന്നെ നമ്മളെ ലൈവ് കണ്ടക്ടറും തമ്മിലുണ്ടാവുന്ന ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 2.5 സെന്റിമീറ്റർ മുതൽ 3 സെന്റിമീറ്റർ വരെ ആയിരിക്കും വരുന്നുണ്ടാവും കേട്ടോ. 250 നേരത്തെ പറഞ്ഞു, അത് നമ്മൾ 2.5 സെന്റിമീറ്റർ ആണെന്ന് പറഞ്ഞു. അതുപോലെ നമുക്ക് മറ്റൊന്ന് ചോദിക്കാം, വോൾട്ടേജ് പറഞ്ഞ് ചോദിക്കണം എന്നില്ല, അതിന്റെ ഇടയിലുള്ള ഒരു വാല്യൂ നോക്കിയിട്ട് എന്ത് ചെയ്താൽ മതി, ആൻസർ ആയിട്ട് എഴുതിയാൽ മതി. 250 ആണ് നമുക്ക് ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു വന്നിട്ടുള്ളത്. 250 ആണെങ്കിൽ 2.5 മീറ്റർ ആണ്, സെന്റിമീറ്റർ ആണ് വരുന്നുണ്ടാവും. നെക്സ്റ്റ്, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഡിവൈസ് ഈസ് ഹാവിംഗ് ലീസ്റ്റ് ട്രിപ്പിംഗ് കറന്റ്? വിച്ച് ഓഫ് ദ ഫോളോയിങ് ഡിവൈസ് ഈസ് ഹാവിംഗ് ലീസ്റ്റ് ട്രിപ്പിംഗ് കറന്റ്? MCCB, ELCB, MCB ആൻഡ് റിലേ. ലീസ്റ്റ് ട്രിപ്പിംഗ് കറന്റ് ആണ് ചോദിച്ചിട്ടുള്ളത് അല്ലെ. ലീസ്റ്റ് ട്രിപ്പിംഗ് കറന്റ് ഇതിന് ഏതാകത്ത വരുന്നുണ്ടാവുക, MCCB ആണോ, ELCB ആണോ, MCB ആണോ, റിലേ? ഏറ്റവും ലീസ്റ്റ് ആയിട്ടുള്ള ട്രിപ്പിംഗ് കറന്റ്. എന്താ ലീസ്റ്റ് ആയിട്ടുള്ള ട്രിപ്പിംഗ് കറന്റ് എന്ന് പറയാനുള്ള കാരണം എന്താ? ലീസ്റ്റ് ആയിട്ടുള്ള ട്രിപ്പിംഗ് കറന്റ് എന്ന് പറയുന്നത് എന്താ, ഇപ്പൊ MCCB, MCB, റിലേ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ഒരു ട്രിപ്പിംഗ് കറന്റ് എന്ന് പറയുന്നത് എന്താണ്, ഇപ്പൊ MCCBയുടെ റേറ്റിംഗ് എത്രയാണോ ആ റേറ്റിംഗിന് അനുസരിച്ചിട്ടുള്ള ഒരു ട്രിപ്പിംഗ് കറന്റ് ആണ് അതിനുണ്ടാവുക അല്ലെ. അപ്പൊ അത് എത്ര റേറ്റഡ് ആംബിയർ, എത്ര ആംബിയറിലാണ് എന്ത് ചെയ്യുന്നത് ആ ഒരു MCCB ഉള്ളത്, അത്രയും ആംബിയർ ഹയർ പോയി കഴിഞ്ഞാൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, അത് ട്രിപ്പ് ആവുള്ളൂ. അതേപോലെ തന്നെയാണ് MCBയുടെ കാര്യത്തിലും. ഇപ്പൊ നമുക്ക് 10 ആംബിയറിന് MCB ആണെന്നുണ്ടെങ്കിൽ 10 ആംബിയറിന് മേലെ എബോ പോകുമ്പോൾ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, അത് ട്രിപ്പ് ആവുള്ളൂ അല്ലെ. എന്നാൽ ELCBയുടെ കാര്യത്തിൽ നമുക്ക് എന്ത് ചെയ്യണം, അവിടെ ലീക്കേജ് കറന്റ്, ഏറ്റവും ചെറിയ ലീക്കേജ് കറന്റ് ആണ് നമ്മൾ എന്ത് ചെയ്യുക, എടുക്കുന്നുണ്ടായിരിക്കും. ചെറിയൊരു വോൾട്ടേജ് ഓപ്പറേറ്റർ ആണ്, പക്ഷെ ഏറ്റവും ചെറിയ ലീക്കേജ് കറന്റിലാണ് എന്ത് ചെയ്യുക, അത് ട്രിപ്പ് ആവുന്നുണ്ടാവുക എന്നല്ലേ. ആ ഒരു കൺസെപ്റ്റ് അങ്ങനെയാണ് നമ്മൾ പറയുന്നത്. ട്രിപ്പ് ആവുന്ന കൺസെപ്റ്റ് എന്ന് പറയുന്നത് ഏറ്റവും ചെറിയ ലീക്കേജ് കറന്റിലായിരിക്കും വരുന്നുണ്ടാവുക. അതുകൊണ്ടാണ് നമ്മൾ ഏറ്റവും ലീസ്റ്റ് ട്രിപ്പിംഗ് കറന്റ് വരുന്ന ഡിവൈസ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് നമ്മൾ എന്താ പറയുന്നത്, ELCB ആണെന്ന് പറയുന്നത് കേട്ടോ. ELCB ആണ് എന്ത് ചെയ്യുന്നത്, ഏറ്റവും ലീസ്റ്റ് ആയിട്ടുള്ള ട്രിപ്പിംഗ് കറന്റ് വരുന്ന ഡിവൈസ് എന്ന് പറയുന്നത്. ELCB ആണ് നമ്മൾ ലീസ്റ്റ് ട്രിപ്പിംഗ് കറന്റ് ആയിട്ട് വരുന്നത് കേട്ടോ. നെക്സ്റ്റ്, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് നോട്ട് ട്രൂ വിത്ത് റിഗാർഡഡ് ടു ദ ക്ലീറ്റ് വയറിംഗ് സിസ്റ്റം? The inspection, alteration and addition can be made easily. The installation and dismantling is easy and thick. It's very inexpensive and can be reused. It used for permanent wiring. എന്താ ചോദിച്ചുള്ളത്, which of the following statement is not true? Not true with regard to the cleat wiring system. Cleat wiring system ആയിട്ട് നോട്ട് ട്രൂ ആണ് അല്ലെ. ട്രൂ അല്ലാത്തത് ഏതാണെന്നാണ് ചോദിച്ചുള്ളത്. അപ്പൊ ഒന്നാമത്തെ കാര്യം, ഇൻസ്പെക്ഷന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ആൾട്ടറേഷന് വേണ്ടിയിട്ട് അഡീഷന് വേണ്ടിയിട്ട് നമുക്ക് ഈസിലി ആയിട്ട് ചെയ്യാം എന്നുള്ളതാണ്. നമുക്കറിയാം ആ ക്ലീറ്റുകൾ മാത്രമാണ് വരുന്നത്. അപ്പൊ ക്ലീറ്റുകൾ വരുന്ന സമയത്ത് നമുക്കതിൽ എവിടെയെങ്കിലും ഫാൾട്ട് ഉണ്ടെങ്കിൽ ഇൻസ്പെക്ഷന്റെ കാര്യത്തിലോ അതിൽ ആൾട്ടറേഷൻ വരുത്തുന്ന കാര്യത്തിലോ അവിടെ അഡീഷൻ വരുത്തുന്ന കാര്യത്തിലോ വളരെ ഈസിയാണ് അല്ലെ. കാരണം ആ ക്ലീറ്റുകൾ മാത്രമാണ് അവിടെ വരുന്നുണ്ടാവുക. ക്ലീറ്റുകൾ ഇതാക്കി കഴിഞ്ഞാൽ നമുക്ക് അവിടെ ഡയറക്റ്റ് ആയിട്ട് കണ്ടക്ടർ ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ഇൻസ്പെക്ഷനും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നെ ഉള്ളത് ഇൻസ്റ്റാളേഷൻ ആണെന്നുണ്ടെങ്കിലും ഡിസ്മാന്റിലിംഗ് ആണെങ്കിലും വളരെ ഈസി ആയിട്ടും തിക്കായിട്ടും നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ് അല്ലെ. അപ്പൊ അതുകൊണ്ട് തന്നെ ഇൻസ്റ്റാളേഷനും ആൻഡ് ഡിസ്മാന്റിലിംഗും വളരെ ഈസി ആയിരിക്കും എന്നുള്ളതും കറക്റ്റ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണെന്ന് പറയാം. ഇൻഎക്സ്പെൻസീവ് ആണ്, അതുപോലെ നമുക്ക് റീയൂസ്ഡ് ആണ് എന്നല്ലേ. നമ്മൾ ഇൻഎക്സ്പെൻസീവ് മെത്തേഡ് ആണ്, അതുപോലെ നമുക്ക് എന്താണ് റീയൂസ്ഡ് ആയിട്ടുള്ള ഒരു മെത്തേഡും കൂടിയാണ് എന്ത് ചെയ്യുന്നത് ഈ ഒരു ക്ലീറ്റ് വയറിംഗ് സിസ്റ്റം എന്ന് പറയുന്നത്. എന്നാൽ ലാസ്റ്റ് ഓപ്ഷൻ ഡിയിൽ എന്താ പറയുന്നത്, ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ പെർമനന്റ് വയറിംഗ് എന്നാ പറയുന്നത്. നമുക്കറിയാം ക്ലീറ്റ് വയറിംഗ് എന്ന് പറയുന്നത് പെർമനന്റ് വയറിംഗിനല്ല, നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്, ഒരു ടെമ്പററി വയറിംഗ് സിസ്റ്റത്തിന് വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത് ക്ലീറ്റ് വയറിംഗ് സിസ്റ്റം യൂസ് ചെയ്യുന്നത് അല്ലെ. ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ ടെമ്പററി വയറിംഗ് എന്നായിരുന്നു കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്. അപ്പൊ അതുകൊണ്ട് ഇത് എന്താണ്, ഒരു നോട്ട് ട്രൂ ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ് അല്ലെ. അപ്പൊ അതുകൊണ്ട് ഓപ്ഷൻ ഡി ആണ് ഇതിനകത്തുള്ള ആൻസർ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എ സേഫ്റ്റി ഡിവൈസ് ഈസ് യൂസ്ഡ് ഇൻ ആൻ ഇലക്ട്രിക് സർക്യൂട്ട് for protecting the operator
equipment, electric circuit, and all of them. A safety device is used in an electric circuit for protecting the operator, equipment, electric circuit, and all of them. ഇങ്ങനെയാണ് ഓപ്ഷൻ വന്നിട്ടുള്ളത് അല്ലെ. അപ്പൊ ഇവിടെ എന്താ വരുന്നുണ്ടായിരിക്കുക, ഒരു സേഫ്റ്റി ഡിവൈസിന്റെ കാര്യത്തിൽ എന്താണ്, അതെന്തിനാണ്, ഓപ്പറേറ്ററെ പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ടായിരിക്കും അല്ലെ, ഓപ്പറേറ്ററെ പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ടായിരിക്കും. അതേപോലെ തന്നെ എന്ത് ചെയ്യാണ്, എക്യുപ്മെന്റിനെ പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ടായിരിക്കും, ഇലക്ട്രിക് സർക്യൂട്ടിനെയും പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ടായിരിക്കും. അവിടെ നമ്മൾ പറഞ്ഞിട്ടുള്ളത് സേഫ്റ്റി ഡിവൈസ് എന്നാണ്. സേഫ്റ്റി ഡിവൈസ് ആവുകൊണ്ട് നമുക്ക് എന്ത് പറയാം, ഓൾ ഓഫ് ദ എബോ ആണെന്ന് പറയാം. എന്നാൽ നമ്മോട് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് സേഫ്റ്റി ഡിവൈസസിന് പകരമായിട്ട് ഒന്നെങ്കിൽ നമ്മളെ എർത്തിങ് ഡിവൈസ് അല്ലെങ്കിൽ ELCBയോ RCCB പോലത്തെ ഇതൊക്കെയാണ് ചോദിക്കുന്നതെന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾ എഴുതുമ്പോൾ എന്താണ്, ഓപ്പറേറ്റർ മാത്രമായിരിക്കും എഴുതാൻ പറ്റുള്ളൂ അല്ലെ. അവിടെ കാരണം നമുക്ക് ഓപ്പറേറ്റർ സേഫ്റ്റിക്ക് വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, അത് യൂസ് ചെയ്യുന്നത് പ്രധാനമായിട്ടും സേഫ്റ്റിയുടെ കാര്യത്തിൽ. ELCB ഒക്കെ ആണെന്നുണ്ടെങ്കിൽ, RCCB ആണെങ്കിൽ പിന്നെ നമുക്ക് പറയാം എക്യുപ്മെന്റിലൂടെയുള്ള ലീക്കേജും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം പറയാം. അപ്പോൾ അത് ഓരോ ക്വസ്റ്റ്യൻ വരുന്നതിനനുസരിച്ചിട്ട് ഒന്ന് നോക്കിയിട്ട് ആൻസർ ചെയ്യാനുള്ളതാണ് കേട്ടോ. ഇവിടെ നമുക്ക് സേഫ്റ്റി ഡിവൈസ് മൊത്തമായിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ട് നമുക്ക് എക്യുപ്മെന്റ്സിനും എർത്ത് സർക്യൂട്ടിന്റെ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാം, എല്ലാ കാര്യങ്ങൾക്കും കൂടി പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഒരു ഇലക്ട്രിക്കൽ സേഫ്റ്റി ഡിവൈസ് യൂസ് ചെയ്യുന്നത് അല്ലെ. ഓപ്പറേറ്ററുടെ കാര്യത്തിലും അതുപോലെ തന്നെ എക്യുപ്മെന്റ്സിന്റെ കാര്യത്തിലും ഇലക്ട്രിക് സർക്യൂട്ടിന്റെ കാര്യത്തിലും ഒക്കെ നമുക്ക് എന്ത് ചെയ്യാം, യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഓൾ ഓഫ് ദ എബോ എന്ന് ഇതിനകത്ത് ആൻസർ ആയിട്ട് വരുന്നുണ്ടാവും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ സ്റ്റാൻഡേർഡ് കറന്റ് റേറ്റിംഗ് ഫോർ ദ സോക്കറ്റ് ആക്സറീസ് ആർ 6, 16 and 32 ആംപിയർ, 5, 16 and 32 ആംപിയർ, 5, 15 and 35 ആംപിയർ, 6, 15 and 32 ആംപിയേഴ്സ് എന്നാണ് പറഞ്ഞിട്ടുള്ളത് അല്ലെ. സ്റ്റാൻഡേർഡ് കറന്റ് റേറ്റിംഗ് ഫോർ ദ സോക്കറ്റ് ആക്സസറീസ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ സ്റ്റാൻഡേർഡ് കറന്റ് റേറ്റിംഗ് എത്ര വരുന്നുണ്ടായിരിക്കാം, നേരത്തെ നമ്മൾ പറഞ്ഞു അല്ലെ. സ്റ്റാൻഡേർഡ് കറന്റ് റേറ്റിംഗ് എന്ന് പറയുന്നത് 6, 16 and 32 ആണ് കേട്ടോ. ഇപ്പൊ 10 ആംസിന്റെ ഒക്കെ വരുന്നുണ്ട്. പക്ഷെ എന്നാലും നമ്മുടെ സ്റ്റാൻഡേർഡ് കറന്റ് റേറ്റിംഗ് എന്ന് പറയുന്നത് ഈ റൂൾ പ്രകാരമുള്ള സ്റ്റാൻഡേർഡ് കറന്റ് റേറ്റിംഗ് എത്രയാണ്, 6, 16 32 ആണ് വരുന്നത്. അപ്പൊ സ്റ്റാൻഡേർഡ് കറന്റ് റേറ്റിംഗ് ഫോർ ദ സോക്കറ്റ് ആക്സറീസ് എന്ന് പറയുന്നത് 6, 16 32 ആണ് എന്ത് ചെയ്യുക പറയുന്നുണ്ടായിരിക്കുക. അത് നമ്മളിപ്പോഴും ആ ഒരു സോക്കറ്റ് ആക്സറീസിനൊക്കെ എപ്പോഴും എന്താണ്, അതേ റൂൾ തന്നെയാണ് എന്ത് ചെയ്യുന്നത്, ഫോളോ ചെയ്തിട്ട് പോരുന്നത് കേട്ടോ. ഓക്കെ, നെക്സ്റ്റ്, the rod and pipe electrode should not be less than dash in length, 15 meter, 2.5 meter, 1.5 meter and 6 meter അല്ലെ. നേരത്തെ നമ്മൾ ആ ടേബിളിനകത്ത് കണ്ടതായിരുന്നത് എന്താണ്, the rod and pipe electrode should not be less than dash in length. എത്ര ലെങ്ത് വരാൻ പാടില്ല, എത്ര ലെങ്ത് വരെ ഇതാവേണ്ടത്, should not be less than 2.5 മീറ്റർ അല്ലെ. 2.5 മീറ്റർ നേരത്തെ നമ്മൾ ആ ടേബിളിനകത്ത് പറഞ്ഞപ്പോൾ തന്നെ പറഞ്ഞു അല്ലെ. അതിനകത്ത് ഒരുപാട് ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്തിട്ടുണ്ട്, അതിനകത്ത് നിന്ന് ഫ്രെയിം ചെയ്യുന്നുണ്ട് എന്നുള്ളത്. അപ്പൊ റോഡ് ആൻഡ് പൈപ്പ് എർത്തിങ്ങിനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ മാക്സിമം അതിന്റെ ലെങ്ത് എത്ര ആയിരിക്കണം, 2.5 മീറ്റർ ആയിരിക്കണം അല്ലെ. സോറി, അതിന് കൂടുതൽ ലെസ് ദാൻ വരാൻ പാടില്ല. മാക്സിമം നല്ല മിനിമം ലെങ്ത് എന്ന് പറയുന്നത് എത്ര ആയിരിക്കണം, 2.5 മീറ്റർ ആയിരിക്കണം. നെക്സ്റ്റ്, ആസ് പെർ IS 3043/1966 pipe type earth electrode made up of steel should not be smaller than dash internal diameter 24 mm, 30 mm, 60 mm and 38 mm അല്ലെ. എന്താ ചോദിച്ചോളൂ, എന്താണ്, എന്തെങ്കിലും ഡൗട്ട് ഉള്ളതാണോ? എന്താ പറഞ്ഞുള്ളത്, നമ്മളെ IS റൂൾ പ്രകാരം അല്ലെ, പൈപ്പ് ടൈപ്പ് എർത്ത് ഇലക്ട്രോഡ് ആണ് യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ, അത് സ്റ്റീൽ കൊണ്ടാണ് നിർമ്മിച്ചിട്ടുള്ളതെന്നുണ്ടെങ്കിൽ അതിന്റെ എത്ര ഇന്റേണൽ ഡയമീറ്റർ എത്ര വരാം എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ ചോദിച്ചത് അല്ലെ. എത്രയാണ് നമ്മൾ ഇന്റേണൽ ഡയമീറ്റർ എന്ന് പറയുന്നത്, നമ്മൾ നേരത്തെ കണ്ടു. എത്രയാണ് ഡയമീറ്റർ വരിക, 38 mm ആണ് കേട്ടോ. ഓക്കെ, ഒന്നും പറഞ്ഞിട്ടില്ലല്ലോ, ആരൊക്കെ എന്തെങ്കിലും ഉണ്ടോ? നെക്സ്റ്റ്, an ELCB must always be connected in the circuit before energy meter, after energy meter, at the entry of supply to the load, after energy meter, tail end of the installation. Okay, എന്താ ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നത്, an ELCB must always be connected in the circuit എന്നാണ് ക്വസ്റ്റ്യൻ അല്ലെ. അപ്പൊ എന്താ വരുന്നുണ്ടായിരിക്കുക നമുക്ക്, ബിഫോർ എനർജി മീറ്റർ ബിഫോർ എനർജി മീറ്റർ എന്ന് പറഞ്ഞിട്ടുണ്ട്, ആഫ്റ്റർ എനർജി മീറ്റർ എന്ന് പറഞ്ഞിട്ടുണ്ട്, അറ്റ് ദ എൻട്രി ഓഫ് സപ്ലൈ ടു ദ ലോഡ്, ആഫ്റ്റർ എനർജി മീറ്റർ കഴിഞ്ഞിട്ട് എൻട്രി ഓഫ് സപ്ലൈക്ക് മുന്നേ ആയിട്ട് എന്ത് ചെയ്യാണ് വെക്കുന്നു എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതുപോലെ തന്നെ ടൈൽ എൻഡ് ഓഫ് ദ ഇൻസ്റ്റാളേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമുക്കറിയാം ELCB നമ്മൾ എവിടെ കൊടുക്കുന്നുണ്ടായിരിക്കാം, എനർജി മീറ്റർ കഴിഞ്ഞതിന് ശേഷം
നമ്മളെ സപ്ലൈ വരുന്നതിന് മുന്നേ അല്ലെ, നമ്മളെ സപ്ലൈയിലേക്ക് കിടക്കുന്നതിന് മുന്നേ ആയിട്ട്, അല്ലെങ്കിൽ ലോഡിലേക്ക് സപ്ലൈ എന്ന് പറഞ്ഞാൽ നമ്മളെ ലോഡിലേക്ക് എത്തുന്നതിന് മുന്നേ ആയിട്ട്, നമ്മുടെ സപ്ലൈ ലോഡിലേക്ക് എത്തുന്നതിന് മുന്നേ ആയിട്ട് ആ ഒരു ഭാഗത്താണ് നമ്മൾ എന്ത് ചെയ്യുക, ഈ ഒരു ELCB പ്രൊവൈഡ് ചെയ്യുന്നുണ്ടാവുക കേട്ടോ, ELCB പ്രൊവൈഡ് ചെയ്യുന്നുണ്ടായിരിക്കുക. അപ്പോൾ ഇതുപോലെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ വരാറുണ്ട്. ഫ്യൂസ്, അതുപോലെ എനർജി മീറ്റർ, ഇതൊക്കെ എവിടേക്കാണ് നമ്മൾ പ്ലേസ് ചെയ്യുന്നത് എന്നുള്ള രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് ചോദിക്കാറുണ്ട്. അപ്പൊ ELCB പ്ലേസ് ചെയ്യുന്ന എത്രയാണ്, എവിടെയാണ്, അറ്റ് ദ എൻട്രി ഓഫ് സപ്ലൈ ടു ദ ലോഡ് ആഫ്റ്റർ എനർജി മീറ്റർ ആണ്. നമ്മൾ ആ ഒരു ഇതിനിടയിലാണ് നമ്മൾ എന്ത് ചെയ്യുക, എനർജി മീറ്റർ പ്ലേസ് ചെയ്യുന്നുണ്ടായിരിക്കുക. സോറി, എനർജി മീറ്റർ അല്ല, ELCB പ്ലേസ് ചെയ്യുന്നുണ്ടായിരിക്കുക. നെക്സ്റ്റ്, ഫോർ പ്രോപ്പർ എർത്തിങ് അക്കോർഡിംഗ് ടു IE റൂൾസ് ഓഫ് പവർ equipments, single earthing is sufficient, double earthing system has to be adopted, no earthing is required, either single or double earthing. For proper earthing according to IE rules of power equipments, power equipments ന് വേണ്ടിയിട്ട് അല്ലെ, പവർ എക്യുപ്മെന്റ്സിന് വേണ്ടിയിട്ട് നമ്മൾ ഏത് എർത്തിങ് മെത്തേഡ് ആണ് യൂസ് ചെയ്യുന്നുണ്ടായിരിക്കുക, സിംഗിൾ എർത്തിങ്, ഡബിൾ എർത്തിങ്, നോ എർത്തിങ്, അതുപോലെ തന്നെ എയ്തർ സിംഗിൾ അല്ലെങ്കിൽ ഡബിൾ, ഏതെങ്കിലും സിംഗിളോ അല്ലെങ്കിൽ ഡബിളോ യൂസ് ചെയ്താൽ മതി. അപ്പൊ ഏത് എർത്തിങ് ആണ് നമ്മൾ യൂസ് ചെയ്യുക, ഡബിൾ എർത്തിങ് മെത്തേഡ് ആണ് കേട്ടോ. പവർ എക്യുപ്മെന്റ്സ് ആണ് എന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾ എന്ത് ചെയ്യണം, ഡബിൾ എർത്തിങ് സിസ്റ്റം ആണ് എന്ത് ചെയ്യേണ്ടത്, അഡോപ്റ്റ് ചെയ്യേണ്ടത് അല്ലെ. പവർ എക്യുപ്മെന്റ്സിനാണെന്നുണ്ടെങ്കിൽ ഡബിൾ എർത്തിങ് സിസ്റ്റം ആണ് എന്ത് ചെയ്യേണ്ടത്, അഡോപ്റ്റ് ചെയ്യേണ്ടത്. നെക്സ്റ്റ്, the supplier shall provide and to maintain for consumers use a suitable earthed terminal in as accessible position at or near the point of commencement of supply, which IE rule states that the supplier shall provide and maintain for consumers use a suitable earthed terminal in as accessible position at or near the point of commencement of supply, which IE rule states that. ഏത് IE rule ആണെന്ന് പറയുന്നത്, IE rule 33, IE 61, IE 37 and IE 88 ട്ടോ. അപ്പോ IE rule 33 ഉണ്ട്, 61 ഉണ്ട്, 67 ഉണ്ട് ആൻഡ് 88 ഉണ്ട്. ഇതിൽ നമുക്ക് അറിയാം എല്ലാ റൂളും എന്ന് പറഞ്ഞാൽ 33, 61, 67, 88 ആണ്. എല്ലാ റൂളും നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ എർത്തിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന റൂളാണ്. ആ ഒരു എർത്തിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന റൂളാണ്. ഇപ്പൊ IE റൂൾ 33 ആണെങ്കിലും, IE റൂൾ 61 ആണെങ്കിലും, IE റൂൾ 67 ആണെങ്കിലും, IE റൂൾ 88 ആണെന്നുണ്ടെങ്കിലും എർത്തിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന. അതിനകത്ത് 88 എന്ന് പറയുന്നത് എർത്ത് ഗാർഡുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നതാണ് എന്ത് ചെയ്യുന്നത്, IE റൂൾ 88 എന്ന് പറയാം കേട്ടോ. ഗാർഡിന്റെ കണക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നതാണ് 88 എന്ന് പറയുന്നത്. 67 എന്ന് പറയാം കണക്ഷൻ വിത്ത് എർത്ത് എന്നാണ് പറയാം. കണക്ഷൻ വിത്ത് എർത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ സാധാരണയായിട്ട് EHV അല്ലെങ്കിൽ HV വോൾട്ടേജ്, അതായത് ഹൈ വോൾട്ടേജ്, എക്സ്ട്രാ ഹൈ വോൾട്ടേജ് കണക്ഷൻസിന് എർത്ത് കണക്ഷൻസ് വരുന്ന രീതിയിലുള്ള വരുന്നതാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, IE റൂൾ 67 എന്ന് പറയുന്നത് അല്ലെ. IE റൂൾ 61 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ലോ വോൾട്ടേജ് അല്ലെങ്കിൽ മീഡിയം വോൾട്ടേജിന് കണക്ഷൻ വിത്ത് എർത്ത് വരുന്നതാണ് എന്ത് ചെയ്യുന്നത്, IE റൂൾ 61 എന്ന് പറയുന്നത്. IE റൂൾ 33 എന്ന് പറയുന്നത് കൺസ്യൂമർ പെർമിസിബിളിലുള്ള IE റൂൾസും അല്ലെങ്കിൽ എർത്തിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നതാണ് IE റൂൾ 33 എന്ന് പറയുന്നത് കേട്ടോ. അത് തന്നെയാണ് നമുക്ക് എന്ത് ചെയ്ത് ഇപ്പൊ ക്വസ്റ്റ്യനിലായിട്ട് തന്നിട്ടുള്ളത്. അതായത് കൺസ്യൂമർ പെർമിസിബിളില് നമുക്ക് എങ്ങനെ എർത്തിങ് ചെയ്യാം എന്നുള്ള ആ ഒരു ഇതുമായിട്ട് ബന്ധപ്പെട്ട്, അതായത് ആക്സസിബിൾ പൊസിഷൻസിൽ നമുക്ക് എന്ത് ചെയ്യാം, സൂട്ടബിൾ ആയിട്ടുള്ള എർത്തഡ് ടെർമിനൽസ് നമുക്ക് യൂസ് ചെയ്യാം, കൺസ്യൂമേഴ്സിന് യൂസ് ചെയ്യാം എന്നുള്ള പ്രൊവിഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് IE റൂൾ 33 വരുന്നത്. IE റൂൾ 61 എന്ന് പറയുന്നതും അതേപോലെ തന്നെ എന്താണ്, നമ്മളെ ലോ വോൾട്ടേജ് എർത്തിങ് ആണ് ബന്ധപ്പെട്ട് വരുന്നതാണ്. പക്ഷെ ലോ ആൻഡ് മീഡിയം വോൾട്ടേജ് എർത്തിങ്ങിൽ ബന്ധപ്പെട്ട് വരുന്നതാണ്. പക്ഷെ അത് എന്താണ് പറയുന്നത്, നമ്മുടെ ലോ ആൻഡ് മീഡിയം വോൾട്ടേജിലുള്ള എക്യുപ്മെന്റ് എർത്തിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നതാണ്, അതിന്റെ കണക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നതാണ് എന്ത് ചെയ്യുന്നത്, IE റൂൾ 61 എന്ന് പറയുന്നത് കേട്ടോ. എന്നാൽ IE റൂൾ 33 എന്ന് പറയുന്നത് കൺസ്യൂമർ പ്രിൻസിപ്പൾ ആയിട്ടുള്ള സ്ഥലങ്ങളിൽ നമുക്ക് എർത്തിങ് എങ്ങനെ എന്ത് ചെയ്യാം എന്നുള്ളതാണ്. അതായത് നമ്മളിപ്പോ ഈ ഒരു ഇതിൽ പറഞ്ഞിട്ടുള്ളത്, സപ്ലയർ ഷാൾ പ്രൊവൈഡ് ആൻഡ് മെയിൻറ്റെയിൻ ഫോർ കൺസ്യൂമേഴ്സ് യൂസ് എ സൂട്ടബിൾ എർത്തഡ് ടെർമിനൽ ഇൻ ആൻ ആക്സസിബിൾ പൊസിഷൻ എന്ന് പറയുന്നത്. അപ്പൊ അത് IE റൂൾ 33 എന്ത് ചെയ്യുന്നത്, ഇങ്ങനെ കൺസ്യൂമർ പെർമിസിബിൾ എർത്തിങ് എന്ത് ചെയ്യുന്നത് പറയുന്നത്. അതുകൊണ്ട് ആൻസർ ഓപ്ഷൻ A ആണ്, IE 33 ആണ് വരുന്നത്. ഈ ശരിക്കും IE 61 ആണെങ്കിലും 67 ആണെങ്കിലും കണക്ഷൻ വിത്ത് എർത്ത് എന്നാണ് പറയാം കേട്ടോ. കണക്ഷൻ വിത്ത് എർത്ത് എന്നാണ് പറയാ. എർത്തുമായിട്ടുള്ള കണക്ഷനാണ്. എർത്തുമായിട്ടുള്ള കണക്ഷൻ എന്ന് പറയുന്നത് അത് വോൾട്ടേജിനനുസരിച്ചിട്ടാണ് ഈ 61, 67 വരുന്നത്. 61 എന്ന് പറയുമ്പോൾ ലോ ആൻഡ് മീഡിയം വോൾട്ടേജും ആൻഡ് 67 എന്ന് പറയുമ്പോൾ HV ആൻഡ് EHV ആണ് എന്ത് ചെയ്യുക വരുന്നുണ്ടായിരിക്കുക. 88-നകത്താണ് എന്ത് ചെയ്യുന്നത്,
നമ്മുടെ ഈ ഒരു ടേം വരുന്നത്. അതായത് ഗാർഡുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എർത്ത് ഗാർഡുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഉള്ള ടേം വരുന്നത്. അപ്പോൾ ഇതെല്ലാം എർത്തുമായിട്ട് ബന്ധപ്പെട്ടുള്ളതാണ്. നമ്മൾ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എർത്തുമായിട്ട് ബന്ധപ്പെട്ടുള്ളതും അതുപോലെ തന്നെ നമ്മൾ ഐ റൂൾസ് വയറിങ്ങുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഐ റൂൾസ് എന്ത് ചെയ്യുക, കറക്റ്റ് ആയിട്ട് നോക്കി വെക്കുക. ഓരോന്നും ക്വസ്റ്റ്യൻ ആയിട്ട് എന്ത് ചെയ്യാം, ചോദിക്കാം. ഈ ഐ റൂൾസ് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഈ ഒരു മൊഡ്യൂളിൽ നിന്ന് എങ്ങനെ വന്നാലും ഒരു ക്വസ്റ്റ്യൻ എന്ത് ചെയ്യും, 1-2 ക്വസ്റ്റ്യൻ ഒക്കെ ഐ റൂൾസുമായിട്ട് ബന്ധപ്പെട്ട് എന്ത് ചെയ്യും, ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ്. കാരണം നമുക്കത് കുറച്ചും കൂടി ബാക്കിയൊക്കെ നമുക്ക് ബേസിക് ആയിട്ടുള്ള നോളജ് ആണ് അല്ലെ. ഇതിൽ കുറെ പ്രോബ്ലംസ് കാര്യം അല്ലെങ്കിൽ അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് കാര്യങ്ങളൊന്നും ചോദിക്കാൻ ചാൻസ് കുറവാണ്. കൂടുതലും സ്റ്റേറ്റ്മെന്റ് അല്ലെങ്കിൽ ട്രൂ ഓർ അല്ലെങ്കിൽ നമ്മളെ ഈ ഒരു അഡ്വാൻറ്റേജ് ഡിസഡ്വാൻറ്റേജ് വരുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ആയിരിക്കും എന്ത് ചെയ്യുക, കൂടുതലും ചോദിക്കുന്നുണ്ടാവുക. പിന്നെ ആക്സസറീസുമായിട്ട് ഡിപ്പെൻഡ് ചെയ്തുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ആയിരിക്കും കൂടുതൽ എന്ത് ചെയ്യുക, ഈ ഭാഗത്ത് നിന്ന് ചോദിക്കുക. അപ്പൊ കൂടുതലായിട്ട് ഈ ഐ റൂൾസ് എന്ത് ചെയ്യുന്നുണ്ടായിരിക്കും, അതിന്റെ ഒരു ഇമ്പോർട്ടന്റ് ഫാക്ടർ ആയിട്ട് തന്നെ ക്വസ്റ്റ്യൻ ആയിട്ട് വരുന്നുണ്ടാവും കേട്ടോ. അപ്പൊ ഈ 33 ആണ് പറയുന്നത്. നെക്സ്റ്റ്, the material which can be used for filament of incandescent lamp must possess high melting point, low vapor pressure, high resistivity, all of them. And the question, the material which can be used for filament of incandescent lamp, അല്ലെ, incandescent ലാമ്പിന്റെ ഫിലമെന്റിനെ ആവശ്യമായിട്ട് വരുന്ന അതിന്റെ പ്രോപ്പർട്ടീസ് അല്ലെങ്കിൽ അതിന്റെ പ്രോപ്പർട്ടീസ് അല്ലെ, ആ ഒരു മെറ്റീരിയലിന്റെ പ്രോപ്പർട്ടീസ്. അപ്പൊ ഒന്നാമത്തെ കാര്യം നമുക്കറിയാം എന്താണ്, ടങ്സ്റ്റൺ ആണ് നമ്മൾ ഇൻകാൻഡസെന്റ് ലാമ്പിന്റെ ഫിലമെന്റ് ആയിട്ട് യൂസ് ചെയ്യുന്നത് നമുക്കറിയാം അല്ലെ. അപ്പൊ ടങ്സ്റ്റന്റെ ഒരു പ്രത്യേകത അതിന്റെ ഒരു ഇത് നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം എന്താണ്, ഹൈ മെൽറ്റിംഗ് പോയിന്റ് ആയിരിക്കണം. രണ്ടാമത്തത് എന്താണ്, ഇൻകാൻഡസെന്റ് ലാമ്പിന്റെ ഫിലമെന്റ് ആണെന്നുണ്ടെങ്കിൽ ലോ വേപ്പർ പ്രഷർ ആയിരിക്കണം അല്ലെ, വേപ്പർ പ്രഷർ ലോ ആയിരിക്കണം. അതുപോലെ തന്നെ എന്തായിരിക്കണം, ഹൈ റെസിസ്റ്റിവിറ്റിയും ആയിരിക്കണം. അപ്പൊ ഇതിന്റെ ആൻസർ ഓൾ ഓഫ് ദ എബോ ആണ് വരുന്നുണ്ടാവും അല്ലെ. ഓൾ ഓഫ് ദ എബോ ആണ് അതിന്റെ ആൻസർ ആയിട്ട് വരിക. അപ്പോൾ ഹൈ മെൽറ്റിംഗ് പോയിന്റ് ആൻഡ് ഹെൻസ് ഓപ്പറേറ്റിംഗ് ടെമ്പറേച്ചർ, അതായത് ഹൈ മെൽറ്റിംഗ് പോയിന്റ് വേണം, ഹൈ ഓപ്പറേറ്റിംഗ് ടെമ്പറേച്ചറോടെ വേണം, ലോ വേപ്പർ പ്രഷർ വേണം, ഹൈ റെസിസ്റ്റിവിറ്റി ആൻഡ് ലോ ടെമ്പറേച്ചർ കോഫിഷ്യന്റ്, ഡക്റ്റിലിറ്റി ആൻഡ് കൊറോഷൻ റെസിസ്റ്റൻസ്, സഫിഷ്യന്റ് മെക്കാനിക്കൽ സ്ട്രെങ്ത് ടു വിത്ത്സ്റ്റാൻഡ് വൈബ്രേഷൻ. ഇത്രയും കാര്യങ്ങളൊക്കെയാണ് എന്ത് ചെയ്യേണ്ടത്, ഒരു ഇൻകാൻഡസെന്റ് ലാമ്പിന്റെ ഫിലമെന്റിന് വേണ്ട പ്രധാനപ്പെട്ട പ്രോപ്പർട്ടീസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ്, ദ ഫംഗ്ഷൻ ഓഫ് ഇനേർട്ട് ഗ്യാസ് ഇൻ എ ഫിലമെന്റ് ലാമ്പ്. അപ്പൊ നമ്മൾ നേരത്തെ ആ ഒരു ഫിലമെന്റ് ലാമ്പിൽ എന്തുകൊണ്ട് ഇത് ഒഴിവാക്കുന്നു ചോദിച്ചു അല്ലെ. ഇൻക്രീസ് ദ ഇലുമിനേഷൻ, ഡിക്രീസ് ദ പവർ കൺസപ്ഷൻ, മിനിമൈസ് ദ എഫക്ട് ഓഫ് ഇവാപറേഷൻ ഡ്യൂറിംഗ് സർവീസ്, ഡിക്രീസ് ദ ക്ലിയർ. ഏതാണ് വരുന്നുണ്ടാവുക, നേരത്തെ നമ്മളൊരു ക്വസ്റ്റ്യൻ വരെ ചോദിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ, എന്തുകൊണ്ടാണ് അതിൻ്റെ ഉള്ളിൽ നിന്ന് ഗ്യാസ് ഒഴിവാക്കുന്നത്. അപ്പൊ ഇത് ഇനേർട്ട് ഗ്യാസിന്റെ ഫംഗ്ഷൻ എന്താണെന്നുള്ളതാണ് ഇവിടെ ക്വസ്റ്റ്യൻ. എന്താണ് ഫംഗ്ഷൻ വരുന്നുണ്ടായിരിക്കാം, ഇവിടെ ഇൻക്രീസ് ദ ഇലുമിനേഷൻ പറഞ്ഞിട്ടുണ്ട്, ഡിക്രീസ് ദ പവർ കൺസപ്ഷൻ പറഞ്ഞിട്ടുണ്ട്, മിനിമൈസ് ദ എഫക്ട് ഓഫ് ഇവാപറേഷൻ ഡ്യൂറിംഗ് സർവീസ് എന്ന് പറഞ്ഞിട്ടുണ്ട്, ആൻഡ് ഡിക്രീസ് ദ ക്ലിയർ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇതിലൊന്നുകൂടി ആക്ട് ആയിട്ടുള്ള ഒരു ആൻസർ എന്ന് പറയുന്നത് മിനിമൈസ് ദ എഫക്ട് ഓഫ് ഇവാപറേഷൻ ഡ്യൂറിംഗ് ദ സർവീസ് ആയിരിക്കും ഇല്ല. സർവീസിൽ ഉണ്ടാവുന്ന ഇവാപറേഷൻ നമുക്ക് എന്ത് ചെയ്യണം, ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ട്. ശരിക്കും അവിടെ എന്ത് ചെയ്യണം, നമുക്കൊരു ഇതൊന്നും നടക്കാതിരിക്കാൻ വേണ്ടിയില്ലേ, നമ്മൾ എഫക്റ്റും കാര്യങ്ങളും നടക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്, അതിനകത്തേക്ക് കൊടുക്കുന്നത്. അപ്പോൾ ആ ഒരു ഇവാപറേഷൻ എഫക്ട് അല്ലെങ്കിൽ സർവീസിനകത്ത് ഉണ്ടാകുന്ന ഇവാപറേഷൻ എഫക്ട് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, അത് മിനിമൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്തരത്തിലുള്ള ഇനേർട്ട് ഗ്യാസസ് അതിനുള്ളിലേക്ക് ഫില്ല് ചെയ്യുന്നത് കേട്ടോ, ഇനേർട്ട് ഗ്യാസസ് ഫില്ല് ചെയ്യുന്നത്. ഓക്കെ.